ഈ സെമിനാറിന്റെ അധ്യക്ഷത പദം അലങ്കരിക്കാനായിട്ട് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് കഴിഞ്ഞ സെഷൻ അങ്ങ് തുടങ്ങാം. ആമുഖമായി ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അവസാനം ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഇപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞു, നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കിടക്കാം. അപ്പോൾ ജമീല ഇനിയിപ്പോൾ വിഷയാവതരണമില്ല. നേരത്തെ ഈ സെഷൻ കൂടെ ഉൾക്കൊള്ളിച്ചാണ് ഡോക്ടർ ജമീലയുടെ അവതരണം നടന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് അവതരണം ഉണ്ടായിരിക്കില്ല. നമുക്ക് ചർച്ച. ഡോക്ടർ വിശ്വനാഥൻ വന്നിട്ടുണ്ടോ? ഇല്ല. DME വരുമോ? വരാം. DME വരികയാണെങ്കിൽ വരട്ടെ. ഇന്നിപ്പോൾ വളരെ തിരക്കുള്ളൊരു ദിവസമാണെന്ന് അറിയാമല്ലോ. അടുത്തായിട്ട് അവതരണം. അപ്പോൾ അരുൺ ടൈമൊക്കെ നോക്കിക്കോണം. ബേബി ബാലകൃഷ്ണനാണ്, മുൻ പ്രസിഡന്റ്, കാസർഗോഡ് ജില്ലയുടെ മുൻ പ്രസിഡന്റ്. ഇല്ല, വേറൊരു സെഷനിലാണ്. വരട്ടെ. ശരി. ജോ ജോസഫ്, ലിസി ഹോസ്പിറ്റൽ. യോഗത്തിന്റെ അധ്യക്ഷൻ ഗുരുസ്ഥാനീയനായിട്ടുള്ള ഡോക്ടർ ഇക്ബാൽ, ജമീല മാഡം, വേദിയിലും സദസ്സിലുമുള്ള പ്രിയ സുഹൃത്തുക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ചികിത്സാ സംവിധാനങ്ങൾ കേരളത്തിൽ എങ്ങനെയാണ് ഉള്ളത്, എങ്ങനെ മെച്ചപ്പെടുത്താൻ, മുമ്പോട്ട് എങ്ങനെ ചിന്തിക്കാമെന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുകയാണ്. ഒരു പൊതുജനാരോഗ്യ പ്രവർത്തകൻ എന്നതിനെക്കാട്ടപ്പുറമായി ഒരു ഹൃദയാരോഗ്യ വിദഗ്ധൻ എന്ന നിലയിലേക്ക് ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇന്ന് കേരളത്തിലെ ഏറ്റവും അധികം ആളുകൾ മരണപ്പെടുന്ന ഒരു രോഗം ഹൃദയാരോഗ്യവും NCDs ഹൃദയാരോഗ്യ പ്രശ്നങ്ങളാണ് എന്ന് നമുക്കറിയാം. നമുക്ക് ഇതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ, പൊതുജനാരോഗ്യത്തെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ക്വാണ്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 13 കോടിയോളം ആളുകൾ ഈ സംവിധാനത്തൂടെ ദിവസവും ചികിത്സ തേടുന്നു. 13 കോടിയോളം. അതായത് നമ്മുടെ ജനസംഖ്യയുടെ എത്രയോ ഇരട്ടി ആളുകൾ ഈ സംവിധാനത്തിൽ ഒരു വർഷം ചികിത്സ തേടുന്നു. ഏകദേശം 7 ലക്ഷത്തോളം ആളുകൾ ഇൻപേഷ്യൻസ് ആയിട്ട് ചികിത്സ തേടുന്നു. 2.5 ലക്ഷത്തോളം അല്ലല്ല, ഞാൻ പറഞ്ഞ പൊതുവെ പറയുകയാണ്. അത് അത്രമാത്രം മാഗ്നിറ്റ്യൂഡ് ഉള്ള ഏരിയയിലാണ് നമ്മൾ ഈ 1-2 കാര്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്ന ആ ഘട്ടത്തിൽ ഞാൻ പറയുകയാണ്. 2.5 ലക്ഷത്തോളം മേജർ സർജറികൾ നടത്തുകയാണ്. 2.5 ലക്ഷത്തോളം മേജേഴ്സ്. എപ്പോഴും സിസ്റ്റത്തെക്കുറിച്ചും അതിന്റെ ഫെയിലിയറിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് എനിക്ക് പറയാനുള്ളത് ഹൃദയാരോഗ്യത്തെക്കുറിച്ച് 2 കാര്യങ്ങളാണ്. ഒന്ന്, സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി ഞാൻ കണ്ട 2-3 സാഹചര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ കേരളത്തിലെ ഞങ്ങൾക്ക് ഒരു പഠനം നടത്തിയിട്ടുണ്ട്. 2016 ഞങ്ങളുടെ സൊസൈറ്റി ഒരു പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു. കേരളത്തില് കാർഡിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ. എന്താണ് പഠനം നടത്തിയപ്പോഴത്തേക്ക്, നമ്മൾ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുകയാണെങ്കിൽ കേരളത്തിലെ എത്ര പേർക്ക് 1 മണിക്കൂറിൽ ചികിത്സ തേടാൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ്. അന്ന് ഏകദേശം 90ഓളം കാത്ത് ലാബുകൾ ഉണ്ടായിരുന്ന സമയത്താണ് ഏകദേശം 75% ആളുകൾക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ചികിത്സയായിട്ടുള്ള ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് 10 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കാത്ത് ലാബുകളുടെ എണ്ണം ഓൾമോസ്റ്റ് എല്ലാ ജില്ലയിലും കാത്ത് ലാബുകളായി, കോർപ്പറേറ്റ് മേഖലയിൽ കാത്ത് ലാബുകളായി, അത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, ജനറൽ ഹോസ്പിറ്റലിലേക്ക് തലത്തിൽ നിന്ന് മാറി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റൽ തലത്തിൽ പോലും കാത്ത് ലാബുകൾ വരികയും ഏകദേശം 150ഓളം കാത്ത് ലാബുകൾ ആകുകയും ചെയ്തപ്പോൾ ഇന്ന് നമ്മുടെ ജനസംഖ്യയിലും 95% ആളുകൾക്കും ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ചികിത്സ നമുക്കിന്ന് ലഭ്യമാണ്. ഈ സൂചിക എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കാൻഡിനേവിയൻ കൺട്രികളിലെ സൂചികൾക്ക് ഒപ്പമാണ്. ഒരു സംശയവുമില്ലാതെ പറയാണ്, സൂചികൾക്കൊപ്പമാണ്. അത് പ്രധാന പങ്ക് വഹിക്കുന്നത് ഒരു സംശയവുമില്ല, അത് നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ തന്നെയാണ്. നമ്മുടെ ജില്ലാ ആശുപത്രികള്, അതുപോലെ തന്നെ മെഡിക്കൽ കോളേജുകള്, താലൂക്ക് ഹോസ്പിറ്റലുകളിൽ പോലും. കണക്കുകൾ പറയുകയാണെങ്കിൽ ഈ വർഷം ഞങ്ങളുടെ സൊസൈറ്റി അവതരിപ്പിച്ചൊരു കണക്കുണ്ട്. ഇന്റർവെൻഷണൽ കാർഡിയോളജി കൗൺസിൽ ഓഫ് കേരളയിലും ഏറ്റവും അധികം ആൻജിയോപ്ലാസ്റ്റികൾ നടക്കുന്ന, നമ്മൾ വിചാരിക്കും സ്വാഭാവികമായിട്ട് പ്രൈവറ്റ് മേഖലയിലാണ് എന്ന് നമ്മൾ തെറ്റിദ്ധാരണ ഉണ്ടാവും. അല്ല, പ്രൈവറ്റ് മേഖലയിലല്ല. 1ാമത്തെ സ്ഥാനവും 2ാമത്തെ സ്ഥാനവും 3ാമത്തെ സ്ഥാനവും ഏറ്റവും അധികം ആൻജിയോപ്ലാസ്റ്റികൾ നടത്തുന്നത് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലാണ്. തിരുവനന്തപുരം, കോട്ടയം, അതുപോലെ കോഴിക്കോട് മെഡിക്കൽ. അതിനുശേഷം മാത്രമേ കേരളത്തിലെ ഏതൊരു വലിയ കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകൾക്കും ഏതൊരു പ്രൈവറ്റ് സ്ഥാപനത്തിനും സ്ഥാനമുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് അതിന്റെ ശരിയായ വസ്തുത. നിങ്ങൾക്കറിയാമല്ലോ, ഈ പ്രാവശ്യം എറണാകുളത്ത് ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടന്നു. ആ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നപ്പോഴത്തേക്ക് ഞാൻ ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും അധികം ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് എക്സ്പീരിയൻസ് ഉള്ള ഒരു കാർഡിയോളജിസ്റ്റാണ് ഞാൻ പറയുകയാണ്. 28 ദിവസമാണ് രോഗി മരിച്ചുപോയി. ചിലപ്പോൾ അങ്ങനെയാണ് സംഭവിക്കാറ്, പലപ്പോഴും സംഭവിക്കുന്നത് അങ്ങനെ തന്നെയാണ്.
28 ദിവസം ആ രോഗിയെ എക്മോ എന്ന് പറയുന്ന ഒരു മെഷീനിൽ അവരിട്ടു. എക്മോ എന്ന മെഷീനിൽ 28 ദിവസം പോയിട്ട് ഒരാഴ്ച ഒരു പേഷ്യന്റ് എക്മോയിൽ സൂക്ഷിക്കുക എന്ന് പറയുന്നത് എത്ര ശ്രമകരമായ കാര്യമാണ് എന്ന് ഞങ്ങൾക്കറിയാൻ പറ്റും. കാരണം ആദ്യ ആ പേഷ്യന്റിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു? 2 പ്രാവശ്യം എൻഡോമയോകാർഡിയൽ ബയോപ്സി, അതിനുശേഷം ഒരു പൾമണറി വാൽവ് റീപ്ലേസ്മെന്റ്, പൾമണറി വാൽവ് ഡയലറ്റേഷൻ നടത്തി. അതിനുശേഷം എക്മോയിൽ നിന്ന് മാറ്റി. നിർഭാഗ്യവശാൽ രോഗിക്ക് വലിയ പ്രശ്നം ഉണ്ടായിട്ട് രോഗി മരിച്ചു. പക്ഷെ 28 ദിവസം എക്മോയിൽ ആ രോഗിയെ കിട്ടി. ഈ 28 ദിവസം എക്മോയിൽ കിടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ മനസ്സിലാക്കുക, എക്മോ എന്നൊരു വലിയ സർക്യൂട്ടാണ്. നമ്മൾ ട്യൂബുകൾ ഒരു മെഷീനോട് ഘടിപ്പിക്കുന്നതാണ്. അത് അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് ക്ലോട്ട്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു സർക്യൂട്ട് ചേഞ്ച് പോലും ഇല്ലാതെയാണ് ആ ഒരു സിസ്റ്റം, ആ ഒരു പേഷ്യന്റിനെ 28 ദിവസം എക്മോയിൽ കിടത്താൻ പറ്റിയത്. അത് വേറെ ഓരോ സിസ്റ്റത്തിലും, ഒരു എത്ര വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റൽ സിസ്റ്റം ആണെങ്കിലും പറ്റില്ല എന്ന് പറയാൻ ഒരു സംശയവും എനിക്കില്ല. അത് ആ സിസ്റ്റത്തിന്റെ എഫിഷ്യൻസിയാണ് കാണിക്കുന്നതിന് എനിക്ക് ഏറ്റവും അടുത്തുള്ള ദൃക്സാക്ഷ്യമാണത്. അതുപോലെയാണ് നമ്മൾ ഓരോ കാര്യത്തെക്കുറിച്ച് വരികയാണെങ്കിൽ കാർഡിയോളജി മേഖലയിൽ പറയുകയാണെങ്കിൽ, കാർഡിയോളജി ഇപ്പോൾ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു മേഖലയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം. ടെക്നിക്കൽ ആയിട്ടുള്ള മേഖലയിൽ എല്ലാ മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. പണ്ട് സർജറികൾ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പം ടെക്നിക്കലായിട്ട് കത്തീഡ്രൽ വഴിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാൽവ് ഉണ്ട്, അയോട്ടിക് വാൽവ് റീപ്ലേസ്മെന്റ്. ഇപ്പോൾ മെജോറിറ്റി ഈവൻ വിദേശ രാജ്യങ്ങളിൽ ലോ റിസ്ക് ആളുകൾക്ക് പോലും അയോട്ടിക് വാൽവ് കത്തീഡ്രൽ വഴിയാണ് ചെയ്യുന്നത്. ആ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിലെ ആശുപത്രികൾ, എന്തിനധികം പറയുന്നു, എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഈ ടാവി എന്ന പ്രൊസീജിയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ വളരെ സ്ഥിരമായിട്ട് ടാവി ചെയ്യുന്ന ഒരു സെന്ററായി മാറിയിരിക്കുകയാണ്. തൃശ്ശൂർ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റല് ടാവി ചെയ്തിരിക്കുക. ടെക്നിക്കലി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ കാർഡിയോളജി ലെവലില് അതെല്ലാ സംവിധാനങ്ങളും ഇന്ന് നമ്മുടെ ജനറൽ ആശുപത്രികൾ വഴി ഇപ്പോൾ എത്തിയിട്ടെന്ന് മനസ്സിലാക്കുക. സ്വാഭാവികമായിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് താലൂക്ക് ലെവലിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുന്ന ലെവലുള്ള ചികിത്സാ സംവിധാനങ്ങളാണ് നമ്മുടെ കാർഡിയോളജി ലെവലിലായിട്ട് നമുക്ക് ഉണ്ടായിരുന്നത്. അയോട്ടിക് പണ്ടൊക്കെ അന്യൂറിസംസ് എന്നറിയാം. അന്യൂറിസം സർജറി മാത്രമേ ഉള്ളായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ ജനറൽ ആശുപത്രികൾ, പ്രത്യേകിച്ച് എറണാകുളം ജനറൽ ഹോസ്പിറ്റലൊക്കെ നമ്മുടെ ഈ മെഡിക്കൽ കോളേജുകൾ വളരെ സാധാരണമായി ചെയ്യുന്നു. അതുപോലെ തന്നെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലും ഇത്ര ടെക്നോളജിക്കലി ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാവുന്ന രീതിയിലേക്ക് നമ്മുടെ ഹൃദയാരോഗ്യ മേഖല, നമ്മുടെ പബ്ലിക് ഹെൽത്തിലെ ഈ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നത് തന്നെ കാണിക്കുന്നത് ഈ സിസ്റ്റത്തിന്റെ എഫിഷ്യൻസിയാണ് എന്നതിനെ കുറിച്ച് യാതൊരു സംശയമില്ല. ആ സമയത്ത് 1-2 കാര്യങ്ങൾ കാര്യങ്ങൾ പൊക്കിക്കൊണ്ട് ഇത്രയും വലിയ വാർത്താ പ്രാധാന്യം കൊടുക്കുന്നതിന് ലക്ഷ്യം എന്താണെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. 2-3 കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് വെക്കാനുള്ളത്. ഒന്ന്, സെന്റർ ഓഫ് എക്സലൻസുകൾ കൂടുതൽ കൂട്ടുക. ക്യാൻസറിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി 3 സെന്റേഴ്സ് ഓഫ് എക്സലൻസ് ആയിട്ടുണ്ട്. ഒന്ന് മലബാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, അതുപോലെ തന്നെ നമ്മുടെ RCC, ഇപ്പം എറണാകുളത്ത് ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്റർ ഉൾപ്പെടെ എല്ലാം ഇത് സെന്റർ ഓഫ് എക്സലൻസുകൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതേപോലെ തന്നെ SAT നോക്കുകയാണെങ്കിൽ അത് റയർ ഡിസീസിന്റെ സെന്റർ ഓഫ് എക്സലൻസ് ആയി മാറിക്കുകയാണ്. ഇതുപോലെ നമ്മുടെ മെഡിക്കൽ കോളേജുകളെ സെന്റേഴ്സ് ഓഫ് എക്സലൻസുകളാക്കി മാറ്റുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ എൻ്റെ DM ചെയ്ത് ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിനാണ്. നമ്മൾ പലപ്പോഴും എൻ്റെ വളരെ പേഴ്സണൽ ആയിട്ട് ഒപ്പീനിയൻ ആണ്, എയിംസ് എന്ന് പറയുമ്പോൾ എല്ലാ ബഡ്ജറ്റിന് മുമ്പ് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഒരു കാര്യം നമുക്ക് പറയാം, നമ്മുടെ മെഡിക്കൽ കോളേജിൽ കിട്ടുന്ന സംവിധാനങ്ങൾ അവിടെ പഠിച്ചതുകൊണ്ട് തന്നെ ഇവിടുത്തെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ്, നമ്മുടെ മെഡിക്കൽ കോളേജുകളെ പല എയിംസ് തത്തുല്യമായി തന്നെ നമുക്ക് കണക്കാക്കണം. നമുക്ക് ഒരു എയിംസ് അല്ല, പല എയിംസുകളെ ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള സിസ്റ്റംസ് ഉള്ള സ്ഥലമാണ് നമ്മുടെ ഓരോ മെഡിക്കൽ കോളേജുകളും. കാരണം നിങ്ങൾക്ക് അറിയാം, കോട്ടയം മെഡിക്കൽ കോളേജ് ഏറ്റവും വിദഗ്ധ ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉള്ള സ്ഥലമാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. നമുക്കൊരു കാർഡിയോളജിയുടെ സെന്റർ ഓഫ് മെഡിക്കൽ കോളേജിനെ കാർഡിയോളജിയുടെ സെന്റർ ഓഫ് എക്സലൻസ് ആക്കി മാറ്റിയെടുക്കുകയും അവയിലേക്ക് ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള കാർഡിയക് പ്രൊസീജിയേഴ്സ് ആവശ്യമുള്ളവരെ മാത്രം റെഫർ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് മാറുക. ഒരു സെന്റർ ഓഫ് എക്സലൻസ് ഫോർ എക്മോയ്ക്ക് വേണ്ടി മാത്രമായിട്ടൊരു സെന്റർ ഓഫ് എക്സലൻസ് ഫോർ ക്രിട്ടിക്കൽ കെയർ, ഏറ്റവും ഗൗരവമായ ക്രിട്ടിക്കൽ കെയർ ആയിട്ടുള്ള ഏതെങ്കിലും നല്ലൊരു ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിനെ നമ്മൾ ആ ലെവലിലേക്ക് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും മികച്ച ക്വാളിറ്റി ആയിട്ടുള്ള ചികിത്സകൾ പലപ്പോഴും കൊടുക്കാൻ സാധിക്കുന്നു, യാതൊരു സംശയം. അങ്ങനെ സംസ്ഥാനത്തുടനീളം ഓരോ ഡിപ്പാർട്ട്മെന്റുകളെ, മെഡിക്കൽ കോളേജ് ഡിപ്പാർട്ട്മെന്റുകളെ ഐഡന്റിഫൈ ചെയ്യുകയും അവയെ സെന്റർ ഓഫ് എക്സലൻസ് ആയിട്ട് മാറ്റുകയും ചെയ്യുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 2,
നമ്മൾ എപ്പോഴും പറഞ്ഞു, നമുക്ക് എപ്പോഴാണ് ഇത്രമാത്രം നമ്മുടെ പൊതുജനാരോഗ്യ മേഖലയിൽ ഒരു ഒരു ഇമ്പോർട്ടൻസ് കിട്ടുകയും മെച്ചപ്പെടുകയും ചെയ്ത് 2 മിനിറ്റ് കൊണ്ട് മാത്രം മെച്ചപ്പെടുകയും ചെയ്ത് അതൊരു മിഷൻ മോഡിലേക്ക് പോയത് കൊണ്ടാണ് ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് NCDs ആണ്, ഹൃദയ ആരോഗ്യമാണ്, അതുപോലെ NCDs ആണ്. അതിനെ നമുക്കൊരു മിഷൻ മോഡിലേക്ക് ആ പ്രശ്നത്തെ ഏറ്റെടുക്കുകയും അതിനുവേണ്ടി ഒരു മിഷൻ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അത് മുമ്പോട്ട് നമ്മുടെ ഭാവിയെ സംബന്ധിച്ചോളം ഏറ്റവും ശുഭകരമായ ഒരു കാര്യമാണെന്ന് സംശയമില്ല. നിങ്ങൾക്കറിയാവുന്നതുപോലെ ലോകത്തെ ഏറ്റവും വലിയ റിസർച്ചേഴ്സ് ഉള്ള ഒരു സംസ്ഥാനമാണ് ഈ NCDസുമായിട്ട് ബന്ധപ്പെട്ടത്. ലോകത്തെ ഏറ്റവും വലിയ NCD റിസർച്ചറാണ് ഡോക്ടർ സലീം യൂസഫ് എന്ന് പറയുന്നത്. സലീം യൂസഫ് ഒരു മലയാളിയാണ്. നിങ്ങൾ തൊട്ടടുത്ത 2% സ്റ്റാൻഫോർഡിന്റെ 2% വേൾഡ്സ് ഹയസ്റ്റ് 2% റിസർച്ചേഴ്സിൽ കേരളത്തിൽ നിന്ന് 5 കാർഡിയോളജിസ്റ്റെങ്കിലും ഉണ്ട്. അവരുടെ സേവനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുകൊണ്ട് നമുക്ക് ഇതിലൊരു പ്രതിരോധ രീതിയിലേക്ക് നടക്കാനായിട്ടുള്ള കൂടുതൽ വിശാലമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. പിന്നെ ഇപ്പോൾ ലോകമെമ്പും നമുക്കറിയാവുന്ന പോലെ നമുക്ക് എല്ലാ ക്ലിനിക്കിലും നമുക്ക് കിട്ടുന്ന കാര്യമാണ് ഈ പറയുന്ന ആസ്പിരിൻ, അതുപോലെ തന്നെ സ്റ്റാറ്റിൻസ്, ലൊസാട്ടാന്, ബീറ്റാ ബ്ലോക്കേഴ്സ്. ഇതെല്ലാം നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് കൊടുക്കുന്ന ഒരു കാര്യമാണ്. അതിൽ നമുക്കൊരു പോളിപ്പിക്കാണ്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ട് ഒരു ലോകം ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരു പോളിപ്പിൽ കൺസെപ്റ്റിലേക്ക് പോലും ഈ NCD പ്രിവെൻഷൻ നമുക്ക് മാറ്റാൻ സാധിക്കുന്നു. അതുപോലെ അക്രഡിറ്റേഷൻ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ്, നമ്മളിപ്പോൾ ആശുപത്രികളെ അക്രഡിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഡിപ്പാർട്ട്മെന്റുകളെ അക്രഡിറ്റേഷൻ ചെയ്യുക, ക്വാളിറ്റി. പിന്നെ അടുത്ത ലെവലിലേക്ക് നമുക്ക് പോകേണ്ട സാഹചര്യം എന്ന് പറയുന്നത് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റും പേഷ്യന്റ് എക്സ്പീരിയൻസും മാറ്റുന്ന രീതിയിലേക്ക് കൂടി നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളെ മാറ്റേണ്ട ഒരു കാലഘട്ടത്തിലാണ് എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. DME ഡോക്ടർ വിശ്വനാഥൻ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ ജോജോയുടെ എനിക്ക് കുറച്ച് പാർഷ്യലായിട്ട് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. വരാൻ ഈ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ കുറച്ച് താമസിച്ചു. ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജിൽ ഞാൻ ഫിസിക്സ് BScക്ക് ആദ്യം ചേർന്നതാണ്. എന്നാൽ തന്നെ ആ ഫസ്റ്റ് ബിൽഡിങ്ങിൽ ഒരു 5 ദിവസം ഇരുന്നപ്പോൾ MBBSന് കിട്ടി. അങ്ങനെ MBBSന് കയറി പ്രസ്റ്റീജിയസ് ആയിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ MBBSന് കയറുകയും അവിടെ പഠിച്ച് അവിടെ MS പഠിച്ച് പിന്നെ അവിടെ തന്നെ ഫാക്കൽറ്റി ആയിട്ട് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ലെക്ചറായിട്ട് കയറി പടിപടിയായിട്ട് പ്രൊഫസർ ലെവലിലെത്തി. പിന്നെ എമർജൻസി മെഡിസിനിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അങ്ങനെ ഓരോന്നായിട്ട് നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ആണ് എൻ്റെ എല്ലാം. പക്ഷെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പൾ ആവാൻ പറ്റിയില്ല എന്നൊരു ദൗർഭാഗ്യകരമായ ഒരു സങ്കടം കൂടിയുണ്ട്. നേരെ DME ലെവലിലോട്ട് വന്നു. DME ആയി. ഇപ്പൊ എല്ലാ മെഡിക്കൽ കോളേജുകളുടെയും നഴ്സിംഗ് കോളേജ്, ഡെന്റൽ കോളേജസിന്റെ ഒക്കെ ഒരു ലീഡർഷിപ്പ് കൊടുക്കാൻ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് പറ്റി. അപ്പോൾ എനിക്ക് മെഡിക്കൽ കോളേജസിനെ കുറിച്ച് ആദ്യമായിട്ട് പറയേണ്ട കാര്യം, നമ്മുടെ മെഡിക്കൽ കോളേജസ് ഇൻ കേരള, നമ്മൾ ഏത് സ്റ്റുഡൻറ്റിന്റെ ഒരു ആഗ്രഹമാണ് നല്ല ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരു ഇതിൽ നോക്കുമ്പോൾ നമുക്ക് 6 മെഡിക്കൽ കോളേജസ്, നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജസ് ട്രിവാൻഡ്രം, ആലപ്പി, കോട്ടയം, കോഴിക്കോട്, അതുപോലെ തന്നെ ഇപ്പൊ കണ്ണൂരും, ഈ എല്ലാ മെഡിക്കൽ കോളേജസും, എറണാകുളം അതിന് ഫാസ്റ്റ് ആയിട്ട് എറണാകുളം മെഡിക്കൽ കോളേജും ആ ലെവലിലേക്ക് വരികയാണ്. അതുപോലെ നമ്മുടെ പുതുതായിട്ട് ഡെവലപ്പ് ചെയ്ത മെഡിക്കൽ കോളേജസ് ആണ് വളരെ നേസൻ സ്റ്റേജിൽ അല്ലെങ്കിൽ വളരെ റീസെന്റ് ആയിട്ട് തുടങ്ങിയ മെഡിക്കൽ കോളേജസ് ആണ് ഇടുക്കി, വയനാട്, കാസർഗോഡ്, കോന്നി. പക്ഷേ ദ ഡെവലപ്മെന്റ് ഓഫ് കോന്നി മെഡിക്കൽ കോളേജ്, ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ എടുക്കാം. നമ്മുടെ മെയിൻ ആയിട്ട് ഒരു മെഡിക്കൽ കോളേജിൽ ആദ്യം വേണ്ടത് ഇൻഫ്രാസ്ട്രക്ചർ, മാൻ പവർ, അതുപോലെ തന്നെ അതിനുള്ള എക്യുപ്മെന്റും ഫെസിലിറ്റീസും ആണ്. അപ്പോൾ കോന്നി മെഡിക്കൽ കോളേജ് ഒരു ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ ഇതായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു മെഡിക്കൽ കോളേജാണ്. അവിടെ ഇപ്പോൾ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഇനി അതിനെ ഒരു സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കാറ്റഗറൈസ് ചെയ്ത ABC, A ആർ ദ മെഡിക്കൽ കോളേജസ്. ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ 5 മെഡിക്കൽ കോളേജ്. പിന്നെ B കാറ്റഗറിയിൽ വരുന്നതാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ്. നമ്മൾ 2016 തുടങ്ങിയ മെഡിക്കൽ കോളേജാണ്. 2017 കാലഘട്ടത്ത് ആ മെഡിക്കൽ കോളേജിന്റെ ആദ്യത്തെ സൂപ്രണ്ടായിട്ട് എനിക്ക് സെർവ് ചെയ്യാൻ പറ്റി. അന്ന് വളരെ പെട്ടെന്ന് ഒരു 6 മാസത്തിനുള്ളിലാണ് അത് മെഡിക്കൽ കോളേജ് ആക്കി മാറ്റാൻ പറ്റിയത്. അപ്പോൾ ആ മെഡിക്കൽ കോളേജ് ഇപ്പോൾ
എല്ലാ സ്പെഷ്യാലിറ്റിയോടൊപ്പം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇപ്പോ സർജറി, മെഡിസിൻ എല്ലാം ഈ വർഷം പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സസ് ഉൾപ്പെടെ അവിടെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു മെഡിക്കൽ കോളേജിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ മിനിമം നമുക്കൊരു 8 to 10 ഇയേഴ്സ് വേണം. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കോന്നി മെഡിക്കൽ കോളേജ് പോലത്തെ മെഡിക്കൽ കോളേജ് ഒരു വെറും 3 വർഷം അല്ലെങ്കിൽ 4 വർഷം കൊണ്ട് ഇപ്പൊ കാണുന്ന എല്ലാ ഫെസിലിറ്റീസോട് കൂടി മെഡിക്കൽ കോളേജ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ നമ്മുടെ ഇനി അടുത്ത ലെവലിലേക്ക് കടക്കണം. അതായത് നമ്മളിപ്പോ ഒരു മെഡിക്കൽ കോളേജ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവൽ, സൂപ്പർ സ്പെഷ്യാലിറ്റി ലെവൽ. ഇപ്പൊ ട്രിവാൻഡ്രത്ത് ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ വേണ്ടത് എന്താന്ന് വെച്ചാൽ ഓൾ സൂപ്പർ സ്പെഷ്യാലിറ്റീസ്, എല്ലാം സൂപ്പർ സ്പെഷ്യാലിറ്റി ഇൻക്ലൂഡിങ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, അതുപോലത്തെ ന്യൂവർ ടെക്നോളജീസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് നമ്മൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നോക്കേണ്ടത്. കോന്നി, ഇടുക്കി, വയനാട്, കാസർഗോഡ് ഈ 4 മെഡിക്കൽ കോളേജിനും നമ്മൾ സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുത്തോണ്ട് അതിനെ എത്രയും പെട്ടെന്ന് നെക്സ്റ്റ് 3 to 5 ഇയേഴ്സിന് ഇതിനെ ഒരു അടുത്ത ദാറ്റ് ഈസ് വിഷൻ 2031 എന്ന് പറയുമ്പോൾ ഈ മെഡിക്കൽ കോളേജസിനെ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് ഈ മെഡിക്കൽ കോളേജിനെ എങ്ങനെയാണ് ഒരു ബ്രോഡ് സ്പെഷ്യാലിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്കി മാറ്റുക, അവിടെ ഏതൊക്കെ PG പ്രോഗ്രാംസ് തുടങ്ങണം, ഇതാണ് നമ്മുടെ ഒരു വിഷൻ ഉള്ളത്. അപ്പൊ ഞാൻ ഇതിൽ കുറച്ച് പോയിന്റ്സ് ഇങ്ങനെ നോട്ട് ചെയ്തു. ബിക്കോസ് നമ്മളിപ്പോ നമ്മുടെ ഒരു പ്രോബ്ലം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പൊതുവെ ഏത് ഗവൺമെന്റ് മേഖലയിലും കണ്ടാൽ റിട്ടൻഷൻ ഓഫ് ഡോക്ടേഴ്സ് ആണ് നമ്മുടെ പ്രധാന പ്രശ്നം. ഇവരെങ്ങനെ റീറ്റെയിൻ ചെയ്യും, നല്ല ഫാക്കൽറ്റി എങ്ങനെ റീറ്റെയിൻ ചെയ്യാൻ പറ്റും? ബിക്കോസ് ഒരിക്കലും ഒരു ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു പ്രൈവറ്റിൽ കൊടുക്കുന്ന പോലെ ഒരു സാലറി കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ ഒരു ലെവൽ ഓഫ് ഡെഡിക്കേഷൻ, നമുക്കൊരു ഫാക്കൽറ്റി ഇൻവോൾവ്മെന്റ്, നമുക്ക് ഒരു സർവീസ് മെന്റാലിറ്റി ഉള്ളവർ മാത്രമേ യൂഷ്വലി മെഡിക്കൽ കോളേജസിൽ നിൽക്കുള്ളൂ. അവർക്ക് എല്ലാവർക്കും തന്നെ നല്ല കഴിവുള്ളവരാണ്. മെഡിക്കൽ കോളേജിലുള്ള ഒരു ഡോക്ടർ പോലും മെഡിക്കൻ അല്ല എന്നുള്ള ഒരു ഇത് പറയാൻ പറ്റില്ല. അപ്പോ എങ്ങനെയാണ് ഇവരെ റീറ്റെയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു പോയിന്റ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. ബിക്കോസ് ഓപ്പർച്യൂണിറ്റീസ് വെളിയിൽ ഒരുപാടുണ്ട്. ഞാൻ പഠിപ്പിച്ച ഒരു സ്റ്റുഡന്റ്, പുള്ളി ഒരു റിമറ്റോളജി മദ്രാസ് മെഡിക്കൽ കോളേജിൽ കംപ്ലീറ്റ് ചെയ്ത് പുള്ളി പാസ്സാവുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ചെങ്ങന്നൂരിൽ പുള്ളിക്ക് ഒരു ഓഫർ കിട്ടിക്കഴിഞ്ഞു. പുള്ളി എൻ്റെ വീട്ടിൽ വന്നിരുന്നു. എന്നിട്ട് പുള്ളി 5 ലക്ഷം രൂപയാണ് ഓഫർ. എനിക്ക് ഇന്നും ആ ശമ്പളമില്ല. ഇന്ന് ഇത്രയും വർഷത്തെ 30 ഇയേഴ്സ് ഓഫ് സർവീസിൽ എനിക്ക് ഐ ഡോണ്ട് ഹാവ് ദാറ്റ് സാലറി. ബട്ട് എന്താണ് നമുക്ക് വാട്ട് ഹാവ് യു ഗെയിൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യാൻ പറ്റി. അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ഉള്ളവർ മാത്രമേ ഇതുപോലത്തെ ഗവൺമെന്റ് സർവീസിൽ വരുള്ളൂ. അങ്ങനെ നമുക്ക് കേരളയിൽ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇവരെ ഐഡന്റിഫൈ ചെയ്യുക, ഇവരെ നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഒരു പ്രധാന വിഷയം. വന്ന ഉടനെ ലീവ് എടുത്ത് പോകുന്ന ഒരു സെക്ടർ ഉണ്ട്. അവരെങ്ങനെയാണ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുക? അത് പറ്റില്ല, നമ്മുടെ സിസ്റ്റത്തിൽ ഒരിക്കലും പറ്റില്ല. ബട്ട് we do have people who are genuinely working for us. അപ്പോ ഹോസ്പിറ്റലിന്റെ കാര്യം എടുക്കുക. അപ്പോ വി ഹാവ് മെഡിക്കൽ കോളേജ് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഹോസ്പിറ്റൽ സർവീസ് ആണ്, ഒന്ന് സ്റ്റുഡന്റ് റിലേറ്റഡ് സർവീസസ് ആണ്. അതായത് അക്കാഡമിക്സ്, പേഷ്യന്റ് കെയർ, റിസർച്ച്, ഇങ്ങനെ പോകും. അപ്പോൾ ഇതിൽ ഹോസ്പിറ്റൽ സർവീസസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പോപ്പുലേഷൻ ഒരു ലോ ഇൻകം അല്ലെങ്കിൽ എക്സ്ട്രീം പോവർട്ടി ഉള്ള കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് മെഡിക്കൽ കോളേജസിലും നമ്മുടെ ഹെൽത്ത് സർവീസസും ചൂസ് ചെയ്യുന്നത്. They deserve that and we should give them the 5-star facility or the luxury that anybody can imagine in any hospital. അപ്പോൾ അതിന് പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് ആ ഒരു ഡെഡിക്കേഷൻ. അപ്പോൾ അത് ഡെഫിനറ്റ്ലി ഇപ്പൊ നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ ഈ മെഡിക്കൽ നെഗ്ലിജൻസ് വരുമ്പോൾ അത് മാത്രം ഹൈലൈറ്റ് ചെയ്യുന്നത് ആ ഡോക്ടേഴ്സിന്റെ മൊറയിൽ പോകുന്ന രീതിയിലുള്ള ഏർപ്പാടാണ്. ഇന്നലെ മിഞ്ഞാന്നായിട്ടൊക്കെ നമ്മൾ കേൾക്കുന്നത് മുഴുവനും ഈ ഒരു 2 വിഷയങ്ങളാണ്. അത് പ്രത്യേകിച്ച് ഗൈനക് പോലത്തെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഈസ് ഓൾവേസ് വെരി വൾണറബിൾ. ചില സ്പെഷ്യാലിറ്റീസിനൊന്നും ഈ വൾണറബിലിറ്റി ഇല്ല. നമ്മൾ പറയുമ്പോൾ വൾണറബിലിറ്റി ഫോർ ലിറ്റിഗേഷൻ, വൾണറബിലിറ്റി സർജിക്കൽ സ്പെഷ്യാലിറ്റീസിന് പൊതുവെ വൾണറബിലിറ്റി കൂടുതലാണ്. അതുകൊണ്ട് ഇപ്പൊ എന്താണ് ആൾക്കാർ ഇപ്പോ ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു യങ്സ്റ്ററിന്റെ ആറ്റിറ്റ്യൂഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫിയർ ആണ്. ഞാൻ എന്തിന് സർജറി പഠിക്കണം, ഞാൻ എന്തിന് ഇത് പഠിക്കണം, ഗൈനക്കോളജി പഠിക്കണം, കുറച്ചുകൂടെ സേഫർ മെഡിസിൻ പ്രാക്ടീസ് ചെയ്തൂടെ, കുറച്ചുകൂടെ പ്രിവെന്റീവ് മെഡിസിനിലോട്ട് പോയിക്കൂടെ എന്നുള്ളതാണ് യങ്സ്റ്റേഴ്സിന്റെ ഒരു പൊതുവേ ഉള്ള. ഡെർമറ്റോളജി പഠിക്കും, അല്ലെങ്കിൽ ദേ വിൽ ഗോ ഫോർ പാലിയേറ്റീവ് കെയർ ഓർ അങ്ങനെ ജീറിയാട്രിക്. അപ്പോൾ വേർ ലിറ്റിഗേഷൻസ് ആർ വെരി ലോ. അപ്പൊ ആൾക്കാർ കുറച്ചുകൂടെ ഒരു അപ്പൊ ഇതിന്റെ ഒക്കെ ഒരു ഔട്ട്കം എന്ന് പറയുമ്പോൾ പീപ്പിൾ ആർ ഗോയിങ് ഇൻ ഫോർ കൺസർവേറ്റീവ്, സ്റ്റുഡൻസ് ആർ ജനറലി. അപ്പൊ നമുക്ക് ആ ഒരു ഫിയർ കോംപ്ലക്സ് നിന്ന്
ഡോക്ടേഴ്സിനെയും അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റുഡൻസിനെയും മാറ്റേണ്ടത് ഒരു പ്രൈമറി റെസ്പോൺസിബിലിറ്റി ആയിട്ട് വന്നിരിക്കുകയാണ്. ഇനി 2 മിനിറ്റേ ഉള്ളൂ. ഒന്നും പറയാൻ പറ്റില്ലല്ലോ. പിന്നെ അപ്പൊ അങ്ങനെ ഞാൻ പറയാൻ വന്നത് ഹോസ്പിറ്റൽ സർവീസസ് ആണ്. അപ്പൊ നമുക്ക് ഈ ഹോസ്പിറ്റൽസിനെ നമ്മളൊരു പ്രോഫിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് കാണുന്നില്ല. നമ്മൾ ഈ സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടാണ് ഇപ്പോഴും കാണുന്നത്. പക്ഷെ നമുക്കൊരു സെൽഫ് സസ്റ്റൈനിങ് ഓട്ടോണോമിക്കിലോട്ട് പോകണം എന്നുള്ളതാണ് സർക്കാരിന്റെ നയവും നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹവും. ഈ ഓട്ടോണോമി എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻകം ജനറേഷൻ വേണം. ഇൻകം ജനറേഷന് ഒരു മെത്തേഡാണ് നമുക്ക് മിഡിൽ ഇൻകമും ലോവർ മിഡിൽ ഇൻകം ഗ്രൂപ്പിനെയും കൂടി അട്രാക്ട് ചെയ്യാൻ പറ്റണം. അഫ്കോഴ്സ് പണമുള്ളവര് ഈ മറ്റേ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലോട്ട് പോട്ടെ. പക്ഷെ പണം ഇല്ലാത്തവർ മാത്രമല്ല, മിഡിൽ ഇൻകം ലോവർ മിഡിൽ ഇൻകം കാറ്റഗറിക്കും നമുക്ക് മെഡിക്കൽ കോളേജസിലോട്ട് അട്രാക്ട് ചെയ്യാൻ പറ്റണം. അതിന് കുറെ കാര്യങ്ങളുണ്ട്. അതിൽ കുറച്ചുകൂടെ പേഷ്യൻസിന് പ്രൈവസി കൊടുക്കുക. അതുപോലെ തന്നെ ഇൻഷുറൻസ് സംവിധാനങ്ങൾ എല്ലാം പ്രൈവറ്റ് ഇൻഷുറൻസസ് വരെ ഓപ്പൺ അപ്പ് ചെയ്യുക. പിന്നെ ഒരു കാര്യം, നമുക്ക് ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്റർ നോക്കി, ഞാനൊരു സർജനായോണ്ട് മിക്കതും തിയേറ്റർ ആയിട്ട് പറയുന്നത്. നമുക്ക് ഒരു ഏകദേശം ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിയേറ്റർ നെക്സ്റ്റ് ഡേ 8 മണി വരെ തിയേറ്റർ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മുടെ ഗവൺമെന്റ് എന്തുമാത്രം ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, എന്തുമാത്രം എക്യുപ്മെന്റ്. ഇപ്പൊ ഞാൻ ഒരു കണക്കെടുത്തപ്പോൾ എല്ലാ മെഡിക്കൽ കോളേജിലും കൂടി ഏകദേശം 400 കോടിയുടെ എക്യുപ്മെന്റ്സ് ഉണ്ട്. അതിന്റെ AMC CMC കൊടുക്കുന്നു, അതിന്റെ മെയിൻ്റെനൻസ് കൊടുക്കുന്നു. അങ്ങനെ എത്ര കോസ്റ്റ് ആണ് പോകുന്നത്. പക്ഷെ ഇതിന്റെ ഓപ്റ്റിമൈസേഷൻ ഓർ യൂട്ടിലൈസേഷൻ എത്ര പെർസെന്റേജ്? അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ തിയേറ്ററിന്റെ ഫ്രീ ടൈം കൂടുതലാണ്, യൂട്ടിലൈസേഷൻ ടൈമിനേക്കാളും ഫ്രീ ടൈം കൂടുതലാണ്. അപ്പൊ ഇതിന് നമുക്കൊരു ഈവനിങ് സംവിധാനം, വേറൊരു സംവിധാനം വെച്ച് കഴിഞ്ഞാൽ 2 ഷിഫ്റ്റ് ആയിട്ട് വല്ലതും വർക്ക് ചെയ്യിച്ചാൽ ഇവിടെ കൂടുതൽ പേഷ്യൻസിന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും, കൂടുതൽ സർവീസസ് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ നമുക്ക് പേഷ്യന്റ് കെയർ ബെറ്റർ ആക്കാൻ പറ്റും. അതുപോലെ നമുക്ക് അക്രഡിറ്റേഷൻ, നേരത്തെ ഡോക്ടർ ജോജോ പറയുന്നുണ്ടായിരുന്നു, ക്വാളിറ്റി അക്രഡിറ്റേഷൻസ് നമുക്ക് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് വരുത്തണം. കഴിഞ്ഞോ? ഇപ്പൊ ഉടനെ നിർത്തണം. ഒരു മിനിറ്റ്. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് തലത്തില് ഈ കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് കൊണ്ടുവരാൻ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിനെ സെന്റർ ഓഫ് എക്സലൻസ് ആക്കുക. അങ്ങനെ ഒരു ഇതിലാണ് നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ട്രിവാൻഡ്രത്തിന്റെ സെന്റർ ഓഫ് എക്സലൻസ് ആയത്. ഓരോ വർഷവും 1.5 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് തരുന്നുണ്ട് ആ ഡിപ്പാർട്ട്മെന്റിനെ ഇംപ്രൂവ് ചെയ്യാൻ. അതുപോലെ ട്രിവാൻഡ്രത്തെ SAT ഹാസ് ബിക്കം സെന്റർ ഓഫ് എക്സലൻസ് ഫോർ റെയർ ഡിസീസസ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് ഫണ്ട് ടാപ്പ് ചെയ്യാനുള്ള കേന്ദ്ര ഗവൺമെന്റ് ഇതുപോലത്തെ സ്കീംസ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ CSR ഫെസിലിറ്റീസ് ഉണ്ട്, CSS ഉണ്ട്, സെൻട്രലി സ്പോൺസർഡ് സ്കീംസ്. ഇതിനെ ടാപ്പ് ചെയ്ത് മെഡിക്കൽ കോളേജസിന്റെ നിലവാരം ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. നമ്മൾ ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ അകത്ത് വർക്ക് ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരും ശ്രമിച്ചാൽ മാത്രമേ ഇതിനെ അടുത്ത ലെവലിലേക്ക് എസ്കലേറ്റ് ടു ദ നെക്സ്റ്റ് ലെവൽ എന്നുള്ള രീതിയിൽ പോകാൻ പറ്റുള്ളൂ. ഞാൻ സമയത്തിന്റെ കുറവ് കൊണ്ട് നിർത്തുന്നു, വീണ്ടും ചർച്ച ചെയ്യാം. അടുത്തായി സുബ്രഹ്മണ്യം KGN പ്രതിനിധീകരിച്ച്. ബഹുമാന്യരെ, അരുൺ സാറ് എല്ലാവർക്കും ചിറ്റ് കൊടുക്കുന്നത് കൊണ്ട് ആ സമയത്തിനകത്ത് തന്നെ നിർത്താനുള്ളൊരു പരിശ്രമമാണ്. പിന്നെ നമ്മുടെ കേരളത്തിന്റെ പൊതുജനാരോഗ്യ മേഖല പൊതുവിൽ ശക്തമായിട്ടുള്ള ഒരു പൊതുജനാരോഗ്യ സംവിധാനം ഉണ്ട്. അത് അടുത്ത 5 വർഷത്തിനകത്ത് നമുക്കതെങ്ങനെ കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നതിനെ സംബന്ധിച്ചാണ് ആലോചിക്കുന്നത്. ഇവിടെ ആർദ്രം പദ്ധതി നടപ്പിലാക്കിയതിന്റെ ഭാഗമായിട്ട് 10,000 കോടി രൂപയുടെ നിക്ഷേപമാണ് നമ്മുടെ ഈ മേഖലയിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ മാറ്റം എല്ലാവർക്കും കാണാം. പക്ഷെ പൊതുജനാരോഗ്യ സംവിധാനങ്ങളെ കുറെ കൂടി ശക്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. നിലവിലുള്ള സംവിധാനങ്ങൾ, അത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ സബ് സെന്ററുകൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള സംവിധാനങ്ങളെ നമ്മൾ ഓരോ സംവിധാനത്തിനും എന്താണ് അതിന്റെ ഫംഗ്ഷൻ എന്നതിനെ സംബന്ധിച്ചെല്ലാം കൃത്യമായിട്ട് നിർവചിച്ചിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ ആ രീതിയിൽ തന്നെ നടക്കുന്നു. ഇപ്പൊ മെഡിക്കൽ കോളേജുകൾ, അത് റഫറൽ സംവിധാനവും
പിന്നെ ഗവേഷണവും ഉൾപ്പെടെ ചികിത്സയും ഗവേഷണവും എല്ലാം നടക്കുന്ന സംവിധാനങ്ങളായിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ അവിടേക്ക് വരുന്ന തിരക്ക് കുറയ്ക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. അപ്പൊ താഴെയുള്ള സംവിധാനങ്ങൾ താലൂക്ക് ആശുപത്രികളും ജില്ലാ ആശുപത്രികളും എല്ലാം കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് അതിനുള്ള ശ്രമം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. എങ്കിൽ കൂടി അത് കുറെ കൂടി ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. പ്രസവവുമായി ബന്ധപ്പെട്ട് അത് നമ്മുടെ താലൂക്ക് ആശുപത്രികൾ മുതൽ മുകളിലേക്കുള്ള സ്ഥലങ്ങളിലേക്കായിട്ട് നമുക്ക് 100% പ്രസവവും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി ആയിട്ട് നടക്കണം. ഒരു ചെറിയ പെർസെൻറ്റേജ് ഇപ്പോഴും ഹോം ഡെലിവറി നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി ആയിട്ട് മാറ്റണം. അത് താലൂക്ക് ആശുപത്രികൾ മുതൽ മുകളിലേക്കുള്ള സ്ഥാപനങ്ങളിലേക്ക് ആയിരിക്കണം നമ്മുടെ സംസ്ഥാനത്ത് അത് നടക്കേണ്ടത്. നമ്മുടെ ഈ ഭൗതിക സാഹചര്യങ്ങളിൽ നമുക്ക് എപ്പോഴും വരുന്ന സാങ്കേതികത്വത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഒരു ചെറിയൊരു അറ്റകുറ്റപ്പണി നടത്തണം, അല്ലെങ്കിൽ ഒരു ഉപകരണത്തിന് ഒരു കേട് സംഭവിച്ചാൽ ഇതൊക്കെ റിപ്പയർ ചെയ്ത് കിട്ടുന്നതിന് ഒരുപാട് സാങ്കേതിക പ്രയാസങ്ങൾ, നമുക്ക് നമ്മുടെ സമയവും എല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെയൊക്കെ ലഘൂകരിക്കാൻ, നടപടിക്രമങ്ങൾ ലഘൂകരിക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ ഈ രോഗനിർണയ സംവിധാനങ്ങളെ അതിനെ ഒരു ഏകീകരിച്ചുകൊണ്ട് രോഗി സൗഹൃദമാക്കാൻ കഴിയണം. ഇതിപ്പോ ലാബ് തന്നെ പല സ്ഥലത്തായിട്ടായിരിക്കും, രോഗികളും കൂട്ടിരിപ്പുകാരും ഓരോ സ്ഥലത്തേക്കും ഓടേണ്ട അവസ്ഥയാണ്. അതിനെ ഒന്ന് ഏകീകരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. മനുഷ്യ വിഭവശേഷിയുടെ ഇവിടെ നേരത്തെയൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടാവും, അത് വലിയ തോതിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഫലപ്രദമായിട്ടുള്ള സേവനം ജനങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ മനുഷ്യ വിഭവശേഷിയിൽ വലിയ മാറ്റം വരേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഏതാണ്ട് 10,000-ത്തിലധികം തസ്തികകൾ ക്രിയേറ്റ് ചെയ്ത് നിയമനം നടത്തിയിട്ടുണ്ടെങ്കിലും യഥാർത്ഥ ആവശ്യത്തിന്റെ അടുത്തൊന്നും ഇത് എത്തിയിട്ടില്ല എന്നാണ് നമ്മുടെ അനുഭവത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിന്റെ ഗുണമേന്മയെ തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മറ്റ് പല ഡിപ്പാർട്ട്മെന്റുകളിലെയും ജീവനക്കാരുടെ ജോലിഭാരം വലിയ തോതിൽ ലഘൂകരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മേഖലയിൽ നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുമ്പോഴും അത് മനുഷ്യാധ്വാനത്തിനെ എത്ര കണ്ട് കുറയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ നഴ്സിംഗുമായി ബന്ധപ്പെട്ട് ഞാൻ KGNയുടെ ജനറൽ സെക്രട്ടറിയും കൂടി ആയതുകൊണ്ട് അതിനെ സ്പെസിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ നമുക്ക് ഇത് നിലവിലെ സാഹചര്യത്തിൽ നിർമ്മിത ബുദ്ധിയുടെ പ്രയോജനം പരിമിതമാണ് നഴ്സിംഗ് മേഖലയിൽ എന്നുള്ളത് കൂടി സൂചിപ്പിക്കാൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വർധനവ് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇപ്പോ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നഴ്സുമാര് നഴ്സിംഗ് പരിചരണത്തിന് ലഭിക്കുന്ന അവസരം വളരെ കുറവാണ്. പലതരത്തിലുള്ള ഡാറ്റകൾ കൊടുക്കുന്ന ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരായിട്ട് നഴ്സുമാരെ മാറ്റുന്നു എന്നുള്ളൊരു വിമർശനം ഞങ്ങളുടെ മേഖലയിലൊക്കെ വലുതായിട്ടുണ്ട്. കാരണം രോഗികളെ നോക്കാനും അവർക്ക് വേണ്ട പരിചരണം കൊടുക്കാനും സമയം ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്കൊക്കെ അതിന് യോജിക്കുന്ന തരത്തിലുള്ള ജീവനക്കാരെ നിയമിച്ചുകൊണ്ട് നഴ്സുമാരെ രോഗി പരിചരണത്തിന് മാത്രമായിട്ട് ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. നഴ്സിംഗ് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. നമുക്ക് കേരളത്തിലെ നഴ്സുമാര് ലോകത്ത് വലിയ അംഗീകാരമുള്ളവരാണ്. പക്ഷെ ലോകത്ത് മാറി വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് കേരളത്തിലെ നഴ്സിംഗ് വിദ്യാഭ്യാസ മേഖലയിൽ വേണ്ട മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ള ഒരു പരിമിതി, ഒരു വിമർശനമായിട്ട് നമ്മൾ വെക്കുകയാണ്. അത് അടുത്ത 5 വർഷത്തിനകത്ത് അത് എങ്ങനെ മാറ്റാമെന്നുള്ളത്. ഇപ്പൊ ഡിപ്ലോമ നഴ്സിംഗ് ലോകത്തിന്റെ പല സ്ഥലത്തും നിർത്തിക്കഴിഞ്ഞു. അപ്പൊ നമ്മൾ തന്നെ സംഘടനാപരമായിട്ട് ഇത് അവസാനിപ്പിക്കണമെന്നുള്ള ഡിമാൻഡ് കുറെ നാളായിട്ട് മുന്നോട്ട് വെക്കുകയും ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അത് ഫേസ് ഔട്ട് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ പിന്നെയും അത് തുടർന്നു പോകുന്നു. ഡിഗ്രി അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയാക്കിയിട്ട് മാറ്റേണ്ടതായിട്ടുണ്ട്. പുതിയ സ്പെഷ്യാലിറ്റികൾ നഴ്സിംഗ് രംഗത്ത് കൊണ്ടുവരണം. ഇപ്പൊ കുറച്ച് സ്പെഷ്യാലിറ്റികളുടെ ഓങ്കോളജിയും ക്രിട്ടിക്കൽ കെയർ, ഒബ്സ്റ്ററ്റിക്, അതുപോലെ ചില സ്പെഷ്യാലിറ്റികൾ ഉണ്ടെങ്കിലും കൂടുതൽ സ്പെഷ്യാലിറ്റികൾ കൊണ്ടുവരികയും അവിടേക്ക് അവരെ ആകർഷിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സംവിധാനം കൂടെ വേണം. സ്പെഷ്യാലിറ്റികളോ അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ അധികമായിട്ട് അനുവദിക്കുന്ന തരത്തിലേക്കുള്ള മാറ്റം നമുക്ക് കൊണ്ടുവരാൻ കഴിയേണ്ടതായിട്ടുണ്ട്. നഴ്സുമാര് നമ്മുടെ ബ്രെയിൻ ഡ്രെയിൻ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും വിദേശ രാജ്യങ്ങളിൽ കോഴ്സിന് വരുന്നത് തന്നെ വിദേശത്ത് പോകാം എന്നുള്ള ലക്ഷ്യം കൊണ്ടാണ്. അവരെ നമുക്ക് എങ്ങനെ ഇവിടെ പിടിച്ചു നിർത്താം, നേരത്തെ ഡോക്ടർമാരുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെ ഇവിടെ പിടിച്ചു നിർത്താം എന്നതിനെ സംബന്ധിച്ചുള്ള ആലോചനകൾ ഉണ്ടാകണം. നേഴ്സ് പ്രാക്ടീഷണർ സംവിധാനം ലോകത്തിന്റെ പല രാജ്യങ്ങളിലും മലയാളി നേഴ്സുമാർ തന്നെ വളരെ മികച്ച രീതിയിൽ നേഴ്സ് പ്രാക്ടീഷണർമാരായിട്ട് ജോലി ചെയ്യുമ്പോൾ ഈ കേരളത്തിൽ അങ്ങനെ ഒരു സംവിധാനം
കൊണ്ടുവരാൻ നമുക്ക് ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതിന്റെ ആലോചന നടക്കുമ്പോൾ പോലും അത് മുളയിലെ നുള്ളിക്കളയുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അത് പുനഃപരിശോധിച്ച് നമുക്ക് നടത്തേണ്ടതാണ്. നഴ്സിംഗ് ഡയറക്ടറേറ്റ് എന്നുള്ള കാര്യങ്ങളുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാനുള്ളത് ഈ നഴ്സിംഗ് അസിസ്റ്റന്റുമാരുടേതാണ്. ഇപ്പം നിലവിലുള്ള നമ്മുടെ സംവിധാനം എന്ന് പറയുന്നത് ക്ലീനിങ് ജോലിക്കാർക്ക് വേണ്ടി അവരെ നിയോഗിക്കുകയും അവർക്ക് പ്രൊമോഷൻ കൊടുത്ത് നഴ്സിംഗ് അസിസ്റ്റന്റുമാരാക്കുകയും ചെയ്യാം. ഒരുപാട് ടെക്നിക്കൽ ജോലികൾ ചെയ്യാനുള്ളവരാണ് നഴ്സിംഗ് അസിസ്റ്റന്റുമാർ. ഞങ്ങൾക്ക് വെക്കാനുള്ള ഒരു നിർദ്ദേശം, ഒരു പ്രത്യേക കോഴ്സ് നഴ്സിംഗ് അസിസ്റ്റന്റ് പിന്നെ അതിനു വേണ്ടി നിശ്ചയിക്കുകയും ആ കോഴ്സ് പാസ്സായവരെ നഴ്സിംഗ് അസിസ്റ്റന്റുമാരായിട്ട് നിയമിക്കുകയും ചെയ്യണം. മറ്റവരുടെ പ്രൊമോഷൻ സാധ്യതകളെ മറ്റ് ഏത് രീതിയിൽ നമുക്ക് അഡ്രസ്സ് ചെയ്യാമെന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. ഒറ്റ കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്, ഈ ശുചീകരണം നമ്മുടെ സ്ഥാപനങ്ങൾ ഇപ്പൊ കുറെ മാറ്റം വന്നിട്ടുണ്ട്. മുമ്പ് സർക്കാർ ആശുപത്രികളുടെ ഒരു സ്മെല്ല് പ്രത്യേകമായിട്ട് ആളുകളെല്ലാം പറയുന്നതാണ്. ഞങ്ങളൊക്കെ ജോലി കഴിഞ്ഞ് ബസ്സിൽ കയറിപ്പോയാൽ അടുത്തിരിക്കുന്ന ആള് നോക്കും എന്താണ്, കാരണം ആശുപത്രിയുടേതായിട്ട് ഒരു സ്മെല്ല്. ഇന്ന് കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അത് കുറെ കൂടി നമുക്ക് ശക്തിപ്പെടുത്തുക, ക്ലീനിങ് മേഖലയിൽ കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യകൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ നിർത്തി, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയേണ്ടതായിട്ടുണ്ടെന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. നന്ദി. അടുത്തായി ഡോക്ടർ സന്തോഷ് തോമസ്, അദ്ദേഹം ഡെന്റൽ കൗൺസിലിനെ പ്രതികരിച്ചു. ദന്തചികിത്സയുമായി ബന്ധപ്പെട്ട് ദന്താരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേരളത്തിന്റെ പ്രധാനപ്പെട്ട മേഖലയിലേക്കാണ് ഞാൻ ശ്രദ്ധ ക്ഷണിക്കുന്നത്. കേരളത്തിലെ ദന്തചികിത്സയുടെ ചരിത്രം ആരംഭിക്കുന്നത് 1959 തിരുവനന്തപുരത്ത് ഒരു ഡെന്റൽ കോളേജ് സ്ഥാപിതമാകുന്നതോട് കൂടിയിട്ടാണ്. അത് ഒന്നാം EMS സർക്കാരിന്റെ കാലത്ത് അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന ഡോക്ടർ അമ്പാട്ട് രാവുണ്ണി മേനോൻ, AR മേനോനാണ് അത് സ്ഥാപിച്ചത് എന്നുള്ളത് ഈ നവകേരള സദസ്സിൽ നിൽക്കുമ്പോൾ ഒരുപാട് ആത്മാഭിമാനവും സന്തോഷവും തോന്നുന്നു. കേരളത്തിലെ 6 സർക്കാർ ഡെന്റൽ കോളേജുകൾ ഉൾപ്പെടെ 29 ഡെന്റൽ കോളേജുകളുണ്ട്. ഈ 29 ഡെന്റൽ കോളേജുകൾ കൂടിയിട്ട് ഏകദേശം 2800 പുതിയ ബിരുദധാരികളാണ് ഓരോ വർഷവും രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ഒരു വികസിത രാജ്യത്തില് വേണ്ട ദന്ത ഡോക്ടർമാരുടെ എണ്ണം, അത് രോഗി ഡോക്ടർമാരുടെ അനുപാതം എന്ന് പറയുന്നത് 1:1000 ആണ്. ഇവിടെ നമ്മളിപ്പോ കേരള ഡെന്റൽ കൗൺസിൽ 65 സ്ഥാപിതമായതിനു ശേഷം ഡെന്റൽ ഡോക്ടർമാരുടെ എണ്ണം ഒന്ന് ഊഹിക്കാമോ? 40,000 അടുക്കുന്നു. 39,360 ഡെന്റൽ കോളേജുകളുടെ എണ്ണം 29. ഇനി ഒരു ഡെന്റൽ കോളേജ് കൂടി താങ്ങാനുള്ള കരുത്ത് കേരളത്തിനുണ്ടോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, യുവ ഡോക്ടർമാര് തൊഴിൽപരമായ വലിയൊരു പ്രതിസന്ധി നേരിടുന്ന വിഭാഗമാണ്. തൊഴിലില്ലായ്മയും അർഹമായ വേതനം ലഭിക്കാത്തതും അൺഎംപ്ലോയ്മെന്റും ഡെന്റിസ്റ്റുകളുടെ കൂടി ഒരു ഭാഗമായി മാറുന്ന അവസരത്തിലാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. എന്നാൽ ഇതിനൊന്ന് ഒപ്പിച്ചുള്ള അവയർനെസ് ഉണ്ടോ? ഡെന്റൽ ഫീൽഡില് നമ്മുടെ ഗേറ്റ്വേ എന്ന് പറയുന്നത് ഓറൽ ക്യാവിറ്റിയാണ്, ശരീരത്തിലേക്കുള്ള ഒരു വാതിലാണ്. ഇവിടെ ഇരിക്കുന്നവർ എത്ര പേർ വർഷത്തിലൊരിക്കൽ ക്ലീൻ ചെയ്യുന്നവരാണ്? പറയണ്ട, ചിരിച്ചാ മതി. വർഷത്തിലൊരിക്കൽ പോലും ക്ലീൻ ചെയ്യാത്തവരുടെ എണ്ണം, ക്ലീൻ ചെയ്താൽ പല്ല് പുളിക്കും, പല്ല് കേടാവും, ഇനാമൽ പോവും എന്ന് തുടങ്ങിയ തെറ്റിദ്ധാരണ ഉൾപ്പെടെയുള്ളവർ എത്ര പേരാണ്? ക്ലീൻ ബ്രഷ് ചെയ്ത് എങ്ങനെയാണ് ബ്രഷ് ചെയ്യേണ്ടതെന്ന് അറിയുന്നവർ എത്ര പേരുണ്ട്? മലയാളത്തിൽ ബ്രഷിങ്ങിനൊരു വാക്കുണ്ടോ? ആരെങ്കിലും ഒന്ന് പറയാമോ? തേക്കുക എന്ന് പറഞ്ഞത് ബ്രഷിംഗ് അല്ല, എന്താ ധാവനം. അതിനാണോ ബ്രഷിംഗ് എന്ന് പറയുന്നത്? ബ്രഷിംഗ് എന്നുള്ള വാക്കിന്റെ മലയാള പദത്തിന്റെ അർത്ഥം ഏതാണ്ട് തൂക്കുക എന്നുള്ളതാ, അല്ലെ? ഒരു ചുമര് ബ്രഷ് ചെയ്യാന്ന് പറഞ്ഞാൽ അറിയാം, അതാണ് ബ്രഷിംഗ്. എത്ര പേരാണ് അങ്ങനെ ചെയ്യാറുള്ളത്? 3 മിനിറ്റ് ബ്രഷ് ചെയ്യാത്തവരാണ് നമ്മളിൽ കൂടുതൽ പേര്. എന്തുകൊണ്ടത്? സ്കൂളിൽ നമ്മളിത് പഠിച്ചിട്ടുണ്ടോ? സ്കൂളിൽ പഠിക്കേണ്ടതല്ലേ? ഇപ്പോഴെങ്കിലും പഠിക്കേണ്ട സമയമായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ദന്താരോഗ്യത്തെ ജീവിതശൈലി രോഗപരിപാടികളുമായിട്ട് ബന്ധപ്പെടുത്തണം. കുട്ടികൾക്ക് സ്കൂൾ ലെവലില് എങ്ങനെയാണ് ദന്ത രോഗങ്ങളെ ചെറുക്കേണ്ടത്, എങ്ങനെയാണ് ബ്രഷ് ചെയ്യേണ്ടത്, ബ്രഷ് ചെയ്താൽ ആ ബ്രഷ് എവിടെ സൂക്ഷിക്കണം? ടോയ്ലറ്റിലാണോ? അല്ല, ടോയ്ലറ്റ് ബ്രഷ് സൂക്ഷിക്കാൻ പറ്റിയ സ്ഥലമല്ല. അപ്പൊ ചിലർ പറയും ബ്രഷ് ഞങ്ങൾ അടച്ചാണ് ടോയ്ലറ്റിൽ സൂക്ഷിക്കണേന്ന്. അടച്ച് സൂക്ഷിച്ചാൽ ആ നനവ് നിൽക്കും, മൈക്രോബ്സ് വളരും. നോക്കൂ, എത്ര ബേസിക് ആയിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കേരളം ദന്താരോഗ്യ രംഗത്ത് എവിടെ നിൽക്കണമെന്ന് മനസ്സിലാക്കാൻ പറ്റും. കേരളത്തിലെ ദന്ത ചികിത്സാ സേവനങ്ങളിൽ 3% മാത്രമാണ് സർക്കാർ സ്ഥാപനങ്ങൾ വഴി കൊടുക്കുന്നത്. 97% സ്വകാര്യ മേഖലയാണ്.
ഏതാണ്ട് 6000 സ്വകാര്യ ദന്തൽ ക്ലിനിക്കുകൾ കേരളത്തിലുണ്ട്. ആ സ്വകാര്യ ദന്തൽ ക്ലിനിക്കുകളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടും ഭാവിയിലെ സ്വകാര്യ മേഖലയുമായിട്ട് സഹകരിപ്പിച്ച് ഡെന്റൽ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ സാമൂഹ്യ നീതി വകുപ്പ് കേരളത്തിൽ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പദ്ധതിയുണ്ട്, മന്ദഹാസം എന്ന പേര്. 10,000 രൂപ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഓരോ പേഷ്യൻസിനും കൊടുത്തുകൊണ്ട് മുഴുവൻ പല്ല് പോയവർക്ക് പല്ലുണ്ടാക്കി കൊടുക്കുന്ന ഒരു രീതിയാണ് മന്ദഹാസം. 10,000 രൂപ കേരള സർക്കാർ, 5,000 രൂപയായിരുന്നു നമ്മുടെ സർക്കാർ വന്നതിന് ശേഷമാണ് അത് 10,000 രൂപയാക്കിയത്. അത് ആ പദ്ധതി കൂടുതൽ പ്രൈവറ്റ് മേഖലകളിൽ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തി കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ആളുകളിലേക്ക് എത്താൻ സഹായകമാകും. ദന്ത ചികിത്സാ സാമഗ്രികളിലെ ഗവേഷണത്തെ പറ്റിയും നവീകരണത്തെ പറ്റിയുമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ദന്ത ചികിത്സാ രംഗം ലോകത്ത് അനുദിനം ഏറ്റവും കൂടുതൽ മോഡേണൈസ് ചെയ്യപ്പെടുന്ന ഒരു വിഭാഗമാണ്. ഒരുപക്ഷെ കാർഡിയോളജി ഒക്കെ പറയുന്ന പോലെ തന്നെ എന്ത് പുതിയ സംഗതി ഉണ്ടോ അതൊക്കെ ദന്ത ചികിത്സാ രംഗത്ത് വരുന്ന ഒരിതാണ്. പക്ഷെ നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ ഗവേഷണം എന്ന് പറയുന്നത് നടക്കുന്നേ ഇല്ല. ഡെന്റൽ കോളേജുകളിൽ കോട്ടയത്ത് അതുപോലത്തെ ഒരു ഡെന്റൽ കോളേജ് ഉണ്ട്, സെന്റർ ഫോർ എക്സലൻസ് ആണ്, ഒരു ഗവേഷണത്തിന് ഉപയോഗിക്കാവുന്ന കോളേജാണ്. നേരത്തെ ഡോക്ടർ ഇക്ബാൽ അത് പറയുകയുണ്ടായി. അത് ആ ഗവേഷണ മേഖലയെ കൂടുതൽ കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുവരണം. ഗവൺമെന്റ് ലാബ്, ഡെന്റൽ ലാബുകൾ, നിങ്ങളുടെ ഉള്ളിലൊക്കെ ചിലപ്പോൾ സെറാമിക് ടൂത്തും ഒക്കെ കൃത്രിമ പല്ലുകൾ ഉണ്ടാവും. ഇതൊക്കെ ഒരു ലാബിൽ ഉണ്ടാക്കുന്നതാ. ഏഷ്യയിലെ ഏറ്റവും വലിയ ലാബ് മൂവാറ്റുപുഴയല്ല, പക്ഷെ അത് പുലിയനാർക്കോട്ടയിൽ ഒരു ഗവൺമെന്റ് ഡെന്റൽ ലാബ് ഉണ്ട്. ഗവൺമെന്റ് ഡെന്റൽ ലാബ് ഗവൺമെന്റ് നേരിട്ട് കുറച്ചുകൂടി ഫണ്ട് ഇറക്കി ആ ലാബ് കുറച്ചും കൂടെ വിപുലമാക്കി കഴിഞ്ഞാൽ കേരളത്തിലെ നിരവധിയായ ജോലിയില്ലാത്ത ഡെന്റൽ മെക്കാനികൾക്ക് അവിടെ ജോലി കിട്ടും. സ്വകാര്യ മേഖലയിലുള്ള ദന്ത ഡോക്ടർമാർ ഈ ഗവൺമെന്റ് ലാബിനെ ആശ്രയിക്കും. കാരണം ഇപ്പൊ ആശ്രയിക്കുന്ന സ്വകാര്യ ലാബിന്റെ 1/3 തുകയ്ക്ക് നമുക്ക് അവിടെ നിന്ന് ഈ സംവിധാനം കിട്ടും. അതുകൊണ്ട് ഈ വർക്കുകളൊക്കെ തന്നെ ജില്ലാ തലത്തിൽ വരെ നമുക്ക് ഈ ഗവൺമെന്റ് ലാബുകൾ ഉണ്ടാക്കുന്ന കാര്യം ആലോചിക്കാവുന്നതാണ്. അടുത്തത് ആരോഗ്യ വകുപ്പിലെ സർക്കാർ ദന്ത ചികിത്സാ സേവനങ്ങളാണ്. ആരോഗ്യ വകുപ്പില് എത്ര ദന്ത ഡോക്ടർമാരുണ്ടെന്നറിയോ? 186 ദന്ത ഡോക്ടർമാരാണ് ആരോഗ്യ വകുപ്പിലുള്ളത്. ആരോഗ്യ വകുപ്പിൽ 186 ഡോക്ടർമാരാണുള്ളത്. ഒരു വർഷം അവർ കാണുന്ന പേഷ്യൻസിന്റെ എണ്ണം അറിയോ? ഒന്ന് പിടിച്ചിരുന്നോ? 17 ലക്ഷം. 17 ലക്ഷം പേരെ നോക്കാൻ 186 ദന്ത ഡോക്ടർമാരെയാണ് ഗവൺമെന്റ് മേഖലയിലുള്ളൂ. പോരാ, അടുത്ത 2030 എത്തുമ്പോഴേക്കും 500 ഗവൺമെന്റ് ദന്ത ഡോക്ടർമാരുണ്ടാവണം. എന്താ കാരണം? ഓറൽ ക്യാൻസർ ആരാ ഡിറ്റക്ട് ചെയ്യണേ? ദന്ത ഡോക്ടർ ഒഴിച്ച് ഒരാൾക്കും ഡിറ്റക്ട് ചെയ്യാൻ പറ്റൂല അല്ലെ? വായുടെ ഉള്ളിൽ നോക്കിയാലേ ഇത് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ടേർഷ്യറി സ്റ്റേജിൽ സുകുമാർ അഴിക്കോടിന്റെ ക്യാൻസർ ഡിറ്റക്ട് ചെയ്ത് എന്റെ ക്ലിനിക്കിന് വന്നപ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഓറൽ ക്യാൻസർ ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ അത് കൃത്യമായിട്ടുള്ള ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഡോക്ടർ വേണ്ടേ? 150 ഡോക്ടറെ കൊണ്ട് പറ്റുമോ? ഒരു 17 ലക്ഷം എന്ന് പറഞ്ഞാൽ 100-120 പേഷ്യന്റാ. അപ്പൊ ആ സംവിധാനം ഉണ്ടാവണം. 2, ടൊബാക്കോ സ്ക്രീനിങ്, ക്യാൻസറിന് മുന്നോടിയായ രോഗ ലക്ഷണ പരിശോധന ഉണ്ടാവണം. ദന്ത ഡോക്ടർമാർക്കായിട്ട് ജില്ലാ തലത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് കേഡർ തസ്തിക ഉണ്ടാവണം. നിലവിൽ ഇതില്ലാത്തതിനാൽ ദന്താരോഗ്യ പ്ലാനിങ്ങിനായി മെഡിക്കൽ വിഭാഗത്തിലുള്ളവരാണ് തീരുമാനം എടുക്കുന്നത്. ഇവര് തീരുമാനം എടുത്താൽ ഞങ്ങളുടെ കാര്യമൊന്നും നടപ്പാവില്ല എന്ന് ചുരുക്കം. കാരണം ഇവരെടുക്കുമ്പോ ദന്താരോഗ്യവും ദന്തമേഖലയും ഏറ്റവും അവസാനം വരുന്നതാണ് അവരുടെ ലിസ്റ്റിൽ. അത് പോരാ. കാരണം ഗേറ്റ്വേ എന്ന് പറയുന്നത് ഓറൽ ക്യാവിറ്റിയാണ്. ഓറൽ ക്യാവിറ്റി ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് അവന്റെ ആരോഗ്യത്തിന്റെ പ്രത്യേക വാതായനാണ്. അതുകൊണ്ട് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ദന്ത ചികിത്സയിലെ എല്ലാ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരെയും നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വെക്കാൻ പറ്റില്ല. എന്നാൽ ജില്ലാ തലത്തിൽ ഇപ്പൊ ഓർത്തഡോണ്ടിക്സ്, പല്ല് കമ്പി കെട്ടുന്നത് 2 പേരെ വെക്കാം ഒരു ജില്ലയില്. അവരെ എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും പോട്ടെ റൊട്ടേഷനില്. അങ്ങനെ പീരിയഡോണ്ടിക്സ്, റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, ഇതൊക്കെ നമുക്ക് വെക്കാവുന്നതാണ്. അപ്പൊ അടിസ്ഥാന തലത്തിൽ ഇത്തരം കാര്യങ്ങൾ, അതായത് സ്പെഷ്യലിസ്റ്റിനെ കൂടി ഉൾപ്പെടുത്തുന്ന കാര്യം കൂടി പരിഗണിക്കേണ്ടതാണ്. 7 മിനിറ്റ്. കുറഞ്ഞ ചെലവ് എന്നതുകൊണ്ട് മാത്രമല്ല, ഗുണനിലവാരമുള്ള ചികിത്സയ്ക്ക് കൂടി സർക്കാർ 7 മിനിറ്റ് ആയിട്ടുള്ളൂ. സർക്കാർ ഡെന്റൽ കോളേജുകളിൽ പോവാറുണ്ട് ഗുണനിലവാരമുള്ള ചികിത്സയ്ക്ക്. സർക്കാർ ഡെന്റൽ കോളേജുകൾ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ അവിടെ പ്രയോറിറ്റി ഡെന്റൽ ക്ലിനിക്കുകൾ ഉണ്ടാക്കണം. വൈകിട്ടുള്ള 2 മണി 3 മണി കഴിഞ്ഞ സമയത്ത് താല്പര്യമുള്ള ഡോക്ടർമാർ വന്ന് വർക്ക് ചെയ്യട്ടെ. പ്രയോറിറ്റി ക്ലിനിക്കുകളിൽ കൂടുതൽ ചാർജ് മേടിക്കാം, ഉയർന്ന നിരക്കിൽ ചാർജ് മേടിക്കാം. ഓപ്ഷണൽ ഫാസ്റ്റ് ട്രാക്ക് സംവിധാനങ്ങൾ നമുക്ക് നടപ്പിലാക്കാൻ പറ്റും. മറ്റൊന്ന്, ആരോഗ്യ മേഖലയിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കൊണ്ടുവരണം. ഒരു പ്രൈവറ്റ് ഡെന്റൽ ക്ലിനിക്ക് 40 ലക്ഷം രൂപ 45 ലക്ഷം രൂപ കൊടുത്ത് തുടങ്ങുന്ന ക്ലിനിക്കിൽ എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയോ? അതുകൊണ്ട് പലപ്പോഴും തൊഴിലില്ലായ്മ വരാണ്. വലിയ മുതൽ മുടക്ക് വേണം. അതിന്റെ കൂട്ടത്തില് എല്ലാ ലൈസൻസും വേണം. ആ ലൈസൻസുകളെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗമായിട്ട് ഒറ്റ ലൈസൻസ് ആക്കി മാറ്റണം.
പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ള മറ്റൊരു കാരണം ഡെന്റൽ ടൂറിസം ആണ്. ഡെന്റൽ ടൂറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഗവൺമെന്റിന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന മാർഗ്ഗമാണ്. ആയുർവേദ ടൂറിസം ഒന്നല്ല ഡെന്റൽ ടൂറിസം വന്നു കഴിഞ്ഞാൽ. ഞാനിത് പറയുന്നത്, ഒരു ഡെന്റൽ ഇംപ്ലാന്റ് നിങ്ങൾ പുറമെ ഒരു യൂറോപ്യൻ രാജ്യത്ത് 1.5-2 ലക്ഷം രൂപ വേണം. കേരളത്തിൽ വന്ന് 4-5 ഇംപ്ലാന്റ് ചെയ്തിട്ട് പോകുന്ന എത്ര ടൂറിസ്റ്റുകളുണ്ട്. അത് കേരള ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, കേരളത്തിലെ ടൂറിസം വകുപ്പ് അവര് അംഗീകാരം കൊടുക്കുന്ന ഡെന്റൽ ക്ലിനിക്കുകളിൽ വരാനായിട്ട് കൂടുതൽ പേഷ്യൻസിനെ കിട്ടും. അങ്ങനെ പേഷ്യൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൂറിസം രംഗം കൂടുതൽ മനോഹരമായിട്ട് മാറും. പാബ്ലോ പിക്കാസോ യുവ ചിത്രകാരന്മാരോട് പറഞ്ഞൊരു വാചകമുണ്ട്. അതിങ്ങനെയാണ്: ചിലർ ക്യാൻവാസിൽ ഒരു പൊട്ടിനെ വരച്ചിട്ട് സൂര്യനാക്കുന്നു, ചിലരാകട്ടെ സൂര്യനെ കുങ്കുമ പൊട്ടാക്കി ചുരുക്കുന്നു. കേരളത്തിലെ ആരോഗ്യരംഗം എന്ന ക്യാൻവാസിൽ ദന്ത ഡോക്ടർമാരും കൂടി സൂര്യനാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീദർശൻ, ആയുഷ് മേഖലയിൽ നിന്ന്. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ബഹുമാന്യരെ, ഇതുവരെ സംസാരിച്ച സ്പീക്കർമാരെല്ലാവരുടെയും മുന്നിൽ ഞാൻ നിൽക്കുമ്പോൾ സമ്പത്ത് കൊണ്ടും ആളുകൊണ്ടും ആരവം കൊണ്ടും 10-1 മാത്രമുള്ള ആയുഷ് സിസ്റ്റത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ആയുഷ് സിസ്റ്റത്തിലാണെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുടെ മുന്നിൽ തമിഴും സംസ്കൃതവും മലയാളവും സംസാരിക്കുന്ന ഒരുവന്റെ അവസ്ഥയിലാണ് ഇന്നത്തെ ആയുഷ് സംവിധാനങ്ങൾ. പക്ഷെ ഭാഗ്യം എന്ന് പറയട്ടെ, ആയുഷ് സംവിധാനങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമാണ് കേരളം. അപ്പോ ആയുഷ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് എന്താണ് ആയുഷ് എന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കും കൃത്യമായിട്ട് അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആയുഷിൽ എത്ര സംവിധാനങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ അതിൽ സോവാറിക് ബ എന്നൊരു സംവിധാനമുണ്ടോ സാർ കേട്ടിട്ടുണ്ടോ? സോവാറിക് ബ ആയുഷ് ഇല്ല. അതാണ് പറഞ്ഞത്. ആയുഷ് എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നത് ആയുർവേദം, A ഫോർ ആയുർവേദം, Y ഫോർ യോഗ, U ഫോർ യുനാനി, S ഫോർ സിദ്ധ, H ഫോർ ഹോമിയോപ്പതി, പിന്നെയും സംവിധാനങ്ങളുണ്ട്. ഇതെല്ലാം എന്താണെന്ന് വെച്ചാൽ ഓരോ സംസ്കൃതികൾ, ഓരോ കാലത്തെ, ഓരോ സ്ഥലത്തെ, ഓരോ ജീവിതശൈലിയുടെ, ഓരോ കാലഘട്ടങ്ങളിലെ ദർശനങ്ങളുടെ, ആരോഗ്യ ദർശനങ്ങളുടെ തുകയായി വന്നിട്ടുള്ള ചികിത്സാ സമ്പ്രദായങ്ങളാണ്. ഇതിനെയാണ് WHO ട്രഡീഷണൽ മെഡിസിൻ എന്ന പേരിൽ അംഗീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നമുക്ക് കിട്ടുന്ന ആളുകളുടെ എണ്ണത്തിലും, അതായത് ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വരുന്ന ആളുകളുടെ എണ്ണത്തിലും, അതായത് MBBS പഠിച്ച് കിട്ടാതെ വരുന്ന കുറെ ആളുകളുടെ ഒരു കൂട്ടമായി മാറുന്ന ഒരു സംസ്കാരമാണ് കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായി എന്താണ് നമ്മൾ ഇപ്പൊ ഇവിടെ പറഞ്ഞ എല്ലാവരും പറയുന്നതിനെ പറ്റിയാണ്, രോഗത്തെ പറ്റിയാണ്. ഭയങ്കരമായ രോഗ കേന്ദ്രീകൃതമായാണ് നമ്മൾ ചികിത്സിക്കുന്നത്. പക്ഷെ നമ്മൾ ആരോഗ്യ കേന്ദ്രീകൃതമായി ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എപ്പോഴും രോഗങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുകയും രോഗം വരാതിരിക്കുന്നതിനെ കുറിച്ച് എന്തുകൊണ്ട് ചിന്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അപ്പോൾ ആയുഷ് സിസ്റ്റങ്ങൾക്ക് ഏറ്റവും കാതലായ ബലമുള്ള സ്ഥലം എന്ന് പറയുന്നത് രോഗപ്രതിരോധത്തിലും രോഗചികിത്സ കഴിഞ്ഞ് അവര് തിരിച്ച് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരുന്ന വിഭാഗത്തിലുമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ ഡിസീസ് സെൻട്രിക്കിൽ നിന്ന് നമ്മൾ വെൽനസ് സെൻട്രിക്കിലേക്ക് തിരിച്ചെത്തേണ്ടിയിരിക്കുന്നു. ആയുഷ് സിസ്റ്റങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ 5 തരമാണ് നമ്മൾക്കറിയുന്നത്. പക്ഷെ ഇതിൽ അപ്പുറം സോവാറിക് എന്ന ഒരു ടിബറ്റൻ ചികിത്സാ രീതി കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും ചികിത്സാ രീതികൾ വരികയാണെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ചെയ്യുന്ന തരത്തിൽ വിശാലമാണ് ഈ കാഴ്ചപ്പാട്. ഇനി ആയുർവേദത്തെ പറ്റി പറയുകയാണെങ്കിൽ, ആയുർവേദത്തിൽ സ്പെഷ്യാലിറ്റികൾ ഉണ്ടെന്ന് അറിയാത്ത ആളുകളാണ് കൂടുതൽ ആളുകളും. ആയുർവേദത്തിൽ 8 അംഗങ്ങളെ പറ്റിയാണ് പറയുന്നത്. അതിൽ തന്നെ ജനറൽ മെഡിസിൻ, IENT, പീഡിയാട്രിക്സ്, സർജറി, ടോക്സിക്കോളജി, ഡെർമറ്റോളജി, റിജുവിനേറ്റീവ് മെഡിസിൻ ഇന്നത്തെ കാലത്ത് ഏറ്റവും ആവശ്യമുള്ള ഒരു ചികിത്സാ സമ്പ്രദായമായിട്ട് നമ്മൾ വിചാരിക്കുന്നതാണ്. സെക്ഷൽ ആൻഡ് ഇൻഫെർട്ടിലിറ്റി മെഡിസിൻ, സൈക്കാട്രി ആൻഡ് സൈക്കോളജി, ഇതെല്ലാം മേജർ ക്ലാസിഫിക്കേഷനും ഇതിന് താഴെ മൈനർ ക്ലാസിഫിക്കേഷനായിട്ട് ധാരാളം സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റ്സും ഉണ്ട്. അതുപോലെ തന്നെയാണ് യോഗ. ഇപ്പൊ യോഗ ജൂൺ 21 ഒരു ദിവസം എല്ലാവരും യോഗ ചെയ്യുന്ന ആളുകളായി മാറിയിട്ടുണ്ട്. ഒരു ദിവസമെങ്കിലും 365 ദിവസത്തിൽ ഒരു ദിവസം ചെയ്യുന്നുണ്ടല്ലോ, ഒരു ഫോട്ടോ ഇടാനോ സ്റ്റാറ്റസ് ഇടാനോ വേണ്ടിയെങ്കിലും. പക്ഷെ അപ്പൊ യോഗ എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. റിസർച്ചുകൾ സൂചിപ്പിക്കുന്നത് 12 ആഴ്ചകളോളം കൃത്യമായിട്ട് ഒരാൾ യോഗ ചെയ്യുകയാണെങ്കിൽ 15% അയാളുടെ ഗ്ലൂക്കോസ് ലെവൽ താഴുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ മെഡിസിൻ ഇന്റർവെൻഷൻ ഇല്ല. അതാണ് അതിന്റെ പ്രത്യേകത. മെഡിസിൻ ഇല്ലാതെ ചികിത്സിക്കുന്ന മറ്റു ചികിത്സാ രീതികളാണ് നാച്ചുറോപ്പതി. യുനാനി എന്ന് പറയുന്നത് ഗ്രീക്ക്, അറേബ്യൻ ചികിത്സാ പദ്ധതികൾ ഉൾക്കൊണ്ടിട്ടുള്ളതാണ്. സിദ്ധ എന്ന് പറയുന്നത് തമിഴ് സമ്പ്രദായവുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോഴും തൊട്ടപ്പുറത്തുള്ള സംസ്ഥാനത്ത് ആയുർവേദത്തിനേക്കാൾ പ്രാധാന്യം, മോഡേൺ മെഡിസിനോളം പ്രാധാന്യമുള്ള ചികിത്സാ സമ്പ്രദായമാണ് സിദ്ധ മെഡിസിൻ സമ്പ്രദായം. അതുപോലെ തന്നെയാണ് ഹോമിയോപ്പതി എല്ലാം നമ്മൾ മനസ്സിലാക്കിയത് എപ്പോഴായിരുന്നു? കോവിഡ് വന്ന സമയത്ത് വലിയ ബൾക്കായിട്ടുണ്ടാകുന്ന ഒരു മാസ് അവസ്ഥയിൽ വളരെ ചെറിയ മെഡിക്കേഷൻ കൊടുത്തുകൊണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറയുന്നത്
അതിന്റെ സിമിലിയസ് ക്യൂറൻഡം സിമിലിസ് എന്നാണ്, അതായത് സെയിം ആയിട്ടുള്ള മെഡിസിൻ കൊടുക്കുക. അപ്പൊ രോഗകാരണമായ ഹേതുവിനെ ചെറിയ അളവിൽ കൊടുത്തുകൊണ്ട് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതി. അത് പല ഘട്ടങ്ങളിലും വളരെ എഫക്റ്റീവായിട്ട് കാണുന്നുമുണ്ട്. ഇവിടെയെല്ലാം പ്രശ്നം എന്താണ്? തെളിവുകളുണ്ടോ എന്ന ചോദ്യമാണ്. തെളിവുകളുണ്ടെന്ന രോഗചികിത്സ ചെയ്തു കഴിഞ്ഞ ആളുകൾക്ക് രോഗം മാറുന്നതാണ് പ്രധാന തെളിവ്. മറ്റ് ഗവേഷണങ്ങൾക്ക് പ്രധാനമായും വേണ്ട ഒരു സാധനം നമുക്കില്ല, ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് കൂടുതൽ റിസർച്ചുകൾ നടക്കുകയുള്ളൂ, അതിനുള്ള ആളുകളും ഉണ്ടാവേണ്ടതാണ്. അപ്പൊ ഇപ്പോൾ നിലവിലുള്ള അവസ്ഥയിൽ കേരളത്തിൽ 2418 ആയുഷ് സ്ഥാപനങ്ങളുണ്ട്. അതിൽ തന്നെ അക്രഡിറ്റേഷൻ, ഈ ചെറിയ സ്ഥാപനങ്ങളിൽ തന്നെ 700 സ്ഥാപനങ്ങൾ നമ്മൾ ആയുഷ്മാൻ ആരോഗ്യമന്ത്രി ആയുഷ് ആവുകയും NABH എൻട്രി ലെവൽ സർട്ടിഫിക്കേഷൻ 250 സ്ഥാപനങ്ങൾക്ക് നടത്തുകയും ചെയ്തു. ഈ കഴിഞ്ഞ 2 വർഷം ഈ സർക്കാർ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളാണ് ഇതെല്ലാം. ആയുഷ് ആശുപത്രികൾ 169 എണ്ണം, ഡിസ്പെൻസറികൾ 1539, 1.5 കോടി ആളുകൾ ഏകദേശം OP രോഗികളായും 10 ലക്ഷം രോഗികൾ IP രോഗികളായും ഈ സംവിധാനങ്ങളിലൂടെ ചികിത്സ നേടുന്നുണ്ട്. ആയുഷ് വിദ്യാഭ്യാസ വകുപ്പിലും ഇത് തന്നെയാണ് അവസ്ഥ. 80% പെൺകുട്ടികളാണ് ആയുഷ് വിദ്യാഭ്യാസ മേഖലയിൽ വരുന്നത്. അപ്പോൾ അതായത് ജോലി സാധ്യത കുറവെന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് ആളുകൾ വരാത്തത്. പക്ഷെ വരുന്നവരിൽ തന്നെ മികച്ചവർ മികച്ച റിസർച്ചേഴ്സ് ആവുകയും മികച്ച ഡോക്ടർമാരുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ആയുഷിന്റെ ഒരു ചികിത്സാ സർവേ ഫലം വന്നിട്ടുണ്ടായിരുന്നു. അത് പറയുന്നത് നമ്മുടെ ദേശീയ ഫാമിലി ഹെൽത്ത് സർവേയും ലോകാരോഗ്യ സംഘടനയുടെ ഒരു സർവേയും കൂടിയിട്ട് അതിൽ കൂടുതൽ ആളുകൾ ആയുഷ് സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ കാരണം ഫലപ്രാപ്തിയിലുള്ള വിശ്വാസം തന്നെയാണ്. അത് 8/10 ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പാർശ്വഫലങ്ങളില്ലായ്മ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ലേ? പാർശ്വഫലങ്ങളില്ലാത്ത ചികിത്സാ രീതികളെയല്ലേ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്? അതുപോലെ ആയുർവേദ സ്പെഷ്യാലിറ്റി ചികിത്സകൾ, അതിനെപ്പറ്റി കൂടി ഒന്നും പരാമർശിക്കുകയാണ്. കിസാർ എന്നൊരു സംവിധാനം നമുക്കുണ്ട്, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് ആയുർവേദ റിസർച്ച്. ഇതിന്റെ കീഴിൽ ധാരാളം സ്പോർട്സ് താരങ്ങൾ നമ്മുടെ ആയുർവേദ ചികിത്സ തേടുകയും അവർ ഇഞ്ചുറി ഇല്ലാതെ അവരുടെ പെർഫോമൻസ് ബെറ്റർ ആക്കാൻ പറ്റുകയും ചെയ്യുന്നുണ്ട്. പല കേരളത്തിലെ താരങ്ങളും രാജ്യാന്തര താരങ്ങളാകാത്തതിന് കാരണം അവരുടെ ഇഞ്ചുറികളായിരുന്നു. അപ്പൊ അങ്ങനെ ഇഞ്ചുറി മാനേജ്മെന്റ് കൃത്യമായി നടക്കേണ്ട 28 യൂണിറ്റ് കേരളത്തിൽ ഇപ്പോഴുണ്ട്. ഗരിം, ഗവൺമെന്റ് ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെന്റൽ ഡിസീസ് ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് അറിയാവുന്നതാണ്. അതിന് കൃത്യമായിട്ടുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ ആയുർവേദത്തിലുണ്ട്. അതുപോലെ കൗമാര ശിശു പരിചരണ കേന്ദ്രം കോഴിക്കോട്ടുള്ളതാണ്. അവിടെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഓട്ടിസം സ്പെക്ട്രം പോലുള്ള ഡിസോർഡേഴ്സിന് കൃത്യമായ ചികിത്സ നൽകുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതിരോധ ചികിത്സ എന്ന പോലെ തന്നെ പാലിയേറ്റീവ് കെയർ, ആയുഷ് പാലിയേറ്റീവ് കെയർ എന്ന സിസ്റ്റം വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ആയുർവേദത്തിലുള്ള ഒരു പാലിയേറ്റീവ് ഹോസ്പിറ്റൽ ആദ്യമായി സ്ഥാപിച്ചത് ഇടുക്കിയിലാണ്, ഇന്ത്യയിൽ തന്നെ. പിന്നെ ദൃഷ്ടി എന്നൊരു പദ്ധതി, അത് നേത്രവുമായി ബന്ധപ്പെട്ട ചികിത്സാ പദ്ധതിയാണ്. ഹർഷം ഡിപ്രഷൻ ക്ലിനിക്കുകളാണ്. പഞ്ചായത്തുകളിലെ എല്ലാ വാർഡുകളിലും എല്ലാ ഡിസ്പെൻസറികളും പ്രവർത്തിക്കാവുന്ന തരത്തിലുള്ള ഹർഷം എന്ന പദ്ധതി ഉണ്ട്. അതുപോലെ പോസ്റ്റ് കോവിഡ് ആയിട്ട് വന്നിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് സ്ട്രോക്ക്. ആ സ്ട്രോക്ക് റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് പുനർനവ എന്നൊരു പദ്ധതിയുണ്ട്. അതുപോലെ തന്നെയാണ് ഹോമിയോപ്പതിയുടെ അവസ്ഥ. ഹോമിയോപ്പതിയിലും ഇതുപോലെ പ്രധാനപ്പെട്ടത് കമ്മ്യൂണിറ്റി ഇടപെടലുകളാണ്. അതുപോലെ വളരെ ചെലവ് കുറഞ്ഞ മാതൃകയാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി ജനനി എന്നൊരു പദ്ധതിയാണ്. നമുക്കറിയാം ഇൻഫെർട്ടിലിറ്റി വളരെ കൂടുതലാണ്. ധാരാളം പൈസ, ധാരാളം വലിയ വലിയ പരസ്യങ്ങളൊക്കെ റോഡിൽ വരുമ്പോൾ കാണാം. അപ്പോൾ ഈ ഇൻഫെർട്ടിലിറ്റി ഇത്രയും വന്ധ്യത ഇത്രയും കൂടുന്ന സമയത്ത് വളരെ ചെലവ് കുറഞ്ഞ നല്ല റിസൾട്ട് ഉള്ള ചികിത്സാ പദ്ധതിയാണ് ജനനി എന്ന് പറയുന്ന ഹോമിയോപ്പതി ചികിത്സാ പദ്ധതി. അതുപോലെ കുട്ടികളുടെ സ്വഭാവ വൈകല്യത്തിന് പരിഹരിക്കുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് സദ്ഗമയ എന്നൊരു പദ്ധതിയുണ്ട്. അതുപോലെ സീതാലയം എന്ന ഒരു വുമൺ കെയർ പദ്ധതി കൂടി പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഹോമിയോപ്പതിയിൽ വരുന്നുണ്ട്. അതുപോലെ സിദ്ധ ചികിത്സാ സമ്പ്രദായത്തെ പറ്റിയും നമുക്ക് കൃത്യമായ ഒരു അറിവില്ല. അത് ഹെവി മെറ്റൽസ് ഉള്ള ഒരു ചികിത്സാ പദ്ധതിയാണെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അതല്ലാതെ അതിൽ പ്രധാനമായിട്ടും വർമ്മ ചികിത്സാ സമ്പ്രദായം, അതുപോലെ യുനാനിയുണ്ട്, യോഗയുണ്ട്. ഇപ്പൊ എനിക്ക് പറയാനുള്ളത് 2030 ആവുമ്പോഴേക്കും ഇവിടുത്തെ ആയുഷ് മേഖലയിലെ തൊഴിലവസരങ്ങൾ, പുതിയ ബഡ്ജറ്റ് ശ്രദ്ധിച്ചാൽ അറിയാം, അത്രയും പൈസ കിട്ടുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് 24 കോടിയിൽ നിന്ന് 240 കോടിയായി നമ്മുടെ ആയുഷ് സിസ്റ്റം അതിനുള്ള ഫണ്ട് ലഭ്യത ഉയർന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോ അലോപ്പതി സിസ്റ്റത്തിന് കിട്ടുന്നതിന്റെ 10 ഭാഗം പോലും ആ പൈസ ഉണ്ടാവില്ല. അപ്പൊ അവിടെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. 3 മില്യണോളം തൊഴിലവസരങ്ങളാണ് 2030 സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത്. അതുപോലെ MSME ഇതിലുള്ള വളർച്ച, സ്ത്രീ സംരംഭകർക്കുള്ള വളർച്ച. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്റഗ്രേറ്റീവ് മെഡിസിൻ ആണ്. നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതും ഇന്റഗ്രേറ്റീവ് മെഡിസിൻ ആണ്. അതായത് ഒരു രോഗിക്ക് ഒരു ചികിത്സ, ഒരു ഡോക്ടർ എന്നത് മാറി ഒരു രോഗിക്ക് സമഗ്രമായ ഏറ്റവും നല്ല ചികിത്സ കൊടുക്കുക, സാധാരണക്കാരനും ഏറ്റവും നല്ല ചികിത്സ ലഭിക്കുക എന്നുള്ളത്
ആയുഷ് ടൂറിസത്തിനെ പറ്റി പറയുകയാണെങ്കിൽ കേവലം ഒരു തിരുമ്പ് ചികിത്സയ്ക്ക് വരുന്നതിന് പുറമെ രോഗം മാറിയതുകൊണ്ട്, അതായത് ആയുർവേദ ചികിത്സ അല്ലെങ്കിൽ ആയുഷ് ചികിത്സകൾ എടുത്തുകൊണ്ട് രോഗം മാറിക്കൊണ്ട് അങ്ങനെയുള്ള ഒരു പ്രൊപ്പഗേഷൻ, അങ്ങനെയുള്ള ഒരു മെഡിക്കൽ വാല്യൂ ടൂറിസമാണ് നമുക്ക് ആവശ്യം. അപ്പൊ പ്രധാന വെല്ലുവിളികൾ ഈ സ്റ്റാൻഡർഡൈസേഷൻ ഇഷ്യൂസ് ആണ്. അതായത് പല മരുന്നുകളുടെയും സ്റ്റാൻഡർഡൈസേഷൻ ഇഷ്യൂസ് ആണ്. അതിനായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണം. HR-ന്റെ കുറവുണ്ട്. ശാസ്ത്രീയ തെളിവുകൾ, അതിന് കൂടുതൽ റിസർച്ച് ഫണ്ട് ആവശ്യമാണ്. സുരക്ഷാ പ്രശ്നങ്ങൾ, അത് ഫാർമക്കോ വിജിലൻസ് പ്രശ്നങ്ങളാണ്. ഈ സൈഡ് എഫക്ട്സ് എന്ന രീതിയിൽ തെറ്റി വരുന്നത്, അതും കൃത്യമായിട്ടൊരു ഫാർമക്കോ വിജിലൻസ് ബോഡി ആവശ്യമാണ്. അതുപോലെ ഇൻഷുറൻസിൽ ഉൾപ്പെടുത്തുന്നത്, അത് മുന്നേ ഉള്ള ചർച്ചയിൽ സാർ പറയുന്നത് കേട്ടു. പരിഹാര നിർദ്ദേശങ്ങൾ: ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രേഡ്, മനുഷ്യ വിഭവശേഷി പരിശീലനം, ഗവേഷണ ഫണ്ടിങ് കൂട്ടുക, ഡിജിറ്റൽ ഹെൽത്ത് AI സംയോജിപ്പിക്കാൻ പറ്റും. നമ്മുടെ ഉള്ള പല ടെക്നിക്കാലിറ്റീസും AI വെച്ച് അല്ലെങ്കിൽ ലാർജ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ടൂൾസ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ എന്തിനാ ആയുഷ് സിസ്റ്റത്തിൽ MRI എടുക്കുന്ന ചോദ്യമുണ്ട്. അപ്പൊ അതെല്ലാം, അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള കറക്റ്റായ ഉത്തരം നമുക്ക് AI-യുമായിട്ട് സംയോജിപ്പിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇത്രയാണ് പറയാനുള്ളത്. ഒരു സ്ലൈഡ് കൂടി. നമ്മുടെ ഭാവി പദ്ധതികൾ: തദ്ദേശ സ്ഥാപനങ്ങളുമായിട്ടുള്ള സഹകരണം. ഓരോ സ്ഥലത്തും പഞ്ചകർമ്മ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിലൂടെ 2000 രൂപ വരുന്ന ചെലവ് വരുന്നത് 200 രൂപ ചെലവിൽ നമുക്കൊരു പഞ്ചായത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന്റെ തനത് വിഭവശേഷി കൂട്ടിക്കൊണ്ട് തനത് ഫണ്ട് കൂട്ടാൻ പഞ്ചായത്തുകൾ സ്ഥാപിക്കും. അതുപോലെ മനുഷ്യ വന്യജീവി സംഘർഷമായിട്ട് വരുന്ന വലിയൊരു പ്രശ്നമുണ്ടല്ലോ, അവിടെയാണ് ഔഷധ സസ്യ കൃഷി വരുന്നത്. അവിടെ കസ്തൂരിമഞ്ഞൾ, കൊടുവേലി പോലെയുള്ള ചെടികൾ ആദിവാസികൾ നടുകയും അവർ അത് കച്ചവടം ചെയ്യുകയും ചെയ്യുമ്പോൾ അവർക്ക് ആ പൈസ നേരിട്ട് ലഭിക്കുകയും ഈ മനുഷ്യ വന്യജീവി സംഘർഷം, ഈ പന്നി മുതലായ ജീവികളെല്ലാം ഇതിൽ അറ്റാക്ക് ചെയ്യാതിരിക്കുകയും ചെയ്യും. അങ്ങനെ ഇന്റഗ്രേറ്റഡ് ഹോസ്പിറ്റൽ, മെഡിക്കൽ വാല്യൂ ടൂറിസം. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നു. കേരളം വരുന്ന 5 വർഷത്തിൽ അല്ലെങ്കിൽ 10 വർഷത്തിൽ ജെറിയാട്രിക്സ്, അതായത് 60 വയസ്സിന് മുകളിലുള്ള ആളുകളുടെ ഒരു സമൂഹമായി മാറും. അവിടെ അവരെ പാലിയേറ്റീവ് കെയറിലേക്ക് കൊണ്ടുപോകാതെ കൃത്യമായ ആരോഗ്യ പരിപാലനം നടത്തുന്നതിന് വയോമൃതം പോലെയുള്ള പദ്ധതികൾ നടപ്പാക്കണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് നിർത്തും. ഡോക്ടർ R. ജയപ്രകാശ്. ഞാൻ പീഡിയാട്രിക്സ് പ്രൊഫസറാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നു. ചൈൽഡ് സൈക്യാട്രിസ്റ്റാണ്. അപ്പം ഞാൻ 3-4-5-6 പോയിന്റുകൾ ആയിട്ട് മാത്രമായിട്ട് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമ്മളുടെ ഈ പൊതുജനാരോഗ്യ സംവിധാനം, ഹെൽത്ത് സർവീസും അതുപോലെ മെഡിക്കൽ കോളേജുകളുടെ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ്, സ്പെഷ്യാലിറ്റി സർവീസ്, മെഡിക്കൽ കോളേജുകളിൽ പ്രത്യേകിച്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസ്, ഇതെല്ലാം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. എല്ലാ മേജർ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളും മെഡിക്കൽ കോളേജുകളിൽ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും ഈ കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ട് മെഡിക്കൽ കോളേജ്, ഈ നമ്മളുടെ സർക്കാർ ആശുപത്രികളിലേക്ക് വരുന്ന പോപ്പുലേഷൻ്റെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മൾ കാണുന്ന ഒരു കാര്യം, അങ്ങനെ ഈ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ പിന്നെ നമ്മളൊരു മിഡിൽ ക്ലാസ് പോപ്പുലേഷൻ കൂടുതലായിട്ട് മൂവ് ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട്, ഈ പ്രത്യേകിച്ചിട്ടുള്ള ഈ മെച്ചപ്പെട്ട സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ അവിടെ നമുക്ക് ഈ ജീവനക്കാർ, ഡോക്ടേഴ്സ് ഇൻക്ലൂഡിങ് ഡോക്ടേഴ്സ്, ജീവനക്കാരുടെ എല്ലാം പൊതുവായിട്ടുള്ള സമീപന രീതി, രോഗികളോടുള്ള അല്ലെങ്കിൽ സേവനം കൊടുക്കുമ്പം അവരോടുള്ള സമീപന രീതിയിൽ കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള മാറ്റം വരേണ്ടതുണ്ട്. സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്, അങ്ങനെ ഈ പറഞ്ഞ എല്ലാ ജീവനക്കാർക്കും ഇൻക്ലൂഡിങ് ഡോക്ടേഴ്സിന് അത്തരത്തിലുള്ള സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് നടത്തേണ്ടതുണ്ട്. ആ ട്രെയിനിങ് കൊടുത്ത് അവരെ മൊത്തത്തിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലുള്ള മനുഷ്യത്വ മുഖമുള്ള സംവിധാനം, സർവീസ് ഡെലിവറി സിസ്റ്റം നമുക്ക് വികസിപ്പിച്ചുകൊണ്ട് വരേണ്ടതുണ്ടെന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം. പിന്നെ ഇതേ പശ്ചാത്തലത്തിൽ തന്നെ ഒരു കാര്യമുള്ളത്, നമുക്ക് പിന്നെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചറിനെ സംബന്ധിച്ച് ഇവിടെ നേരത്തെയും ചർച്ചയുണ്ടായി. ഇപ്പം നമ്മളുടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലും ഹെൽത്ത് സർവീസിലുള്ള ആശുപത്രികളിലും ഫാർമസിയിൽ നിന്നും നല്ല രീതിയിൽ മെഡിസിൻസ് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പം ഇവിടെ SITയിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ബിഹേവിയർ പീഡിയാട്രിക്സ് യൂണിറ്റിൽ അറ്റോമോക്സിൻ എന്ന് പറഞ്ഞിട്ട് ADHD ഉള്ള കുട്ടികൾക്കുള്ള മെഡിസിൻ അടക്കം OPയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ നമുക്ക് 2-3 സ്റ്റഡികൾ നടത്തി നോക്കണം.
ഈ ഈ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു പ്രൊഫൈൽ എടുത്ത് നോക്കിയിട്ട് ഏതേത് കാര്യങ്ങൾക്കാണ് കൂടുതൽ പൈസ ഇവർ ചെലവഴിക്കേണ്ടി വരുന്നത്. പ്രത്യേകിച്ച് ഒരു കണ്ടെത്തലെന്ന് പറയുന്നത് OP മെഡിക്കേഷനാണ്. OP മെഡിക്കേഷൻ്റെ എക്സ്പെൻസ് ആണ് ഇതിൽ വരുന്ന ഒരു വലിയ സിംഹഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ OP മെഡിക്കേഷൻസ് പരമാവധി നമുക്ക് നമ്മളുടെ ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റത്തിലൂടെ അവൈലബിൾ ആക്കാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കുറച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതൊരു പരിശോധന നടത്തി നോക്കണം. അങ്ങനെ ഒരു പഠനം നടത്തി നോക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ കഴിയത്തില്ല. പക്ഷേ OP മെഡിക്കേഷൻ്റെ എക്സ്പെൻസ് ഒരു വലിയൊരു ചെലവാണ് രോഗികളെ സംബന്ധിച്ച്. അത് പ്രത്യേകിച്ച് പാവപ്പെട്ട രോഗികളെ സംബന്ധിച്ചും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു സജഷൻ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ മൂവ് ചെയ്യുന്നുണ്ടല്ലോ, മിഡിൽ ക്ലാസ് പോപ്പുലേഷൻ കൂടി ഗവൺമെൻറ് സിസ്റ്റത്തിലേക്ക് മൂവ് ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് നിലവിൽ ചെറിയ നോമിനലായിട്ടുള്ള ചില ഫീസുകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അത് കാലികമായിട്ടൊന്ന് പരിഷ്കരിക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ പൊതുവിൽ ആലോചിച്ച് നോക്കേണ്ട ഒരു സാഹചര്യം നമ്മൾ അടുത്ത ഘട്ടത്തിൽ പരിശോധിക്കണമെന്നുള്ളതാണ്. അപ്പോൾ സർജറികൾക്കൊക്കെ കുറച്ചും കൂടി ചെറിയ രീതിയിലുള്ള ഒരു കാലികമായിട്ടുള്ള ഒരു ഇൻക്രീസ് വെച്ച് അത് പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ് പോപ്പുലേഷൻ, പേയിങ് കപ്പാസിറ്റി ഉള്ള മിഡിൽ ക്ലാസ് പോപ്പുലേഷൻ്റെ കയ്യിൽ നിന്ന് മാത്രമായിട്ട് അത്തരത്തിലുള്ള ഫീസ് ഏർപ്പെടുത്താൻ പറ്റുമോ എന്നുള്ള പരിശോധനയും പഠനവും നടത്തി നോക്കേണ്ടതുണ്ട്. BPL പോപ്പുലേഷൻ പൂർണ്ണമായും സൗജന്യമായി നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ പറഞ്ഞ മിഡിൽ ക്ലാസ് പോപ്പുലേഷൻ്റെ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള മിഡിൽ ക്ലാസ് പോപ്പുലേഷനിൽ നിന്ന് നിശ്ചിത ഫീസ് ഇൻവെസ്റ്റിഗേഷൻസിനും അതുപോലെ സർജറികൾക്കുമൊക്കെ നമുക്ക് ഈടാക്കാൻ കഴിയുന്ന ഒരു ആലോചന നമ്മൾ നടത്തി നോക്കണമെന്നുള്ളതാണ് എനിക്ക് മറ്റൊരു പോയിൻ്റായിട്ട് പറയാനുള്ളത്. പിന്നെ നമ്മൾ മെഡിക്കൽ കോളേജുകളിൽ സ്വകാര്യ ചികിത്സാ നിരോധനം നമ്മൾ വലിയ തോതിൽ നടപ്പിലാക്കി. 2009 സാലറി റിവിഷൻ വന്നപ്പോഴാണ് കേരളത്തിൽ ആദ്യമായിട്ട് മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ ദാരിദ്ര്യം അവസാനിച്ച ശമ്പള പരിഷ്കരണമായിരുന്നു. അന്നാണ് സ്വകാര്യ ചികിത്സാ നിരോധനം നടപ്പിലാക്കിയത്. പക്ഷേ സ്വകാര്യ ചികിത്സാ നിരോധനം നമുക്ക് ഫലവത്തായിട്ട് നടപ്പിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നും നമ്മളൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. ഇപ്പം ഇന്നലെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലുള്ള ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് തന്നെ അതിൽ ആ രോഗിയുടെ മകൻ പറഞ്ഞത് ഈ ഡോക്ടറുടെ വീട്ടിൽ പോയി പൈസ കൊടുത്തു എന്നാണ് പറഞ്ഞത്. 2021 അങ്ങനെ പൈസ കൊടുത്തെങ്കിൽ അവർ വെറുതെ പറയത്തില്ലായിരിക്കും, കൊടുത്തിട്ടുണ്ടാവണം എന്ന് തന്നെ നമ്മൾ വിചാരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ സ്വകാര്യ ചികിത്സാ നിരോധനം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വീട്ടിൽ പോയി പൈസ കൊടുക്കേണ്ട ആവശ്യം എന്താ? വീട്ടിൽ സ്വകാര്യ ചികിത്സ നടത്താൻ പാടില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ അത് നമ്മൾ ഈ അടുത്ത ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. സ്വകാര്യ ചികിത്സാ നിരോധനം നമുക്ക് ഫലവത്തായിട്ട് നടപ്പിലാക്കേണ്ടതുണ്ടെന്നുള്ളതാണ്. ഇനി മെഡിക്കൽ കോളേജുകളുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ റിസർച്ചിനെ സംബന്ധിച്ച് നേരത്തെ മാഡം സൂചിപ്പിക്കേണ്ടായി, ജമീല മാഡം അവതരിപ്പിച്ചപ്പോഴത്തേക്ക്. അപ്പോൾ ഈ റിസർച്ച് ഫണ്ട് അവൈലബിലിറ്റി ഒരു പ്രധാന പ്രശ്നമാണ്. ഇപ്പോൾ SBMR എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് ബോർഡ് ഫോർ മെഡിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞിട്ട് നോമിനലായിട്ട് കുറച്ച് ഗവേഷണത്തിനൊക്കെ ഫണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ ഒരു ഹെൽത്ത് സെക്രട്ടറി വന്നപ്പോഴത്തേക്ക് അതെടുത്ത് അവരുടെ സ്റ്റേറ്റ് അടിസ്ഥാനത്തിലേക്ക് മാറ്റി. അതായത് മെഡിക്കൽ കോളേജുകളിലായിരുന്നു അത് SBMR നിലനിന്നിരുന്നത്, അത് കേന്ദ്രീകൃതമാക്കി. ഇപ്പോൾ കേന്ദ്രീകൃതമാക്കുമ്പോഴത്തേക്ക് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്നത് പോലെ ഈസ് ഓഫ് ഡൂയിങ് റിസർച്ചിന് ഇതൊരു വലിയ തടസ്സമാണ്. അതായത് മെഡിക്കൽ കോളേജുകൾക്ക് നിശ്ചിത ഫണ്ട് അലോട്ട് ചെയ്യുകയും ആ ഫണ്ടുകൾ അവിടെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ റിസർച്ച് കമ്മിറ്റികൾ ഈ റിസർച്ച് പ്രപ്പോസൽ പരിശോധിച്ച് നോക്കി വയബിൾ ആണോ എന്ന് നോക്കി മെഡിക്കലായിട്ട് പരിശോധിച്ചതിന് ശേഷം അത് അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി വരുന്ന ഫണ്ട് ആ SBMR ഫണ്ടിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആക്കാൻ കഴിയുന്നത് കുറച്ചുകൂടി ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിസർച്ച് കുറച്ചുകൂടി എന്തായാലും നമുക്ക് 2009 ശേഷമുള്ള ഇതുവരെയുള്ള കണക്ക് വെച്ച് നോക്കുമ്പോൾ ഞാൻ IRC മെമ്പറാണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ റിസർച്ച് കമ്മിറ്റി മെമ്പറാണ്. അപ്പോൾ വരുന്ന പ്രോജക്റ്റുകൾ പരിശോധിക്കുന്ന ഒരു 10-12 വർഷം ഇതിൽ ഉണ്ട് ഞാൻ. അപ്പോൾ എനിക്ക് അറിയാവുന്ന ഒരു കാര്യം, ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് വലിയ തോതിൽ ഇൻക്രീസ് വന്നിട്ടുണ്ട്, റിസർച്ച് പ്രപ്പോസലുകൾ കൂടുതൽ വന്നിട്ടുണ്ട്, പബ്ലിക്കേഷൻസ് കൂടിയിട്ടുണ്ട് ഈ പ്രൈവറ്റ് പ്രാക്ടീസ് നിരോധനവും സാലറി റിവിഷന് ശേഷം 2009 ശേഷം. പക്ഷേ അത് നമുക്ക് ഫണ്ട് ഇങ്ങനെ ഈ രീതിയിൽ കേന്ദ്രീകൃതമല്ലാതെ കോളേജുകൾ വഴി തന്നെ ഫണ്ട് അവൈലബിൾ ആക്കുന്ന സിസ്റ്റവും കൂടെ നമുക്ക് കുറച്ചും കൂടെ മെച്ചപ്പെടുത്തി ഫണ്ട് കുറച്ചും കൂടെ അലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ റിസർച്ചിൽ കുറച്ചും കൂടെ മുന്നേറാൻ കഴിയുമെന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് മെഡിക്കൽ വിദ്യാർത്ഥികളിൽ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് മെൻറ്ററിങ്, അത് ചില മെഡിക്കൽ കോളേജുകളിൽ ചില അധ്യാപകരുടെ താല്പര്യമുള്ള അധ്യാപകരുണ്ടെങ്കിൽ മാത്രമാണ് നിലവിൽ മെൻറ്ററിങ് എന്ന് പറയുന്ന സംവിധാനം നടക്കുന്നത്.
അത് ഒഫീഷ്യലായിട്ട് തന്നെ ഒരു മെഡിക്കൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് നമുക്കൊരു മെഡിക്കൽ എഡ്യൂക്കേഷൻ പോളിസി വേണ്ടതുണ്ട്. ആ മെഡിക്കൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് തന്നെ കൃത്യമായിട്ടുള്ള മെന്ററിങ് സിസ്റ്റം നമുക്ക് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് നടപ്പിലാക്കേണ്ടതുണ്ട്. അങ്ങനെ നടപ്പിലാക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ കുട്ടികളുടെ ഒരു 30% കുട്ടികൾക്കെങ്കിലും വലിയ തോതിലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായിട്ടാണ് നമ്മൾ കാണുന്നത്. വ്യക്തിപരമായിട്ട് പല കുട്ടികളെയും ചികിത്സിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് അനുഭവമുണ്ട്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് മെന്ററിങ് സിസ്റ്റം നമുക്ക് ഫലവത്തായിട്ട് നടപ്പിലാക്കാൻ കഴിയണമെന്നുള്ളതാണ്. പിന്നെ 2 കാര്യങ്ങളും കൂടെ. ഒന്ന്, നമുക്ക് കേരളത്തിൽ വലിയ തോതിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചൈൽഡ് അഡോളസെന്റ് മെന്റൽ ഹെൽത്ത് മേഖലയിൽ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം നമുക്ക് സർവീസ് ഡെലിവറിയുടെ കാര്യത്തിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അത് നമ്മൾ പ്രത്യേകിച്ച് ശിശുകൗമാര മാനസികാരോഗ്യ സർവീസ് നമുക്ക് അവൈലബിൾ ആക്കാൻ കഴിയുന്നത് നമുക്ക് മെഡിക്കൽ കോളേജുകളിൽ എങ്ങനെ അവൈലബിൾ ആക്കാൻ പറ്റുമെന്നുള്ളത് നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പീഡിയാട്രിക് എല്ലാ മെഡിക്കൽ കോളേജുകളിലും പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റുകളിൽ ചൈൽഡ് ഗൈഡൻസ് ക്ലിനിക്ക് വികസിപ്പിക്കുകയും അവിടങ്ങളിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അടക്കമുള്ളവരുടെ സർവീസ് കൊടുക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സർവീസ് ചൈൽഡ് അഡോളസെന്റ് മെന്റൽ ഹെൽത്ത് മേഖലയിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഭിന്നശേഷിയുടെ കുട്ടികളെ സംബന്ധിച്ച്, ഭിന്നശേഷി കുട്ടികൾക്ക് സംബന്ധിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പം കേരളത്തിൽ ആകെ നിലവിലുള്ള ഒരു സംവിധാനം എന്ന് പറയുന്നത് ഈ സോഷ്യൽ ജസ്റ്റിസിന്റെ ഭാഗമായിട്ടുള്ള കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ ഒരു പ്രോജക്റ്റാണ്. 2 പ്രോജക്റ്റ്, ഓട്ടിസം നോഡൽ സെന്റർ എന്നും റീജിയണൽ ഏർലി ഇന്റർവെൻഷൻ സെന്റർ എന്നും പറഞ്ഞ് 2 പ്രോജക്റ്റുകളാണ് ഉള്ളത്. അത് കേരളത്തിലെ ആദ്യത്തെ 5 പരമ്പരാഗത മെഡിക്കൽ കോളേജുകളിൽ മാത്രമാണ് ഈ പ്രോജക്റ്റ് നടപ്പിലാക്കപ്പെടുന്നത്. അവിടെ ഞങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SIT ബിഹേവിയർ പീഡിയാട്രിക്സിന്റെ കീഴിലാണ് ഈ പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ 18 വയസ്സ് വരെയുള്ള കുട്ടികളെ ഈ രീതിയിലുള്ള മൾട്ടി ഡിസിപ്ലിനറി സർവീസ് കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SIT മാത്രമാണ് ബിഹേവിയർ പീഡിയാട്രിക്സ് എന്നുള്ള സംവിധാനം ഇത്തരത്തിലുള്ള മൾട്ടി ഡിസിപ്ലിനറി സർവീസും കിട്ടുന്നത്. അപ്പോൾ ഈ കുട്ടികൾ 18 വയസ്സ് കഴിഞ്ഞപ്പോൾ എവിടെ പോകണം, കേരള സംവിധാനത്തിൽ എവിടെ പോകണമെന്ന് അവർ ചോദിച്ചാൽ നമുക്ക് പറയാൻ ഉത്തരവില്ല. ഇവിടെ തന്നെ വീണ്ടും തുടരാനായിട്ട് അപ്പോൾ നമ്മൾ പറയും 18 കഴിഞ്ഞാൽ OP ടിക്കറ്റ് തരത്തില്ല, ഇവിടെ നമുക്ക് 18 വരെ നോക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് നിങ്ങൾ ഇനി അടുത്ത മൾട്ടി ഡിസിപ്ലിനറി സർവീസിനും റീഹാബിലിറ്റേഷനും വേണ്ടി ഇന്നടത്ത് പോകുമെന്ന് പറയാനുള്ള ഒരു സംവിധാനം. അപ്പോൾ ഇത് ഈ ചൈൽഡ് അഡോളസെന്റ് മെന്റൽ ഹെൽത്ത് സർവീസ് ഭിന്നശേഷി മേഖലയിൽ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മൾ നല്ല രീതിയിൽ അക്കാഡമിക്കായിട്ടും ക്ലിനിക്കലായിട്ടും സർവീസ് ഡെലിവറി പോയിന്റ് ഓഫ് വ്യൂവിലും കൈവച്ചിട്ടില്ല. അത് നമ്മൾ അടുത്ത ഘട്ടത്തിൽ തീർച്ചയായിട്ടും അത് എടുക്കണമെന്നുള്ള ഒരു കാര്യം കൂടെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഒറ്റ കാര്യം കൂടെ ഉള്ളത്, നമ്മളെ PGs നടത്തുന്ന പല സ്റ്റഡീസിലും, പ്രത്യേകിച്ച് അഡോളസെന്റ് ഗേൾസിൽ നടത്തുന്ന പല സ്റ്റഡീസിലും, അവരുടെ തീസിസിന്റെ ഭാഗമായിട്ട് നടത്തുന്ന സ്റ്റഡീസിലും സ്കൂൾ പോപ്പുലേഷൻ അർബനും റൂറലിലും അഡോളസെന്റ് അനീമിയ ഉണ്ട്. അഡോളസെന്റ് അനീമിയ കുട്ടികളിൽ ഉണ്ട്. അവരാണ് പിന്നെ മാറുന്നത്. അപ്പോൾ അഡോളസെന്റ് അനീമിയ അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫാമിലിയിൽ തന്നെ ശരിയായ തരത്തിലുള്ള പോഷണ രീതിയെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നമാണ്. പ്രത്യേകിച്ച് അർബൻ മേഖലയിലുള്ള സ്കൂളുകളിൽ അടക്കം അഡോളസെന്റ് ഗേൾസിൽ അഡോളസെന്റ് അനീമിയ നമ്മൾ സ്റ്റഡീസിൽ കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റി ലെവലിലുള്ള ഒരു ഇന്റർവെൻഷൻ ആ കാര്യത്തിൽ നമുക്ക് വേണ്ടതുണ്ടെന്ന് എനിക്കൊരു സജഷൻ പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ഡോക്ടർ ദിവ്യ ക്യാൻസർ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. നമസ്കാരം. തൊട്ടു മുമ്പത്തെ പൊതുജനാരോഗ്യത്തിന്റെ സെഷനും കൂടെ കേട്ടതുകൊണ്ട് കൂടുതലൊന്നും പറയാതെ ഞാനൊരു ചെറിയ അഭിപ്രായ വ്യത്യാസത്തോടു കൂടി തുടങ്ങാം. ഒന്ന്, ക്യാൻസർ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രോഗമാണ് സ്ക്രീൻ ചെയ്ത് എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഒരുപാട് പേർക്കുണ്ട്. പൂർണ്ണമായും അത് പ്രിവെന്റബിൾ ഡിസീസസിന്റെ കൂട്ടത്തിൽ പെടുത്തരുത് എന്ന് ഒരു അപേക്ഷയുണ്ട്. കാരണം അതിന് ശാസ്ത്രീയമായ തെളിവുകൾ പറയുകയാണെങ്കിൽ സാധാരണ നമ്മളെല്ലാം മെഡിക്കൽ വിദ്യാഭ്യാസ കാലത്ത് പഠിക്കുന്നത് ക്യാൻസറുകൾ അല്ലെങ്കിൽ ഏത് തരം രോഗങ്ങൾക്കും 2 തരം കാരണങ്ങളുണ്ട്. ഒന്ന്, മോഡിഫയബിൾ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ്. രണ്ടാമത്തത് നോൺ മോഡിഫയബിൾ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സിലാണ് നിങ്ങൾ ഈ പുകയില അല്ലെങ്കിൽ പൊണ്ണത്തടി ഒക്കെ ഹോർമോൺ ഒക്കെ പെടുത്താൻ പറ്റുന്നത്. പക്ഷെ നോൺ മോഡിഫയബിൾ എന്ന് പറയുന്ന റിസ്ക് ഫാക്ടേഴ്സിന്റെ അതിന്റെ ട്രസ്റ്റ് വളരെയധികം കൂടി എന്ന്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ള തിരിച്ചറിവുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിന് മൾട്ടി ഫാക്ടോറിയൽ ഒറിജിനാണ്. അതിന് ഒന്നല്ല കാരണം. അല്ലെങ്കിൽ നിങ്ങൾ പൊറോട്ടയും ബീഫും കഴിക്കാതിരുന്നാൽ ക്യാൻസർ വരാതിരിക്കില്ല, നിങ്ങൾ
എല്ലാ പ്രാവശ്യവും ബ്രസ്റ്റ് സ്ക്രീനിങ് ചെയ്താൽ ക്യാൻസർ വരാതിരിക്കില്ല. മറിച്ച് നിങ്ങൾക്ക് ക്യാൻസറിന്റെ കാരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് ഞാൻ കരുതുന്നത് ഏജ് ആണ്. രണ്ടാമത്തത് സെക്സ് ആണ്, ജെൻഡർ ആണ്. മൂന്നാമത്തത് ജനിതകമായ ചില പ്രത്യേകതകളാണ്. കൂടുതൽ ഒരുപാടുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്തുകൊണ്ട് പ്രായം? ഇതിവിടെ പറഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷേ ശാസ്ത്രീയമായ പോളിസികൾ ഉണ്ടാവുമ്പോൾ ആൾക്കാർക്കത് ഓർമ്മയിൽ നിൽക്കാതെ പോകും. നമ്മളെല്ലാം ഒരു മൂലകോശത്തിൽ നിന്നുണ്ടായവരാണ്. നമ്മുടെ ഈ വലിയ ശരീരം എല്ലാം ഒരു സിംഗിൾ സെല്ലിൽ നിന്നുണ്ടായതാണ് എന്നുള്ളതിൽ നിങ്ങൾക്കാർക്കും തർക്കമില്ല എന്ന് ഞാൻ വിചാരിക്കട്ടെ. ആ മൂലകോശത്തിനെ നമ്മൾക്കൊരു ഫാക്ടറിയായി കണക്കുകൂട്ടാം. ഉദാഹരണത്തിന് ഡോക്ടർ അരുൺ ഒരു തീപ്പെട്ടി കമ്പനി തുടങ്ങി. ആ തീപ്പെട്ടി കമ്പനിയാണ് നമ്മുടെ കോശമെന്നിരിക്കട്ടെ. ആ കോശത്തിലുണ്ടാവുന്ന വിഭജനത്തിലൂടെ ഉണ്ടാവുന്ന DNA അദ്ദേഹത്തിന്റെ പ്രോഡക്റ്റ് ആയിട്ട് ഉപമിക്കാം. അദ്ദേഹം ഉണ്ടാക്കുന്ന തീപ്പെട്ടി 5 തീപ്പെട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ള റിസോഴ്സ് വെച്ച് വളരെ മനോഹരമായ തീപ്പെട്ടികൾ അദ്ദേഹം ഉണ്ടാക്കും. പക്ഷെ 50,000 തീപ്പെട്ടി ഉണ്ടാക്കേണ്ട ഒരു ഘട്ടം വരുമ്പോൾ അതിൽ 10 തെറ്റുപറ്റും. ചിലതിനൊക്കെ കമ്പൊടിഞ്ഞു പോവും, ചിലതിനൊക്കെ കത്താനുള്ള തിരിതി ഉണ്ടാവത്തില്ല. ഈ തെറ്റുകുറ്റങ്ങൾ നമ്മൾ പണ്ടൊക്കെ ഫിസിക്സിൽ പഠിക്കൂലേ, എൻട്രോപ്പി ഈസ് പ്രൊപ്പോർഷണൽ ടു നമ്പർ, എന്ന് പഠിക്കുമായിരുന്നല്ലോ പണ്ട്. അത് തന്നെയാണ് കണക്ക്. നമ്മളുടെ സെൽ ഡിവിഷൻ കൂടുമ്പോൾ അതിൽ തെറ്റുകളുടെ സാധ്യത കൂടും. അതുകൊണ്ട് തന്നെ 90 വയസ്സിന് ശേഷം അർബുദ സാധ്യത, അതായത് ജീവിതകാലത്തിൽ ഒരു അർബുദം ഉണ്ടാവാനുള്ള സാധ്യത 90 വയസ്സിന് ശേഷമുള്ള ഒരു മനുഷ്യന് 90% എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആ അർബുദങ്ങളെയെല്ലാം നമ്മൾ ഒറ്റ ചട്ടക്കൂട്ടിൽ കെട്ടിയിട്ട് ഇതിനെയെല്ലാം അങ്ങ് ഇല്ലാതാക്കി കളയാം, നമ്മൾ പ്രിവെന്റ് ചെയ്ത് കളയാം എന്ന് പറയുന്ന വസ്തുത അല്പം ശാസ്ത്രവിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അപ്പോ ഒന്നാമത്തെ പോയിന്റ് എനിക്ക് പറയാനുള്ളത്, സ്ക്രീൻ ചെയ്ത് നമ്മൾക്ക് അങ്ങ് മാറ്റിക്കളയാം എന്നുള്ള വസ്തുതയിൽ നിന്ന് മാറി അതിനെ കുറച്ച് കാണുകയല്ല, ഏർലി ഡിറ്റക്ഷൻ എന്നുള്ള വസ്തുതയിലേക്ക് നമ്മളൊന്ന് മാറണം. അല്ലെങ്കിൽ സ്ക്രീനിങ് ചെയ്യുകയാണെങ്കിൽ പോലും 3.5 കോടി ജനങ്ങളെയും കാർഡടച്ച് സ്ക്രീൻ ചെയ്യാതെ ഹൈ റിസ്ക് സ്ക്രീനിങ്, അതായത് 10 ചോദ്യം ചോദിക്കുക, അതിൽ ഹൈ റിസ്ക് ഫീച്ചേഴ്സ് ഉള്ളവരെ മാത്രം കണ്ടെത്തി മേ ബി ഒരു 5-ൽ കൂടുതൽ പോയിന്റ് കിട്ടുന്നവരെ നിങ്ങൾ മാമോഗ്രാമിന് വിധേയമാക്കുക, നിങ്ങൾ PSA ചെയ്യേണ്ടവരെ ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രീൻ മറ്റു പരിശോധനകൾക്ക് വിധേയമാക്കുക. ഇതല്ലെങ്കിൽ സ്ക്രീനിങ് എന്ന മാമാങ്കത്തിലൂടെ കേരളത്തിന്റെ ഫിനാൻഷ്യൽ ലോഡ് വളരെ വലുതാണ്. കിട്ടാൻ പോകുന്നത് അത്ര മികച്ച ഒരു ഉത്തരമല്ല. രണ്ടാമത് പറഞ്ഞു വെക്കേണ്ട ഒരു വാചകം കൂടിയുണ്ട്. നിങ്ങളുടെ കുടുംബത്തിലോ അയലോക്കത്തോ എങ്കിലും കേട്ടിട്ടുണ്ടാവും, ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് RCCന്ന് തിരിച്ചുവിട്ട്, ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് MCCയിൽ നിന്ന് തിരിച്ചുവിട്ട്. ഇത് പരിപൂർണമായും തെറ്റാണ്. ഒരു രോഗിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല എന്നും കൂടെ പറഞ്ഞുകൊണ്ട് പ്രസന്റേഷനിലേക്ക് കടക്കും. പ്രസന്റേഷനിൽ ആദ്യത്തെ സ്ലൈഡിൽ ഞാൻ കാണിച്ചേക്കുന്ന ഒരു പ്രൊജക്ഷനാണ്. അതായത് 2030 ആവുമ്പോഴേക്കും ഒരു 1,00,000 ജനത്തിൽ എത്ര പേർക്ക് ക്യാൻസർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് കേരളത്തിനും ഗ്ലോബൽ ആവറേജും വെച്ച് നോക്കുമ്പോൾ വളരെ കൂടുതലാണ്. അടുത്ത സ്ലൈഡിൽ നമ്മൾ നോക്കിയാൽ പ്ലാനിംഗ് ബോർഡിൽ നിന്ന് മാത്രം കിട്ടിയ കണക്കാണ്, മാഡം ഇരുന്നുകൊണ്ട് കൂടെ പറയാണ്. പ്ലാനിംഗ് ബോർഡ് കഴിഞ്ഞ തവണ വിവിധ തലത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് കൊടുത്ത ഫണ്ടിന്റെ ഒരു കണക്കാണ്. അതായത് ഏറ്റവും പെർ ന്യൂ കേസ് എത്ര പൈസ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും കൂടെ അവിടെ വരുന്നു. തീർച്ചയായും RCC പോലുള്ളൊരു സ്ഥാപനത്തിന്, ഇത് പ്ലാനിംഗ് ബോർഡ് മാത്രമല്ല, കേരളത്തിന് പ്ലാനിംഗ് ബോർഡ് കൊടുക്കുന്ന പ്ലാൻ ബഡ്ജറ്റ് മാത്രമല്ല, മറ്റ് നിരവധി ഫണ്ടിങ് സോഴ്സസ് ഉണ്ട്. പക്ഷെ ഞാൻ പ്ലാനിംഗ് ബോർഡ് മാത്രം, ഇതൊരു ഒരു ക്രോസ് കട്ട് സെക്ഷൻ മാത്രം ആയതുകൊണ്ട് അത് മാത്രം എടുത്തതേ ഉള്ളൂ. പക്ഷെ RCC, MCC, CCRC തുടങ്ങുന്ന വലിയ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന തുകയും ഒരു രോഗിക്ക് അവിടെ കിട്ടുന്ന തുകയും നോക്കുമ്പോൾ മെഡിക്കൽ കോളേജുകളിൽ തീരെ കുറവാണെന്ന് നമുക്ക് തോന്നും. അതുപോലെ തന്നെ DHSന്റെ മറ്റ് ജില്ലാ ആശുപത്രികളിൽ എത്തുന്ന തുക വളരെ വളരെ കുറവാണ്. ജില്ലാ ആശുപത്രികളിൽ, ഞാൻ ചികിത്സിക്കുന്ന ജില്ലാ ആശുപത്രിയിൽ ഒരാഴ്ചയിൽ എനിക്ക് 110 കീമോ കൊടുക്കേണ്ടി വരാറുണ്ട്. വളരെ വലിയ ലോഡാണ്. ഇവരാരും ചികിത്സിച്ച് മരിച്ചു പോകുന്നവരല്ല. കഴിഞ്ഞ 9 മാസമായി ചികിത്സിച്ചിട്ട് സാധാരണഗതിയിൽ ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി കൊടുക്കാൻ കഴിയുന്നതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാൻസർ നമ്മളുടെ ഏജിങ് പോപ്പുലേഷന്റെ അല്ലെങ്കിൽ നമ്മളുടെ നല്ല ഹെൽത്ത് ഔട്ട്കമ്മിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ്. നമ്മളുടെ ലൈഫ് എക്സ്പെക്ടൻസിയുടെ ഒരു ബൈ പ്രോഡക്റ്റ് മാത്രമാണ്. സോ വി കാണ്ട് അവോയ്ഡ് ക്യാൻസർ. ക്യാൻസർ ഇനിയും കൂടും. നിങ്ങൾ എത്രത്തോളം ആരോഗ്യ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നോ അത്രത്തോളം എണ്ണം കൂടാനേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനോടൊപ്പം ജീവിക്കാൻ നമ്മൾ ശീലിച്ചേ പറ്റുള്ളൂ. അടുത്തൊരു സ്ലൈഡാണ് എനിക്ക് കൂടുതലായും കാണിക്കേണ്ടത്.
ഇതിലാ നീല കാണുന്നത് നമ്മളുടെ ചികിത്സാ സംവിധാനങ്ങൾ കൂടിയ സ്ഥലങ്ങളാണ്. നോക്ക്, നിങ്ങൾക്ക് ഹ്യൂമൻ റിസോഴ്സ് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതലായിരിക്കും. കാരണം RCC ഉണ്ട്, MCC ഉണ്ട്, കിംസ് ഉണ്ട്, മറ്റ് നിരവധി സ്ഥാപനങ്ങളുണ്ട്. ചില ജില്ലകൾ കണ്ടില്ലേ നരച്ച് വെളുത്തിരിക്കുന്നത്, അവിടെ ഒന്നും തന്നെ ഇല്ല. ഉദാഹരണത്തിന് ഇടുക്കി, പാലക്കാട്, അങ്ങറ്റം കാസർഗോഡ്. മെഷീൻ നോക്കൂ, റേഡിയേഷൻ മെഷീൻ ഇല്ലാതെ നിങ്ങൾക്ക് ക്യാൻസർ ചികിത്സിക്കാൻ പറ്റില്ല. റേഡിയേഷനേ ഇല്ലാത്ത 5 ജില്ലകൾ ഇരിക്കുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും എറണാകുളത്തും കോഴിക്കോടും തിരുവനന്തപുരത്തും വീണ്ടും പുതിയ മെഷീനുകൾ സംസ്ഥാനത്തിന്റെ അതേ ബഡ്ജറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ അഭിപ്രായത്തിൽ വലിയ തരത്തിലുള്ള ആലോചന ഉണ്ടാവണം. നമ്മൾക്ക് ഭരണഘടന അനുവദിക്കുന്ന ഇക്വിറ്റി, ജീവിക്കാനുള്ള അവകാശത്തിന് താഴെയേ നിൽക്കുള്ളൂ നമ്മൾ കാണിക്കുന്ന എന്ത് തര തെളിവുകളും. ഇത് ഞാൻ ചെയ്തൊരു പഠനമാണ്. കഴിഞ്ഞതിന്റെ അങ്ങേ വർഷം എടുത്ത കാസ്പിന്റെ ചികിത്സ. ഇതിനെ പറയുന്നത് മൊബിലിറ്റി ഡയഗ്രാം എന്നാണ്. മൊബിലിറ്റി ഡയഗ്രാം എന്ന് പറയുന്നത് ഒരു ജില്ലയിലെ രോഗികൾ എങ്ങോട്ട് പോകുന്നു ചികിത്സിക്കുന്നു. ക്യാൻസറിന്റെ മാത്രം ചികിത്സ എടുത്തതാണ്. തിരുവനന്തപുരത്തുള്ളവർ തിരുവനന്തപുരത്ത് മാത്രം ചികിത്സിക്കുന്നുണ്ട്. കൊല്ലത്തുള്ളവർ നോക്കൂ, നേരെ തിരുവനന്തപുരത്ത് പോയാലേ ചികിത്സയുള്ളൂ. ആലപ്പുഴ ഉള്ളവർ പല വഴിക്ക് പോകുന്നുണ്ട്. പാലക്കാടുള്ളവർ ഈ ജില്ലയിലേ ഇല്ല, കോയമ്പത്തൂർ പോവാ, കുറച്ച് തൃശ്ശൂർ പോകുന്നു. ഇത് കാണിക്കുന്നത് 6 ജില്ലകളിലെ രോഗികൾ പല വഴിക്കോടിയാണ് ചികിത്സിക്കുന്നത്. നിങ്ങൾ പറയുന്നു നിങ്ങൾ സീറോ കോസ്റ്റ് എക്സ്പെൻഡിച്ചർ, ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ 0 ആക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയല്ല. ചികിത്സയുടെ ചിലവ് യാത്രയിലും ദിവസങ്ങൾ നഷ്ടപ്പെടുന്നതിലും നിങ്ങൾ ലീവ് എടുക്കേണ്ടി വരുന്നതിലും ഒക്കെ ഉൾപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അത് ക്യാൻസറിന്റെ അവസ്ഥയിൽ ജില്ലാതല സ്ട്രെങ്തനിങ് നടക്കാതെ, ജില്ലകളിലേക്ക് ക്യാൻസർ ചികിത്സ വ്യാപിപ്പിക്കാതെ, ഇത് വലിയ വലിയ സ്ഥാപനങ്ങൾക്ക് അതിന്റെ അപ്പുറത്തേക്ക് ചികിത്സ ഡീസെൻട്രലൈസ് ചെയ്യാതെ മുന്നോട്ട് പോവില്ല എന്നോട് പറയുന്നു. 2 മിനിറ്റേ ഉള്ളൂ, ഞാനൊരു 5 മിനിറ്റ് എടുക്കും, സോറി. അടുത്ത സ്ലൈഡ്. കേരളത്തില് കഴിഞ്ഞ 10 കൊല്ലത്തിൽ വന്ന 25ഓളം ജിയോകൾ പരിശോധിക്കുമ്പോൾ കേരളത്തിന്റെ ഇന്നേ വരെയുള്ള ക്യാൻസർ പോളിസിയിൽ ഒരു സെൻട്രലൈസ്ഡ് അപ്രോച്ചാണ് കാണുന്നത്. കേരളത്തിന്റെ മറ്റെല്ലാത്തിലും ഡീസെൻട്രലൈസേഷൻ വന്നിട്ടുണ്ടെങ്കിലും കേരളത്തിന്റെ ക്യാൻസർ ചികിത്സ മാത്രം സെൻട്രലൈസ്ഡ് ആണ്. അപ്പെക്സ് സെന്റേഴ്സ് ചികിത്സിക്കുക, മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ മറ്റ് സ്ഥാപനങ്ങൾ അനുസരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയായ ഒരു രീതിയാണെന്ന് തോന്നുന്നില്ല, മാറ്റേണ്ട സമയമായി. അടുത്ത്, പ്രൈവറ്റ് സെക്ടറിനെ ഉൾപ്പെടുത്താതെ ഒരു തരത്തിലും നമ്മൾക്ക് സുഗമമായ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എന്തൊക്കെ ചെയ്യാം, എങ്ങനെയൊക്കെ ചെയ്യാം, മുന്നോട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അടുത്തത്, നമ്മൾ സൃഷ്ടിക്കുന്നത് തടസ്സങ്ങൾ മാത്രമാണ് ചില ഉത്തരവുകൾ കൊണ്ട് എന്ന് ഉത്തരവുകൾ വായിച്ചിട്ട് മനസ്സിലാവുന്നു. ആ തടസ്സങ്ങൾ മാറ്റാൻ വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഉത്തരവുകൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഇത് തെളിവുകൾ മാത്രമാണ്. ലോകമെമ്പാടും ഡീസെൻട്രലൈസേഷനിലേക്കാണ് പോകുന്നത്. അത് ലാൻസെറ്റിലൊക്കെ വന്ന പഠനങ്ങളാണ്. ഇറ്റലിയുടെ അടുത്ത 5 വർഷത്തെ പോളിസി എന്താണ്? NHS നെയ്ബർഹുഡ് ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടി ജില്ലാ തലത്തിൽ അല്ലെങ്കിൽ റീജിയൻ വൈസ് സ്ട്രെങ്തൻ ചെയ്യുന്നു. ഇതൊക്കെയാണ് അവരെഴുതി വെച്ചേക്കുന്നത്. നമ്മൾ തിരിച്ചു പിന്നോട്ടും. അടുത്തത് ചില എത്തിക്കൽ ഇഷ്യൂസ് ആണ്. നിങ്ങൾക്ക് സ്ക്രീൻ ചെയ്യുമ്പോൾ പാലിക്കേണ്ട ചില എത്തിക്സ്. നിങ്ങൾക്ക് സ്ക്രീൻ ചെയ്യുമ്പോൾ ചികിത്സ ഉറപ്പാക്കാതെ സ്ക്രീൻ ചെയ്യാൻ പറ്റുമോ? കാർഡടക്കം സ്ക്രീൻ ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ എവിടെ, എപ്പോ, എത്ര ചികിത്സ കൊടുക്കുന്നു എന്നാണ്. രണ്ടാമത്, ഇക്വിറ്റി ഉറപ്പാക്കണം. ഫിനാൻഷ്യൽ ടോക്സിസിറ്റി ഉണ്ടാക്കരുത്. അടുത്ത സ്ലൈഡ്. തെളിവുകൾ മാത്രമാണ് ലോകമെമ്പാടും പാലിക്കുന്ന തെളിവ്. നിങ്ങൾക്ക് ഒരു കാലത്തും അവഗണിക്കാൻ പറ്റാത്തത് ഭരണഘടന ഒരു പൗരന് നൽകുന്ന അവകാശങ്ങളാണ്. ഭരണഘടനയുടെ താഴെ നിൽക്കുള്ളൂ നിങ്ങൾ എന്ത് എവിഡൻസ് കാണിച്ചാലും. കാരണം ചില ആശുപത്രികളിൽ നിന്ന് ഇനി ഈ രോഗിക്ക് ഇവിടെ ചികിത്സയില്ല എന്ന് പറഞ്ഞ് പിന്തള്ളുമ്പോൾ അവർക്ക് കാണിക്കാനുള്ള തെളിവുകൾ അവരുടെ ഹോസ്പിറ്റൽ ബേസ്ഡ് ക്യാൻസർ രജിസ്ട്രിയിലെ ട്രീറ്റ്മെന്റ് ഔട്ട്കംസ് ആണ്. അത് കോടതിക്ക് ഒരിക്കലും തള്ളാൻ പറ്റില്ല. ഡോക്ടർമാർ കേസിന് പോയാൽ വിജയിക്കുക തന്നെ ചെയ്യും. അത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഒരു രാജ്യത്തെ ഭരണഘടനാപരമായ അവകാശങ്ങൾക്ക് അപ്പുറമല്ല നിങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു തരം തെളിവുകളും. അതുകൊണ്ട് തന്നെ രോഗിക്ക് ഇനിയൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒരു സ്ഥാപനത്തിനും പിന്തള്ളാൻ കഴിയില്ല. നിങ്ങൾക്ക് അവരുടെ ചികിത്സ എന്താണെന്ന് വെളിവാക്കാതെ ചികിത്സിക്കാൻ കഴിയില്ല. അവരുടെ പബ്ലിക്ലി ഫണ്ടഡ് ആയിട്ടുള്ള ഇത്തരം അപ്പെക്സ് സ്ഥാപനങ്ങൾ ചികിത്സ ഇപ്പോഴും പൈസ വാങ്ങിയോ അല്ലെങ്കിൽ ഇൻഷുറൻസ് കാർഡിന്റെ ബേസിൽ മാത്രമേ നടക്കുന്നുള്ളൂ. അവിടെ ഏതെങ്കിലും തരത്തിൽ ക്രൗഡ് ഫണ്ടിങ് നടത്തി സൗജന്യ ചികിത്സ ഉറപ്പാക്കണം, ഒരു ചെറിയ സെഗ്മെന്റിനെങ്കിലും. അത് മാത്രമല്ല, പല സ്ഥാപനങ്ങളിൽ നിന്നും ഇത്തരം വലിയ സ്ഥാപനങ്ങൾ പഠനങ്ങൾക്കായി തെളിവുകൾ, അതായത് രേഖകൾ, PBCR ഉണ്ടാക്കി അതിനു വേണ്ടിയിട്ട്
ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിൽ വയലേറ്റ് ചെയ്യുന്നത് ഏറ്റവും വലിയ പ്രൈവസിയാണ്. നേരത്തെ എന്താണ് നമ്മുടെ സന്തോഷ് സാറ് പറഞ്ഞതുപോലെ സുകുമാർ അഷിക്കോട് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരു കേസ് കൊടുക്കാനുള്ള വകുപ്പുണ്ടായിരുന്നു. ഒരു രോഗിയുടെ പ്രൈവസി എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനൊരു വേദിയിൽ വെളിപ്പെടുത്താൻ സാധിക്കുന്നതല്ല. ഇതും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് 2-3 കാര്യങ്ങളാണ്. ജില്ലാ പഞ്ചായത്തുകൾക്ക് അവരവരുടെ കീഴിലുള്ള അപ്പെക്സ് സെന്റേഴ്സിൽ അവരുടെ ഭരണ നിയന്ത്രണത്തിൽ ഒരു പങ്കുണ്ടാവണം. തെളിവുകൾ സത്യമാണോ എന്ന് നോക്കാനായിട്ട് തെളിവുകൾക്ക് മുകളിലാണ് മനുഷ്യാവകാശം എന്ന് തീർച്ചയായും ഉറപ്പാക്കണം. 1 വർഷം ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി ചെറിയൊരു തുകയെങ്കിലും ജില്ലാ പഞ്ചായത്തുകൾക്കും ലോക്കൽ സെൽഫ് ഗവൺമെന്റിലും എല്ലാ തലത്തിലും വയ്ക്കാവുന്നതാണ്. ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന തുക ഒരുപക്ഷെ പ്രൈവറ്റിൽ മാത്രം ലഭിക്കുന്ന ചികിത്സ ഉള്ള ജില്ലകൾക്ക് പ്രത്യേകമായും അത് കണ്ടെത്തണം. ഉദാഹരണത്തിന് ഇടുക്കി, പാലക്കാട് പോലുള്ള ജില്ലകൾ അത് പ്രത്യേകമായും കണ്ടെത്തണം. മറ്റു രാജ്യങ്ങളൊക്കെ പല അതർ മെഡിസിനൽ ലൈൻസിനെതിരെ വാർണിങ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അർബുദം മറ്റ് ലൈൻസ് ഓഫ് ട്രീറ്റ്മെന്റിൽ ചികിത്സിക്കാമെന്ന് നാളിതുവരെ തെളിവുകളില്ല. അതുകൊണ്ട് തന്നെ അത്തരം തെളിവുകൾ ക്യാൻസർ നോട്ടിഫയബിൾ ഡിസീസ് ആയതുകൊണ്ട് TBയും HIV എങ്ങനെ നിയന്ത്രിക്കണോ അതുപോലെ നിയന്ത്രിക്കേണ്ടതുണ്ട്. ഒരു പോയിന്റ് കൂടെ പറയുന്നു, പ്രൈവറ്റ് ആശുപത്രികൾ ഒരുപാട് പൈസ നൽകുന്നു എന്ന് വിശ്വനാഥൻ സാറ് പറഞ്ഞ അതേ പോയിന്റിനെയും കൂടെ ഒന്ന് എതിർക്കുന്നു. കാരണം ജില്ലാ ആശുപത്രികളിൽ നമ്മളുടെ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റ് സാധാരണ 10 വർഷം സർവീസ് ഒക്കെ ഉള്ള ഒരാൾക്ക് 1.5 ലക്ഷം 2 ലക്ഷം രൂപയ്ക്കകത്തൊക്കെ ശമ്പളം കിട്ടും. ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ഈ ഇടയ്ക്ക് എൻ്റെ റൂംമേറ്റായ ഒരു സ്പെഷ്യലിസ്റ്റിന്റെ ജോലി കിട്ടിയപ്പം അവർക്ക് പോകാൻ പറ്റാത്തത് തീരെ ശമ്പളം കുറവായതുകൊണ്ടാണ്. അതുകൊണ്ട് പെർ അവർ പേ ആണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സർക്കാർ ഡോക്ടർമാരുടെ പെർ അവർ പേ അത് ഹെൽത്ത് സർവീസിലും മെഡിക്കൽ എഡ്യൂക്കേഷനിലും നാളിതുവരെ എല്ലാ പ്രൈവറ്റ് സ്ഥാപനങ്ങളും കൊടുക്കുന്നതിലും വളരെ വളരെ കൂടുതലാണ്. ചോദ്യവുമായി ബന്ധപ്പെട്ട് 4 പേരാണ് പേര് സമർപ്പിച്ചിട്ടുള്ളത്. ജോൺസൺ NP, ദീപു RV, ഡോക്ടർ ജയരാജൻ V. സർ ചോദിക്കാം. ഞാൻ പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ആരോഗ്യ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സജഷൻസ് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. പൊതുജനാരോഗ്യത്തിന്റെ ബാക്കിയുള്ള ഒരു 4 പേരുണ്ട്. അതിലൊരാളാണ്. 2 മിനിറ്റ് മതി. പബ്ലിക് ഹെൽത്തിന്റെ ഒരു കാര്യം കുറച്ച് പേര് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ നോട്ട്സാണ് ഞാൻ എഴുതി കൊടുത്തത്. ഉത്തരം കൊടുത്തിട്ടുണ്ട് മാഡം. അപ്പം പിന്നെ അപ്പോൾ ക്രോഡീകരിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ പറയാനുള്ള 1-2 മിനിറ്റ് കൊണ്ട് ഞാൻ പറയാം. നമ്മൾ ആരോഗ്യരംഗത്ത് ആരോഗ്യവകുപ്പിൽ പറഞ്ഞാൽ നമ്മൾ ഒരു ഗ്രാസ് ലെവലിൽ നോക്കുമ്പോൾ സബ് സെൻ്ററുകൾ 5408 അപ്പം നമ്മൾ അവിടെ എന്താണ് അത്യാവശ്യമായി ചെയ്യേണ്ടത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. എനിക്ക് തോന്നുന്നത് JHI JPHN 1:1 ആക്കിയാൽ നന്നായിരിക്കും. പിന്നെ PSCയിൽ എന്ന് പറഞ്ഞാൽ നിലവിലെ നമുക്ക് PSCകൾ 852 PSCകളുണ്ട്. അതായത് ഓർക്കേണ്ടത് പറഞ്ഞാൽ 1283 സ്ഥാപനങ്ങളിൽ 852 PSCകളാണ്. അപ്പോൾ ഈ PSCകളിൽ ആർദ്രം മിഷന്റെ ഭാഗമായിട്ട് വൈകുന്നേരം വരെ OP ആക്കിയിട്ടുണ്ട്. ആ OP മുടക്കം വരുന്നുണ്ടോ? ആ മുടക്കം വരുമ്പം സാറ് സജഷൻസ് മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ അതിലെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് പിന്നെ ഇപ്പൊ ഈ നിലവിലെ സ്റ്റാഫ് പാറ്റേൺ വെച്ചിട്ട് വൈകുന്നേരം OP കണ്ടക്ട് ചെയ്യാൻ പാടാണ്, മുടങ്ങുന്നുണ്ട്. ജനങ്ങൾക്കും ബോധ്യമാണ്, ജീവനക്കാരും ബോധ്യമാണ്, വരുന്ന രോഗിക്കും ബോധ്യമാണ്, LSTDക്കും ബോധ്യമാണ്. പിന്നുള്ളത് നമ്മൾ മെന്റൽ ഹെൽത്ത് സെന്റർ, അവിടെ പറഞ്ഞാൽ നമ്മൾ മിക്കവാറും ഡിസ്ചാർജ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത് പേഷ്യന്റിനെ. ഇവരൊരിക്കലും പോയിട്ട് മരുന്ന് കഴിക്കുന്നില്ല. അപ്പോൾ ഒരു റിഹാബിലിറ്റേഷൻ്റെ അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പിന്നെ മെഡിസെപ്പിന് പാക്കേജ് കുറവാണ്. മെഡിസെപ്പിൻ്റെ പാക്കേജ് വളരെ കുറവായിട്ടാണ് കാണുന്നത്. അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. പിന്നെ പബ്ലിക് ഹെൽത്ത് കേഡർ നമ്മൾ പണ്ടേ പറഞ്ഞാണ്, 2018 അതിൻ്റെ ഒരു പ്രപ്പോസൽ കരട് കൊടുത്തതാണ്. ഇതുവരെ നടപ്പായിട്ടില്ല. അത് നടപ്പാക്കേണ്ടത് PSC തൊട്ടിട്ട് തന്നെ വേണം, ബ്ലോക്ക് PSC തൊട്ടിട്ട് പോരാ. ഓക്കെ. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ
അതിനൊരു മറുപടി പറയാം. ഓഫ് എക്സലൻസിൽ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, മാഡം, സെന്റർ ഓഫ് എക്സലൻസുകൾ ഉണ്ടാവുന്നതിലല്ല, അങ്ങനെയുള്ള സെന്ററുകളുടെ നേതൃത്വ സ്ഥാനത്തിരിക്കുന്നവരുടെ നേതൃപാടവം പരിശോധിക്കേണ്ടതുണ്ട്. അല്ലാതെ അവര് ക്രൈസിസ് മാനേജ്മെന്റ് മാത്രം ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ സെന്റർ ഓഫ് എക്സലൻസുകൾ നന്നായി മികവുറ്റ സ്ഥാപനങ്ങളായി മുന്നോട്ട് കൊണ്ടുപോകാനോ അത് നിലനിർത്താനോ ഒരു പക്ഷേ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അത്തരം സ്ഥാപനത്തിന്റെ നേതൃസ്ഥാനം വളരെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്ത് മാത്രം കൊടുക്കാവുന്നതാണ്. ഒരു കാര്യം പറയാനുള്ളത്, ദിവ്യ മാഡം എന്നെ എക്സാമ്പിൾ ചോദിച്ചായിരുന്നു, പറഞ്ഞായിരുന്നു തീപ്പെട്ടി കമ്പനിയെന്ന്. അപ്പൊ എല്ലാരും നോക്കുന്ന എനിക്ക് തീപ്പെട്ടി കമ്പനിയുണ്ട്, എനിക്ക് തീപ്പെട്ടി കമ്പനി ഒന്നും ഇല്ല. എൻ്റെ പേര് അക്കീം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ സ്കൂൾ ലെവലിൽ യൂത്ത് ഫെസ്റ്റിവൽ, ആർട്സിന്റെ ഫെസ്റ്റിവൽ ഉണ്ട്, സ്പോർട്സ് ഫെസ്റ്റിവൽ ഉണ്ട്. അതുപോലെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടൊരു ആരോഗ്യ സെമിനാർ എല്ലാ വർഷം എല്ലാ സ്കൂളിലും സംഘടിപ്പിക്കണമെന്നാണ് പറയാനുള്ളത്. ആരോഗ്യവകുപ്പും വിദ്യാഭ്യാസ വകുപ്പും യോജിച്ചിട്ട് എല്ലാ വർഷവും എല്ലാ സ്കൂളിലും ഒരു ആരോഗ്യ സെമിനാറുകൾ സംഘടിപ്പിച്ചാലേ കുട്ടികൾക്ക് ആരോഗ്യമുള്ള ബോധമുള്ള ആൾക്കാരാക്കി. എല്ലാ ചെറിയ ക്ലാസ് തൊട്ടിട്ട് വലിയ ക്ലാസ് വരെ ഉള്ളത് ഡിവിഷൻ വൈസോ അല്ലെങ്കിൽ 2-3 സെക്ടർ വൈസോ ആരോഗ്യ സെമിനാറുകളോ ആരോഗ്യ എക്സ്പീരിയൻസോ സംഘടിപ്പിക്കേണ്ടതാണ്. പേര് അക്കീം. ഡെസിഗ്നേഷൻ ഏബിൾ ക്യൂർ ഹെൽത്ത് കെയർ. ഞാൻ മാത്രം ഇവിടെ പ്രൈവറ്റ് സ്ഥാപനത്തിൽ നിന്നുള്ള ഒരാളുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ മറ്റേ വിഷൻ പരിപാടിക്കും വന്നിട്ടുണ്ടായിരുന്നു. ഒരുവിധം എല്ലാ ആരോഗ്യ പരിപാടികളിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ കേരള ഗവൺമെന്റ് ആലോചിക്കുന്ന പ്രിവെൻഷൻ ബേസ് ചെയ്ത് ഞങ്ങൾ 2017 സ്റ്റാർട്ട് ചെയ്ത ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. പ്രിവെൻഷനെ ബേസ് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും ഞങ്ങൾ പ്രൈവറ്റ് സെക്ടറിൽ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഏകദേശം 50,000 ആൾക്കാരെ, ജസ്റ്റ് 50,000 ആൾക്കാരെ വീട്ടിൽ പോയിട്ട് 4 വർഷം കൊണ്ട് സർവീസ് ചെയ്ത ഒരു കമ്പനിയാണ് ഏബിൾ ക്യൂർ എന്ന് പറയുന്നത്. മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് കമ്പനി ഉള്ളത്. ഒന്ന് എഴുതി കൊടുക്കണേ. അത് ജിജേഷ് PR. കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആരോഗ്യവും പബ്ലിക്കുമായിട്ടുള്ള ഭയങ്കര പ്രശ്നം വരുന്നുണ്ടല്ലോ, പൊതുജനങ്ങളുമായിട്ടുള്ള സംഘർഷങ്ങൾ ആരോഗ്യ മേഖലയിൽ. അതിലൊരു പ്രധാന പ്രശ്നം എനിക്ക് തോന്നുന്നത്, സ്വകാര്യ മേഖലയിൽ ചിലപ്പോൾ കൂടുതൽ രോഗികൾ വരുന്നതുകൊണ്ട് തന്നെ ഗവൺമെന്റ് സർവീസുകളിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവാം. പക്ഷെ എനിക്ക് തോന്നുന്നു മിക്കവാറും പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രികളിൽ PR കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ പേഷ്യന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രശ്നങ്ങളിലും. അതേസ്ഥാനത്ത് പൊതുജനാരോഗ്യ സംവിധാനത്തിൽ ഈ പേഷ്യന്റ് കൗൺസിലിങ്ങിന്റെ രീതിയിൽ കാര്യക്ഷമമായ രീതിയിലെ കമ്മ്യൂണിക്കേഷൻ നടക്കാത്തതാണ് ഒരു പ്രധാന പ്രശ്നം. പിന്നെ മറ്റൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയകൾ കേരളത്തിൽ ആരോഗ്യത്തിന് ഏറ്റവും വലിയ ഭീഷണിയായി പ്രവർത്തിക്കുന്നത് പലതരത്തിലുള്ള മാധ്യമങ്ങളാണ്. മുഖ്യധാരാ മാധ്യമങ്ങൾ മാത്രമല്ല, നവമാധ്യമങ്ങളും. എന്നിട്ട് ഇതിന് എനിക്ക് വന്ന് അത് വലിയ പ്രയോജനമൊന്നുമില്ല. കച്ചവടത്തിന് വേണ്ടിയിട്ട് മഹാകളവ് അവർ എഴുതിക്കൊണ്ടിരിക്കും. പക്ഷെ എന്നാലും ഈ പ്രസ് ഫോറം അതുപോലെയുള്ള മീഡിയ ജേർണലിസ്റ്റുകളുടെ ഒരു അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് പോലെ സംഘടിപ്പിച്ചാൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് പോലും അവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു ശേഷിയെങ്കിലും ഉണ്ടാവും. എന്നാൽ ആ രീതിയിൽ ഒരു ആരോഗ്യ വിദ്യാഭ്യാസം മീഡിയ രംഗത്ത് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു വ്യത്യാസം ഉണ്ടാവും. പക്ഷേ കച്ചവടത്തിന് വേണ്ടിയിട്ട് കളവ് തുടരും. അതിൽ വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് എന്നാലും ചെറിയ വ്യത്യാസം, ഡോക്ടർമാർ പറയുന്ന കാര്യം എന്താണെന്ന് പോലും തിരിച്ചറിയാനുള്ള ഒരു ശേഷിയെങ്കിലും ഉണ്ടാവും. ഒരു മിനിറ്റ്, ജിജേഷ് PR നേരത്തെ ചോദിച്ചിരുന്നു, മൈക്ക് കൊടുക്കും. ജിജേഷ് PR, അദ്ദേഹത്തിന്റെ സുബേർ. ഡെസിഗ്നേഷൻ പറയണേ. ഡെസിഗ്നേഷൻ റിട്ടയർഡ് ഫാർമസ്. സർ, ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ ജിജേഷ് മെഡിക്കൽ കോളേജ് ജീവനക്കാരനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ രണ്ട് അഭിപ്രായങ്ങൾ ഒരു വിഷയത്തിൽ വരികയാണ്. ഒന്ന്, ഈ ഡോക്ടേഴ്സിന്റെ ശമ്പളം നമുക്ക് പ്രൈവറ്റ് മേഖലയിലെ ശമ്പളം കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നൊരു വിഷയം വരികയാണ്. പക്ഷെ അതിന് മറ്റൊരു കാര്യം ഇവിടെ വന്നത്, ഈ നൽകുന്ന ശമ്പളത്തിന് അവർ ജോലി ചെയ്യുന്നുണ്ടോ എന്നൊരു പരിശോധന നമ്മുടെ ആരോഗ്യ വിജിലൻസ് സംവിധാനം കാര്യക്ഷമമായി ഇവിടെ പ്രവർത്തിക്കുന്നില്ല എന്നത് തന്നെയാണ്. അതുകൊണ്ട് അടിയന്തരമായും സർക്കാർ ചെയ്യേണ്ടത് ആരോഗ്യ വിജിലൻസ് സംവിധാനം വളരെ കാര്യക്ഷമമായിട്ട് നമ്മുടെ മെഡിക്കൽ കോളേജുകളിലും താലൂക്ക് ജില്ലാ ആശുപത്രികളിലും ഉണ്ടാവണം എന്ന് തന്നെയാണ്. മറ്റൊന്ന്, ഇപ്പൊ സ്വകാര്യ ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം PRO സംവിധാനം കാര്യക്ഷമമായിട്ടുണ്ട്. ഇപ്പൊ സാർ അത് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ നമ്മുടെ മെഡിക്കൽ കോളേജുകളിലെ ജീവനക്കാരുടെ പെരുമാറ്റത്തെ സംബന്ധിച്ച് അവർക്ക് ഇപ്പൊ ഈ നമ്മുടെ പൊതുജനങ്ങളുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് സംബന്ധിച്ച് ചിലർക്ക് എത്ര പറഞ്ഞാലും ബോധ്യപ്പെടില്ല. പക്ഷേ ഒരു സ്റ്റാറ്റ്യൂട്ടറി ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് പോയി കഴിഞ്ഞാൽ അത് എന്തായാലും സർവീസിനെ ബാധിക്കും എന്ന നിലയിലേക്ക് പോയി കഴിഞ്ഞാൽ അതുകൂടി നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ജനങ്ങളും നമ്മുടെ ജീവനക്കാരും തമ്മിലുള്ള അകലം കുറക്കാനും നമ്മുടെ ആശുപത്രികളിലേക്ക് വളരെ വേവലാതിയൊന്നും ഇല്ലാതെ ജനങ്ങൾക്ക് കയറി ചെല്ലാനും പറ്റുമെന്നതാണ് രണ്ട് അഭിപ്രായങ്ങൾ പറയാനുള്ളത്.
3 പേര് കൂടെ കൈ ഉയർത്തിയിട്ടുള്ളൂ. അദ്ദേഹം ആദ്യം പേര്. എൻ്റെ പേര് ഡോക്ടർ സോമസുന്ദരൻ, ഫിസിഷ്യൻ, കാലിക്കറ്റ്. അതെ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധപ്പെടുത്താനുള്ള ആർദ്രം അതുപോലെ ലൈഫ് മിഷൻ നല്ല പദ്ധതികൾ സർക്കാർ മുന്നോട്ട് വെച്ച നല്ല അഭിപ്രായം ഉണ്ടാക്കുമ്പോഴും ഈ കേരളത്തിലെ ഒരു റോഡ് സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇത് ക്രോസ് ലൈനിങ് ഇല്ല എന്നുള്ളത്, സീബ്ര വരകൾ പലയിടത്തും ഇല്ല എന്നുള്ളതും അത് പലപ്പോഴും നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നു. അതുകൊണ്ട് കേരളത്തിൽ ആക്സിഡന്റ് കൂടുന്നുണ്ട്. അപ്പോൾ ഹൈക്കോടതിയുടെ കർശന നിയന്ത്രണം ഉണ്ടായിട്ടും ഇതുവരെ അതിൽ വേണ്ട നടപടികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ബൽസാറിനെ ശ്രദ്ധപ്പെടുത്തി. അത് പൊതുജനാരോഗ്യമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞതേ ഉള്ളൂ. സർ മൈക്ക് അവിടെ കൊടുക്കാം. മൈക്ക് അവിടെ കിട്ടിയല്ലോ. ഈ ചികിത്സാ സംവിധാനങ്ങളെ കുറിച്ച് പറയും. പേര് സന്തോഷ്, PK സന്തോഷ്. ഞാൻ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് അസോസിയേഷന്റെ ഭാരവാഹിയാണ്. ഈ ചികിത്സാ സംവിധാനങ്ങളെ കുറിച്ച് ഒരു ചർച്ച നടക്കുന്ന സമയത്ത് നേരത്തെ ഇവിടെ അവതരിപ്പിക്കപ്പെട്ട പ്രസന്റേഷനകത്ത് ഒരാൾ സൂചിപ്പിക്കുകയുണ്ടായി നമ്മുടെ ഔഷധ ചെലവിനെ കുറിച്ച്. ഇവിടെ നടന്നിട്ടുള്ളൊരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ചികിത്സാ ചെലവിന്റെ ഏകദേശം 70% ഫാർമസി ബില്ലാണെന്നാണ്. അത് ഇത് ഈ ചർച്ചയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയില്ല എന്നുള്ളതൊരു പോരായ്മയാണ്. നമുക്കറിയാം, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔഷധ ലഭ്യത ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം നടത്തുന്നതിനുള്ള മറ്റു മാർഗങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ ഒരു ഏകോപന പോരായ്മയുണ്ട്. കേരളത്തിൽ ഇത്രയധികം മരുന്നുകൾ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നമ്മളൊരു KSDPL മാത്രം നിൽക്കുകയാണ്. KSDPLും കേരളത്തിലെ ഗവൺമെന്റ് ആശുപത്രികളും തമ്മിൽ മരുന്ന് ഉൽപാദനവും വാങ്ങലും തമ്മിലുള്ള ഒരു ബന്ധം ഏകോപിപ്പിക്കുന്നതിൽ കാര്യമായിട്ടുള്ള പോരായ്മകൾ നിലനിൽക്കുന്നുണ്ട്. ഇനി KMSCL ഉൾപ്പെടെയുള്ള ആളുകൾ മരുന്നുകൾ സപ്ലൈ ചെയ്യാൻ വേണ്ടി നിലവിലുള്ള സംവിധാനമാണെങ്കിൽ അതിന്റെ പ്രൊക്യൂർമെന്റ് വളരെ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. അത് കാര്യമായിട്ടുള്ള നമുക്കറിയാം, മരുന്ന് വിലയുടെ ഉൽപാദന ചെലവും അതിന്റെ പരമാവധി വിലയും തമ്മിൽ വലിയ അന്തരമുള്ളതാണ്. ആ അന്തരം കണക്കിലെടുത്തുകൊണ്ട് മാനുഫാക്ചർമാരും മാത്രമായി അത്തരം കരാറുകൾ ഉണ്ടാക്കുന്നതിന് നല്ല ശ്രദ്ധ വേണം. ആവശ്യമുള്ള മരുന്നുകൾ അത്ര ലഭ്യമാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നാം പറയാനുള്ളത്. ഈ ഔഷധത്തിന്റെ മേഖലയിൽ തന്നെ എടുത്തുകൊണ്ട് KSDPLനെ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വലിയൊരു സംവിധാനമായി, ഫാക്ടറി സംവിധാനമായി വളർത്താനും നമ്മുടെ OPയിൽ കാണുന്ന ആളുകളുടെ റീപർച്ചേസ് വേണ്ടിയിട്ടുള്ള വിതരണ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടിയുള്ള ഒരു ആലോചന വേണ്ടതാണ് എന്നാണ് പറയുന്നത്. അവസാനത്തെ ചോദ്യമാണെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ പേര് VT നാസർ, ഞാനൊരു പൊതുജനാരോഗ്യ പ്രവർത്തകനാണ്. പറയാനുള്ളത്, നമ്മുടെ ഈ ചർച്ചയിൽ കേരളത്തിൽ സർ പേര് VT നാസർ കോഴിക്കോട്. നമ്മുടെ ഈ ചർച്ചയിൽ കേരളത്തിൽ വലിയ തോതിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന അശാസ്ത്രീയമായ ചികിത്സാ സംവിധാനങ്ങളെ കുറിച്ചുള്ള ഒരു ഇത് വന്നില്ല. കോഴിക്കോട് ജില്ലയിൽ മാത്രം ഞങ്ങൾ ഈ ക്യാപ്സൂളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു 10ഓളം സെന്ററുകളിൽ വലിയ തോതിലുള്ള ചികിത്സ രോഗികളെ വലിയ തോതിൽ ചൂഷണം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ക്യാൻസർ മാറ്റിക്കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ, മുട്ടുവേദന, തലവേദന, നട്ടൽ സംബന്ധമായ ഇങ്ങനെ തുടങ്ങി പക്ഷാഘാതം തുടങ്ങിയിട്ടുള്ള എല്ലാ ചികിത്സകളും നടക്കുന്ന ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ആയുഷ് മേഖലയിലാണ് ഇത് വ്യാപകമായിട്ട്. ആയുഷ് എന്ന് പറഞ്ഞാൽ അവർ ആയുഷ് എന്ന് പേരിടുന്നു. അത് ശരിക്കും തടയേണ്ടത് ആയുഷ് മേഖലയിലുള്ള ആളുകൾ തന്നെയാണ് ഇത്തരം അശാസ്ത്രീയമായിട്ടുള്ള ചികിത്സാ സംവിധാനത്തെ നേരിടേണ്ടത്. ഇത് ഒരു മോണിറ്ററിംഗ് സംവിധാനം ഉണ്ടാകണം എന്നുള്ളതാണ് കർശനമായ. ഇത് അവർ വാങ്ങിക്കുന്ന ഒരു പേഷ്യന്റിന്റെ അടുത്തുനിന്ന് വാങ്ങിക്കുന്നത് 5000 ഉറുപ്പിക മുതൽ മേലോട്ടാണ് പല സെന്ററിൽ. മുജൂന്നൊക്കെ ഒരു പുതിയ സെന്റർ വന്നിട്ടുണ്ട്. ഞാൻ അതിനെപ്പറ്റി കുറച്ച് വിവരം ശേഖരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ഹെൽത്തിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ച ഗൗരവമായി കേരളത്തിൽ നടക്കേണ്ടതുണ്ട്. അത് നേരത്തെ സുബൈർ പറഞ്ഞതിന്റെ ഒരു തുടർച്ചയായിട്ട് നമ്മൾ അത് കാണേണ്ടതുണ്ട്. സർക്കാർ സംവിധാനത്തിലുള്ള ഒരു കാര്യമായിട്ട് അത് ഗൗരവമായിട്ട് എടുക്കണം. കേരളത്തിലെ വലിയൊരു പ്രശ്നമാണല്ലോ മെന്റൽ ഹെൽത്ത്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ച നമുക്ക് വേണ്ടതായിരുന്നു. അത് ഇതിൽ വന്നിട്ടില്ല. ഇപ്പം ഈ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ അതുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ വ്യാപകമായി പ്രസവ പരിചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രസവിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ അവിടുന്ന് പ്രസവിച്ച ഉടനെ തന്നെ പോകുന്ന സെന്റേഴ്സുകളുടെ സ്പാ പോലെ തന്നെ വ്യാപകമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതും ഒരു അശാസ്ത്രീയമായിട്ടുള്ള രീതിയാണ്. അതൊരു പരിഗണനക്ക് എടുക്കേണ്ടതാണ്. ചോദ്യങ്ങളൊന്നും അല്ല, നിർദ്ദേശങ്ങളൊന്നും ഇല്ലെന്ന് അനുമാനിച്ചുകൊണ്ട് അവസാനത്തെ അഭിപ്രായമായിരിക്കും. ഈ ആയുഷ് മേഖലനെ പറ്റി ഈ വ്യാജ ചികിത്സയുടെ ഒരു അഭിപ്രായം പറഞ്ഞുകൊണ്ട് പറഞ്ഞാണ്. ഇപ്പം വ്യാജ ചികിത്സയെ പ്രോത്സാഹിപ്പിക്കാൻ ആയുഷിന് യാതൊരു താല്പര്യമില്ല.
പക്ഷെ ആയുഷിന്റെ ഒരു പരിമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 കോടി രൂപ ഭാരതീയ ചികിത്സാ വകുപ്പിനും 25 കോടി രൂപ ഡയറക്ടറേറ്റ് ഓഫ് ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷനും തരുമ്പോൾ അത് വെച്ച് മാൻ പവർ ഇപ്പം കഴിഞ്ഞ 2 വർഷത്തെ എൻ്റെ ഒരു ചികിത്സാനുഭവം വെച്ചിട്ട് 5 CL മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം അത്രത്തോളം മാൻ പവർ ഇല്ല. പിന്നെ ഞങ്ങൾക്ക് DMOയ്ക്ക് പോയിട്ട് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ റെയ്ഡ് ചെയ്യാനുള്ള അധികാരവും ഇല്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വളരെ പരിമിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ വകുപ്പ് നിന്നു പോകുന്നത്. അതിന്റെ കൂടെ ഇപ്പം നമ്മുടെ പുരോഗമന സർക്കാർ ഇപ്പം പാരമ്പര്യ വൈദ്യ കമ്മീഷനെ രൂപീകരിക്കാൻ വേണ്ടി ബഡ്ജറ്റിൽ ഫണ്ടും കൊടുത്തു. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ ഒരു റെയ്ഡിലേക്ക് പോകുമ്പോൾ ഈ പാരമ്പര്യ വൈദ്യ കമ്മീഷനും ബാക്കിയുള്ളവരും ചെന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ കമ്മീഷൻ ഉണ്ട്, ഞങ്ങളെ നിലനിൽക്കുന്ന സിസ്റ്റം ആണെന്നൊക്കെ പറയുമ്പോൾ വലിയൊരു കോൺഫ്ലിക്റ്റ് ഇതിനകത്ത് വരുന്നുണ്ട്. ഒന്നേ ഇതിനകത്ത് മാൻ പവർ ഇല്ല, HR ഇല്ല, ഫണ്ട് ഇല്ല, റിസർച്ച് നടത്താനുള്ള യാതൊരു തരത്തിലുള്ള ഫെസിലിറ്റീസോ സെന്റേഴ്സോ ഒന്നുമില്ല. ഇപ്പോഴാണ് ഒരു റിസർച്ച് സെന്ററിന്റെ തറക്കല്ലിട്ടത് തന്നെ. എന്നാൽ പോലും 25 കോടിയാണ് ബഡ്ജറ്റും കിട്ടുന്നത്. അപ്പം ഞങ്ങൾക്ക് ഇതിനെ പ്രതിരോധിക്കാനുള്ള യാതൊരു സംവിധാനവും ഇല്ല. അപ്പം ഇത് സിസ്റ്റം ഫ്രം പ്ലിൻറ്റ് ടു പാരാമൗണ്ട് ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയതിന് ശേഷം ഈ പാരമ്പര്യ വൈദ്യന്മാരെ പ്രതിരോധിക്കാനേ പറ്റുള്ളൂ. ഈ പറയുന്ന പോസ്റ്റ് നാറ്റൽ കെയറിൽ ഉൾപ്പെടെ ഇവർ ഇടപെടുന്നുണ്ട്. അതിനെ മാറ്റണമെങ്കിൽ DMOയ്ക്ക് ഉൾപ്പെടെ കൃത്യമായ ഫെസിലിറ്റി വിത്ത് വെഹിക്കിൾ, വിത്ത് മാൻ പവർ, വിത്ത് സിസ്റ്റം ഓഫ് മെഡിക്കൽ ഓഫീസേഴ്സിനെ കൊടുത്തുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഈ 941 പഞ്ചായത്തിലെ ഈ പറയുന്ന ആയുർവേദ മെഡിക്കൽ ഡോക്ടർമാരെ കൊണ്ട് ഇതിനെ ഒന്നും തുടച്ചു നീക്കാൻ പറ്റൂല. അതിന് നമ്മുടെ സിസ്റ്റം ഇപ്പം കേപ്പബിൾ അല്ല. സർ, ഞാൻ ഇവിടെ എഴുന്നേക്കാൻ പറ്റുമെന്നറിയില്ല. ഞാൻ റിട്ടയർഡ് ഹെഡ്മാസ്റ്ററാണ്, ഒരു സ്കൂളിലെ ഹെഡ്മാസ്റ്ററാണ്. എൻ്റെ പേര് സോജൻ വർഗീസ്. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ഇവിടെ ചർച്ചയുടെ ഭാഗമായിട്ട് വന്നപ്പോൾ 1-2 ആൾക്കാർ ഈ മാനസിക നിലയെക്കുറിച്ച് സംസാരിക്കണം, അത് നമ്മുടെ ഇതിനകത്ത് പെട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പിന്റെ ഭാഗമാണ്. മൈൻടെക് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ മൈൻടെക് ആയിട്ട് രജിസ്റ്റർ ചെയ്തൊരു സ്റ്റാർട്ടപ്പിന്റെ ഭാഗമാണ്. പാലന ന്യൂറോസിങ്ക് എന്നാണ് അതിന്റെ പേര്. ഇപ്പോൾ എല്ലാവരും ഡോക്ടർമാരായതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റുമെന്നറിയില്ല. നമ്മുടെ ബ്രെയിൻ വേവ്സിനെ സ്വാധീനിക്കാൻ പറ്റിയ ഒരു യൂണിക് സൗണ്ട് ട്രാക്ക് കണ്ടെത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ക്ഷണം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ വന്നത്. യഥാർത്ഥത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ള ഇതാണ്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ള ഒരു സന്ദേശം യഥാർത്ഥത്തിൽ ഡോക്ടർമാർ തന്നെ ചികിത്സയെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപ് രോഗം വരാതിരിക്കാനുള്ള സാധ്യതകളെ കുറിച്ച് രോഗികളെ ബോധ്യപ്പെടുത്തണം. അതിനുള്ള ഒരു ശ്രമം കൂടി ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതൊരു മൊബൈൽ ആപ്പാണ് കേട്ടോ, പാലന ന്യൂറോസിങ്ക്. നിങ്ങളെല്ലാവരും അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. രോഗികൾക്ക് നിർദ്ദേശിച്ചാൽ ഒരുപാട് ഗുണമുണ്ടാവുന്ന ഒരു സാധനമാണ്, ഇന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. പറഞ്ഞേക്കട്ടെ. നമ്മുടെ ഈ ചടങ്ങിന് ഇന്ന് അധ്യക്ഷത വഹിച്ചത് എത്രയും സ്നേഹം നിറഞ്ഞ ബഹുമാന്യനായ ഡോക്ടർ B. ഇക്ബാൽ സാറാണ്. സാറിന് സാർ സമ്മറൈസ് ചെയ്യും. രണ്ട് കാര്യങ്ങൾ ഒരു ഓവറാർച്ചിങ് ഇഷ്യൂ ആയിട്ട് പറയാണ്. ഒന്ന്, നമ്മളിതെല്ലാം കഴിഞ്ഞു. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ കേരള ഹാസ് ടു റെഡ്യൂസ് മോർബിഡിറ്റിയും ആരോഗ്യ ചെലവും കുറച്ചുകൊണ്ട് കേരളത്തിന് ഇനി മുന്നോട്ട് പോകാൻ പറ്റും. കേരളത്തിൻ്റെ മോർബിഡിറ്റി എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ പറഞ്ഞ് എന്നാൽ ആ പ്രയോഗം തന്നെ തെറ്റാണ്. നമ്മുടെ ദീർഘസ്ഥായി രോഗങ്ങൾ, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നതാണ് ശരി. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് വെരി ഹൈ, ഡയബറ്റിക് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഇപ്പോൾ ക്യാൻസറിൻ്റെ കാര്യത്തിൽ പോലും ദിവ്യ ഈ മിഡിൽ ഏജ് വിമൻ അല്ലെ, CA ബ്രസ്റ്റ് ഈസ് ഇൻക്രീസിങ് ബിക്കോസ് ഓഫ് ഓവർ വെയ്റ്റ്. അബ്ഡോമിനൽ ഫാറ്റ് ഈസ് ആക്ടിങ് ആസ് എ കാർസിനോജൻ. ഓൾ ഫോംസ് ഓഫ് ഇൻഫെക്ഷസ് ഡിസീസസ്, റീഎമേർജിങ് ഇൻഫെക്ഷസ് ഡിസീസസ്, ന്യൂലി എമേർജിങ് ഇൻഫെക്ഷസ് ഡിസീസസ് എല്ലാം കേരളത്തിൽ വ്യാപകമായിട്ട് കാണപ്പെടുന്നുണ്ട്. DHS ഡേറ്റ നോക്കിയാൽ നമ്മൾ ഞെട്ടിപ്പോവും. അതിനിടെ റേബീസ് വന്നു, അമീബിക് ബ്രെയിൻ ആപ്സസ്, എൻസെഫലൈറ്റിസ്. പിന്നെ ഇവിടെ പറയാത്തൊരു ട്രോമ.
എവരി ഡേ 10+. ഞാൻ 30 വർഷം ട്രോമാ രോഗികളെ ചികിത്സിച്ച മനസ്സ് മരവിച്ച ഒരാളാണ്. 10+ പേഷ്യൻസ് ആർ ഡൈയിങ് എവരി ഡേ ഓൺ അവർ സ്ട്രീറ്റ്. അതിൻ്റെ 10 ഇരട്ടി ആളുകൾ ഗ്രീവിയസ് ഹാർട്ട്. അവർക്ക് പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് പോലും അറിഞ്ഞുകൂടാ. 40,000 പേരോളം, ഏതാണ്ട് 4,000 പേര് മരണമായി. മെന്റൽ ഹെൽത്ത് ദ വേഴ്സ്റ്റ് ഇൻ ഇന്ത്യ. കേരളത്തിലെ മെന്റൽ ഹെൽത്ത് സ്റ്റാറ്റസ് ആൻഡ് ഇറ്റ് ഈസ് ഇൻക്രീസിങ്. മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ സബ്സ്റ്റൻസ് അബ്യൂസ്, ആൽക്കഹോളിസം, സൂയിസൈഡ്, വയലൻസ്, ആന്റി സോഷ്യൽ ബിഹേവിയർ അക്രോസ് ഏജ് ഗ്രൂപ്പ്സ് കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ട് വരുന്ന സാമൂഹ്യ തിന്മകളുടെ ഒക്കെ അടിസ്ഥാന കാരണങ്ങൾ ഒന്ന് മാനസിക രോഗം കൂടെയാണ്. നോക്ക്, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഈ കേരള ആരോഗ്യ മാതൃക, കേരളം ലോകത്തിന് മുമ്പിൽ എന്നൊന്നും ദയവായിട്ട് പറയരുത്. കാലഹരണപ്പെട്ട 1-2 ഇൻഡിക്കേറ്റർ വെച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇപ്പൊ IMR അല്ലെങ്കിൽ മെറ്റേണൽ മോർട്ടാലിറ്റി അത് അക്രോസ് ഈവൻ ഇന്ത്യൻ സ്റ്റേറ്റ്സ് മെച്ചപ്പെട്ടുകൊണ്ട് തന്നെ ആയിരിക്കുന്നത്. പക്ഷേ നമ്മൾ പുതിയ ചില ഇൻഡിക്കേറ്റർ കൊണ്ടുവരാന്നിരിക്കട്ടെ. ഇപ്പം മെന്റൽ ഹെൽത്ത് ഏറ്റവും മോശമായത് നമ്മളൊരു ഇൻഡിക്കേറ്റർ ആയിട്ടുള്ള ഒരു നെഗറ്റീവ് വെയിറ്റേജ് കൊടുക്കാന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ എത്ര പേരെ പട്ടി കടിച്ച് മരിക്കുന്നു, തെരുവ് നായകളുടെ ആക്രമണം കൊണ്ട് എത്ര പേര് മരണമടയുന്നു, ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് വെക്കാന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ലെപ്റ്റോസ്പൈറോസിസ്, H1N1 കേരളത്തിൻ്റെ പെട്ടെന്ന് താഴോട്ട് വരും. കേരളം ബി വൺ ഓഫ് ദി മോസ്റ്റ് ഏറ്റവും മോർബിഡിറ്റി ഉള്ള ഒരു സ്റ്റേറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അതൊന്ന്. രണ്ടാമത്തത്, ആരോഗ്യ ചെലവ് വർദ്ധിക്കുന്നത് മോർബിഡിറ്റി വർദ്ധിക്കുന്നതിന്റെ ഭാഗമായിട്ടും കൂടെയാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിൽ കടക്കുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ മോർബിഡിറ്റി പരിഹരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റൂ. ചെറിയ ചില്ലറ പരിപാടികളുണ്ടോ നടക്കാൻ പോകുന്നില്ല. അമച്വറിഷ് ആയിട്ടുള്ള പരിപാടികളുണ്ടോ നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ NCD കൺട്രോൾ എന്നുകൊണ്ട് ചെറിയ ചില പരിപാടികൾ നടത്തുക. അത് കഴിഞ്ഞ് ഇപ്പോൾ വിചിത്രമായ ഒരു പേര് ഇപ്പം അടുത്ത ദിവസം Y4 അല്ലെ വെൽനസ്, വാട്ട് ഇസ് മെൻ ബൈ ദാറ്റ്. അല്ലെ കുറെ സ്കൂളുകളിൽ ജംബോ നൃത്തം നടത്തുക. അങ്ങനെയൊന്നും നമുക്ക്, അല്ലെ കുറച്ച് യോഗാ ദിനത്തിന് യോഗ ആചരിക്കുക, അങ്ങനെയൊന്നും മോർബിഡിറ്റി കുറയ്ക്കാൻ പറ്റത്തില്ല. വി ഹാവ് ടു സ്റ്റാർട്ട് എ മാസ് ക്യാമ്പയിൻ. ഇതിനെല്ലാം കോംപ്രിഹെൻസീവ് ആയിട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തുടക്കത്തിൽ ഞാനിവിടെ പറഞ്ഞു, എല്ലാ വികസന കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട ഔട്ട്കം എന്ന് പറയുന്ന ഒരു മാസീവ് പ്രോഗ്രാം നമ്മൾ അനൗൺസ് ചെയ്തു, അല്ലേ ജമീല? ടോട്ടൽ ലിറ്ററസി പ്രോഗ്രാം, ജനകീയാസൂത്രണ പരിപാടി, ഇങ്ങനെ ഒരു വലിയ ഒരു ക്യാമ്പയിൻ അനൗൺസ് ചെയ്തുകൊണ്ടാണ്, അതാണ് കേരളത്തെ മാറ്റിയതും. എൻ്റെ ഒരു ആഗ്രഹം ഈ പഠന കോൺഗ്രസിൽ വേറെ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ, പഠന കോൺഗ്രസിൽ പ്രഖ്യാപിക്കേണ്ട ഒരു വലിയ എന്ന് പറഞ്ഞാൽ എ പീപ്പിൾസ് ക്യാമ്പയിൻ ഫോർ ഹെൽത്ത് എഡ്യൂക്കേഷൻ. സമ്പൂർണ്ണ ജനകീയ ആരോഗ്യ വിദ്യാഭ്യാസ പ്രസ്ഥാനം പ്രഖ്യാപിക്കണം. അതിനുവേണ്ടി അത് വർക്കപ്പ് ചെയ്യണമെങ്കിൽ ഇറ്റ് മേ ടേക്ക് വൺ ഇയർ, മേ ബി 6 months. ഒത്തിരി മോഡ്യൂൾസ് ഉണ്ടാക്കേണ്ടി വരും. മാത്രമല്ല ഈ എക്സസൈസ് അത് ഇതൊക്കെ പറയുന്നത് വിവിധ ഏജ് ഗ്രൂപ്പിന് വ്യത്യസ്തമായിട്ടുള്ള വ്യായാമ രീതികളും അല്ലേ ഒക്കെയാണ് വേണ്ടത്. ആഹാര രീതികൾ, രോഗാവസ്ഥയുള്ളവർക്ക് എന്ത് ആഹാര രീതി, നിങ്ങൾ ചെന്ന് ആരോടെങ്കിലും ചോദിക്കുക, പ്രമേഹ രോഗികൾ കഴിക്കാവുന്ന പഴവർഗ്ഗങ്ങൾ ഏതൊക്കെയാണെന്ന് ഏതെങ്കിലും ഒരു ഡോക്ടർ പറഞ്ഞു തരുന്ന ദിവസം കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പൊ ആ രീതിയിൽ ഹോംവർക്ക് ചെയ്ത് ലഘുലേഖകള്, യൂട്യൂബ് വീഡിയോകള്, ഇപ്പോഴാണ് റീൽസ് ആണല്ലേ, റീൽസ് ചെറിയ ചെറിയ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാൻ പറ്റും. ഇതെല്ലാം തയ്യാറാക്കിക്കൊണ്ടുള്ള ഒരു മാസീവ് ക്യാമ്പയിൻ കേരളത്തിൽ ആരംഭിക്കുമെന്ന് ഈ പഠന കോൺഗ്രസ് പ്രഖ്യാപിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത്, സ്കൂൾ ഹെൽത്ത് ഈ പറയുന്ന മോർബിഡിറ്റിയുടെ എല്ലാം വിത്തുകൾ പാകപ്പെടുന്നത് ചെറുപ്പകാലത്താണ്. യുവാക്കളിലും ഉണ്ട് കേട്ടോ, സ്കൂളിൽ മാത്രമല്ല, കോളേജിൽ. 40% of our children are overweight. Obesity is now considered as a chronic relapsing disease. പുതിയ ICD ക്ലാസിഫിക്കേഷനിലത്തെ ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസിലെ രോഗമായിട്ട് പെടുത്തിയിട്ടുള്ളതാണ് ഒബീസിറ്റി, അല്ലേ? ഇറ്റ് ഈസ് കോൾഡ് അഡിപ്പോസിറ്റി ബേസ്ഡ് ക്രോണിക് റിലാപ്സിംഗ് ഡിസീസ് എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അവിടെ തുടങ്ങുകയാണ് ഈ രോഗത്തിന്റെ എല്ലാം. അതുകൊണ്ട് സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം ഇപ്പം ഗവൺമെന്റ് ആരംഭിക്കുന്നുണ്ട്, ആരോഗ്യവകുപ്പും വിദ്യാഭ്യാസവും. അത് സ്കൂളിൽ നിർത്തരുത്, കോളേജിലും കൂടെ വ്യാപിക്കണം. സ്കൂൾ കോളേജ് ആരോഗ്യ വിദ്യാഭ്യാസ പരിപാടി, അതിൽ മെന്റൽ ഹെൽത്തിന് വലിയ ഊന്നൽ കൊടുക്കണം. നമ്മൾ കുറെ BMI എടുത്ത് പിന്നെ മാത്രം എന്നിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ സ്കൂളുകളിൽ നമ്മൾ വ്യാപകമായിട്ട് പിന്നെ ഈ പറയുന്ന വ്യായാമ മുറകളൊക്കെ പണ്ടുണ്ട്, ഡ്രിൽ മാസ്റ്റർ ഒക്കെ ഉണ്ട്, ഇപ്പം ഇല്ല. അതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്ന രീതിയിലാണ് ഈ 2 പ്രോജക്റ്റുകൾ നമ്മൾ മുന്നോട്ട് വെക്കണം. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറയാം.
നമ്മൾ പാലിയേറ്റീവ് കെയറും ജീരിയാട്രിക്സ് തമ്മിൽ മിക്സപ്പ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് നോട്ട് കറക്റ്റ്. രണ്ടാണ്. പാലിയേറ്റീവ് കെയർ വി ആർ വെരി സ്ട്രോങ്. ഞാൻ ഈയിടെ ഒരു പ്രധാനപ്പെട്ട ആശുപത്രിയിൽ പോയി. അപ്പോൾ ഞാൻ ഈ ജീരിയാട്രിക് സെന്റേഴ്സും കെയറുകളൊക്കെ ഇപ്പം ഒന്ന് സന്ദർശിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ ദാറ്റ് വാസ് നോട്ട് ജീരിയാട്രിക് സെന്റർ, ഇറ്റ് വാസ് എ പാലിയേറ്റീവ് കെയർ സെന്റർ. ഈ കിടപ്പ് രോഗികൾക്ക് വേണ്ടി വലിയ ട്രിപ്പ് കൊടുത്ത് അതിലൊരാൾ ഇന്നലെ മരിച്ച ഒരാളും കൂടെ ഉണ്ട്, അതും കൂടെ ഞാൻ പറയാം, പ്രസിദ്ധനായ ഒരാൾ. ദാറ്റ് ഈസ് നോട്ട് ജീരിയാട്രിക് കെയർ. മറ്റത് പാലിയേറ്റീവ് കെയർ കട്ടിങ് അക്രോസ് ഏജ് ഗ്രൂപ്പ്സ് ആണ്. ഈ പറയുന്ന യു ഗീവ് കംഫർട്ട് ആൻഡ് റിലീഫ് ടു ക്രോണിക്കലി ഡിസേബിലിറ്റിംഗ് ഡിസീസസ്. പക്ഷേ വേറെ ജീറിയാട്രിക്സ് ഈസ് കൺഫൈൻഡ് ടു ജീറിയാട്രിക് പോപ്പുലേഷൻ. നമ്മൾ ആഡ് ലൈഫ് ടു ഇയേഴ്സ് എന്ന് പറയത്തില്ലേ, വി ആർ ട്രൈങ് ടു ആഡ് ലൈഫ് ടു ഇയേഴ്സ്. അതാണ് ലൈഫ് സ്പാൻ എന്നുള്ള മാറി ഹെൽത്ത് സ്പാൻ എന്നുള്ള വാക്കാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളറിയാം ഒരു കാര്യം, ജമീല, ഞാൻ അടുത്ത കാലത്താണ് ജീരിയാട്രിഷ്യനെ നേരിട്ട് ഒരാൾ കാണുന്നത് എറണാകുളത്ത് വെച്ച്. ജമീല ഉണ്ടായിരുന്നു ആ മീറ്റിംഗ് എന്ന് അറിഞ്ഞുകൂടാ, ജോ ഉണ്ടായിരുന്നു. 15 ജീരിയാട്രിഷ്യൻസ് കേരളത്തിലുണ്ട്. മിടുക്കരാണ് കേട്ടോ. 15 പേരും സ്വകാര്യ മേഖലയിലാണ്, ഒരാൾ പോലും സർക്കാർ മേഖലയില്ല. ജീരിയാട്രിക് കേസ് കേരളത്തിൽ ഒറ്റ മെഡിക്കൽ കോളേജേ ഉള്ളൂ, അത് അമൃത മെഡിക്കൽ കോളേജിലാണ്. ഇതൊരു ദയനീയമായ സ്ഥിതിയാണ്. ജീരിയാട്രിക്കിന് വലിയ പ്രാധാന്യം കൊടുക്കണം, ജീരിയാട്രിക് കെയറിന്. അതൊക്കെയാണ് ശശിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വേറൊരു ഭാഷയെ പറയുന്നുള്ളൂ. അപ്പം മോർബിഡിറ്റിയും കുറയും. അതാണ് 2 കാര്യം. മൂന്നാമത് പറയാത്തൊരു കാര്യം, ഞാനത് ഒരു രാഷ്ട്രീയമായിട്ട് പറയല്ല. കേന്ദ്ര ഗവൺമെന്റ് സഹായമില്ലാതെ കേരളത്തിന് ആരോഗ്യ മേഖല മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതും നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാനൊരു കേന്ദ്രവിരുദ്ധ കേന്ദ്ര ഗവൺമെന്റ് ആരോഗ്യ ബഡ്ജറ്റ് നമ്മളിപ്പം 2% ആയി അല്ലേ, ജി ഡി പിയുടെ 2%ഓളം കേരളം എത്തി. കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോഴും ഈ ഏറ്റവും അവസാനത്തെ നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചെങ്കിലും ഇറ്റ് ഈസ് കമ്മിങ് ഡൗൺ 0.5 to 0. പല ഇതാണ് എല്ലാ കണക്കുകളും സൂചിപ്പിക്കുന്നത് ബിലോ 2% ആണ്. കേന്ദ്ര ഗവൺമെന്റ് തന്നെ അംഗീകരിച്ച ദേശീയ ആരോഗ്യ നയത്തിൽ 3.5% പറയുന്നുണ്ട്. വേണ്ട, 2.5% ആക്കിക്കോട്ടെ. ഒരു ഹ്യൂജ് എമൗണ്ട് വരും. പക്ഷേ ഹ്യൂജ് എമൗണ്ട് മാറ്റിയാൽ മാത്രം പോലെ കേരളം പ്രത്യേകിച്ച് എടുത്ത് പറയണം. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് മുടക്കുമ്പോൾ മൾട്ടിപ്പിൾ വെർട്ടിക്കൽ പ്രോഗ്രാംസ് വരും. നല്ലത്, നമുക്കത് ഉപയോഗിക്കാം, നോ പ്രോബ്ലം. ഇപ്പം നാഷണൽ ഹെൽത്ത് മിഷൻ ആകട്ടെ, മറ്റേതായിക്കോട്ടെ. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് ആവിഷ്കരിക്കുന്ന പദ്ധതികൾക്കും കൂടെ സാമ്പത്തിക സഹായം നൽകണം. ഇത് നമ്മൾ എടുത്തു പറയണം. കാരണം കേരളത്തിന് സവിശേഷമായ ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് അതും കൂടെ നമ്മൾ എടുത്തു പറയണം. മൂന്നാമതായിട്ട് ഹെൽത്ത് കെയർ കോസ്റ്റ് കൂടുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഔഷധ ചെലവ് തന്നെയാണ്. ന്യൂവർ ആൻഡ് ന്യൂവർ ഡ്രഗ്സ് ആർ കമ്മിങ് ടു ദ മാർക്കറ്റ്, പേറ്റന്റഡ് ഡ്രഗ്സ്. പേറ്റന്റഡ് ഡ്രഗ്സിന്റെ പ്രൈസ് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? മറ്റേ നോൺ പേറ്റന്റ് ഡ്രഗ്സിന്റെ പ്രൈസെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൻ്റെയൊക്കെ പ്രത്യേകിച്ച് ക്യാൻസർ രംഗത്തൊക്കെ വലിയ വില കൂടിയ മരുന്നുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഈ റെയർ ഡിസീസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ്, പക്ഷെ അതേ അവസരത്തിൽ സപ്പോസ് യു ടേക്ക്, ഒരു മിനിറ്റും കൂടെ ഒന്ന് കേൾക്കണേ, നമുക്കൊരു 400 മോളിക്യൂൾ ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ നിന്നാണ് എല്ലാ മരുന്നുകളും ഉണ്ടാക്കുന്നത്. 450 മോളിക്യൂൾസ്. അതിലൊരു 50 മോളിക്യൂൾസ് ഒക്കെ വരത്തുള്ളൂ ഈ നോൺ പേറ്റന്റഡ് ആയിട്ടുള്ളത്. ബാക്കി 400 ഇപ്പോഴും ഉണ്ട്. ഒരു 10-20 വർഷത്തേക്ക് അത് നിൽക്കും. ലൈക്ക് മജോറിറ്റി ഓഫ് ആന്റിബയോട്ടിക്സ് ഓർ സ്റ്റാറ്റിൻ ഓർ ആസ്പിരിൻ, ഇങ്ങനെ പറയുന്ന മരുന്നുകൾ, ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്, ആന്റി ആസ്മാറ്റിക്, ഇങ്ങനെയുള്ള മരുന്നുകളുടെ വലിയൊരു നിര ഉണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ IDPL ഹിന്ദുസ്ഥാൻ ആന്റിബയോട്ടിക്സോ ഫാക്ടറിയോ പ്രവർത്തിക്കുന്നില്ല. നിങ്ങൾക്കറിയാവോ, കേരളത്തില് ഇന്ത്യയിൽ ഇന്ന് പ്രവർത്തിക്കുന്ന വൺ ഓഫ് ദി റെയർ, എനിക്കൊന്ന് രാജസ്ഥാനിലെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ എനിക്കത് സന്ദർശിച്ചിട്ടുള്ള, എനിക്ക് അറിഞ്ഞൂടാ ഇപ്പോൾ ഉണ്ടോന്ന്. ഈ KSDP മാത്രമേ ഉള്ളൂ. പക്ഷെ KSDPക്ക് എന്ത് ഒരു സംസ്ഥാന ഗവൺമെന്റ് ഒരു ഫാക്ടറിക്ക് ഇത് പുറപ്പെടുവിക്കണ, ഒരു മരുന്നുണ്ടാക്കണമെങ്കിൽ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് പറയും, ബൾക്ക് അടിസ്ഥാന ഔഷധം. അത് ഇന്ത്യ സ്വയം പര്യാപ്തമായിരുന്നു, പക്ഷെ അത് കളഞ്ഞു. നമ്മളെ ഇറക്കുമതി ചെയ്യണം, ഭയങ്കര വിലയാണ്. അങ്ങനെ വില കൊടുത്ത് ഇറക്കുമതി ചെയ്താൽ KSDP ഉണ്ടാക്കുന്ന മരുന്നിന്റെ വില മാർക്കറ്റ് വിലയേക്കാൾ കൂടും. സോ ഹൈ വോള്യൂം ആയിട്ട് ഉണ്ടാക്കണം, ഹൈ വോള്യൂം പ്രൊഡക്ഷൻ കൊണ്ടേ പറ്റത്തുള്ളൂ. API ഫാക്ടറി കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപിക്കണം. ഇപ്പോഴും സ്ഥാപിച്ചിട്ടില്ല. 8 ഫാക്ടറി തുടങ്ങാന്ന് പറഞ്ഞിട്ട് തുറന്നില്ല, ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുക. അപ്പൊ നമ്മുടെ പൊതുമേഖലാ കമ്പനികൾ KSDPയും IDPL ഹിന്ദുസ്ഥാൻ ആന്റിബയോട്ടിക്സും പുനഃസ്ഥാപിച്ച വാക്സിൻ ഫാക്ടറീസ് എല്ലാം നന്നായിട്ട് പ്രവർത്തിച്ച മാസീവ് സ്കെയിലിൽ ഈ 400 മോളിക്യൂൾസ് ഉണ്ടാക്കി നമ്മുടെ സർക്കാർ മേഖലയ്ക്ക് സൗജന്യമായും നമ്മുടെ ഈ പറയുന്ന ജനൌഷധി പോലുള്ള കേന്ദ്രങ്ങൾ വഴി വില കുറച്ചും കേന്ദ്ര സർക്കാരിന് കൊടുക്കാൻ പറ്റും. അതിനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി ഗവൺമെന്റ് കാണിക്കുന്നില്ല. കാണിച്ചു കഴിഞ്ഞാൽ വൻതോതിൽ നമുക്ക് മരുന്ന് കുറയ്ക്കാൻ പറ്റും. പിന്നെ പേറ്റന്റ് ഡ്രഗ്സിന്റെ കാര്യത്തിൽ
കമ്പൽസറി ലൈസൻസിങ് എന്നുള്ള പ്രൊവിഷൻ ഉപയോഗിച്ച് അത് ഉൽപ്പാദിപ്പിക്കാനുള്ള അവകാശം മറ്റ് ഇന്ത്യൻ കമ്പനികൾ കൊടുത്താൽ അതിൻ്റെ വിലയും കുറയ്ക്കാൻ പറ്റും. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കാര്യം കൂടി നമ്മുടെ ഇതിനകത്ത് പറയണം. അതിൻ്റെ ഒരു അഡ്വക്കസി റോള് സംസ്ഥാന ഗവൺമെൻറ് ഏറ്റെടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റേ രണ്ട് കാര്യം നമ്മൾ പ്രഖ്യാപിക്കണം ഈ ഗവൺമെൻറ്. പിന്നെ ഈ ഇതിൻ്റെ അവസാനം ഒന്ന്, വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് എ മാസീവ് പീപ്പിൾസ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്യാമ്പ്, ഒരു ജനകീയ ആരോഗ്യ വിദ്യാഭ്യാസ പ്രസ്ഥാനം. അത് ചെറിയ പരിപാടിയൊന്നുമല്ല കേട്ടോ. ഞാൻ പറഞ്ഞ എല്ലാം, ക്യാൻസർ ആകാം, ഡയബറ്റിസ് ആകാം, എക്സസൈസ് ആകാം, മറ്റെല്ലാ കാര്യങ്ങളും. അതിന് ഇന്നിപ്പം നിങ്ങളിപ്പോൾ ഇംഗ്ലീഷിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം നല്ല വീഡിയോസൊക്കെ ഉണ്ട്. നമുക്ക് ഇന്ന് വരെ വൃത്തിയുള്ള ഒരു വീഡിയോ പോലും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ഫോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണല്ലോ പ്രായാധികം. ഇപ്പം ഞാൻ തന്നെ സ്റ്റെപ്സ് ഇറങ്ങിയപ്പോൾ വീഴാനുള്ള ഒത്തിരി സാധ്യതകളുണ്ടല്ലോ. ഫോൾ കുറയ്ക്കാൻ വേണ്ടി പ്രത്യേകം വളരെ ലളിതമായ ഒരു ടോ വാക്കിംഗ് ആകാം, അല്ലെങ്കിൽ സിംഗിൾ ലെഗ് സ്റ്റാൻഡിങ് ആകാം. അതിനെക്കുറിച്ചൊക്കെ ഇംഗ്ലീഷിൽ ധാരാളം ഇതുണ്ട്. നമ്മുടെ ഇവിടുത്തെ വ്യായാമ മുറകളെല്ലാം നമ്മൾ കണ്ട് എല്ലാ പ്രായക്കാർക്കും വേണ്ടിയിട്ടുള്ള വ്യായാമ മുറകളായി പറയുന്നത്, ഏജ് റിലേറ്റഡ് അല്ല. അപ്പം ആ രീതിയിലേക്ക് ഉള്ള ഒരു വലിയ ക്യാമ്പയിൻ ഈ പഠന കോൺഗ്രസിൽ ആരോഗ്യത്തിൻ്റെ ഭാഗമായിട്ട് പ്രഖ്യാപിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം നമ്മൾ വളരെയധികം കാര്യങ്ങൾ ചർച്ച ചെയ്തു. കേരളം ഇന്ന് എവിടെ നിൽക്കുന്നു, പൊതുജനാരോഗ്യ രംഗത്തും അതുപോലെ തന്നെ ചികിത്സാ രംഗത്തും എങ്ങോട്ട് പോകണം, എല്ലാവരുടെയും സജഷൻസ് ഒക്കെ നമ്മളിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിനു മുമ്പ് കോട്ടയത്ത് നടത്തിയ നമ്മുടെ സെമിനാറും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് നടത്തിയ സെമിനാറുകളിലും ഒക്കെ തന്നെ ഒരുപാട് സജഷൻസ് വന്നിട്ടുണ്ട്. ഈ സജഷൻസ് എല്ലാം നമ്മുടെ ഈ പോളിസി ഡോക്യുമെന്റിൽ ഉണ്ടാകും. തീർച്ചയായിട്ടും ഈ നല്ല സജഷൻസ് എല്ലാം തന്നെ ഉൾക്കൊള്ളിക്കാൻ ഞങ്ങൾ ശ്രമിക്കാം. ഇത് നമ്മൾ വെബ്സൈറ്റിലും കൊടുക്കുന്നതാണ് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അല്ലാതെ നമ്മളിപ്പോൾ ഈ തന്ന സജഷൻസിന് ആൻസർ പറയാൻ ഞങ്ങളാരും അങ്ങനെ മുതിരുന്നില്ല. കാരണം ഞങ്ങളാരും ഇതിന് ആൻസർ പറഞ്ഞിട്ട് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാനല്ല നോക്കുന്നത്. നമ്മൾ ഇത് സമഗ്രമായിട്ടുള്ള ഒരു പോളിസിയും അതുപോലെ തന്നെ ഇത് മാനിഫെസ്റ്റോയിലും കൂടി വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ എല്ലാവർക്കും നന്ദി. സെഷന് അസച്ച് നന്ദി പറയാനായിട്ട് അരുണിനെ ക്ഷണിക്കും. നമ്മുടെ ഇന്നത്തെ ഈ സെമിനാർ ചികിത്സാ സംവിധാനങ്ങളിൽ അധ്യക്ഷനായത് ബഹുമാനീയനായ ഡോക്ടർ ഇക്ബാൽ സാറാണ്. സാറിന് എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. വിഷയാവതരണം നടത്തിയ ബഹുമാനിയായ ഡോക്ടർ PK ജമീല മാഡത്തിനും എല്ലാവരുടെയും പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം പാനലിസ്റ്റുകളായ ഡോക്ടർ വിശ്വനാഥൻ, ഡോക്ടർ ജോസഫ് T സുബ്രഹ്മണ്യൻ, ഡോക്ടർ സന്തോഷ് തോമസ്, ഡോക്ടർ ശ്രീദർശൻ, ഡോക്ടർ R ജയപ്രകാശ്, ഡോക്ടർ ദിവ്യ VS തുടങ്ങിയവർക്കും നന്ദി രേഖപ്പെടുന്നു. ഒപ്പം ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സെമിനാർ അവസാനിച്ചതായിട്ട് അറിയിക്കുകയാണ്.